നമ്മുടെ വീട്ടിലുള്ളവരുടെ ബോധ്യപ്പെടുന്നത് നമ്മൾ എന്തിനാണ് കിടന്ന് ഓടുന്നത്. പല ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ കിടന്ന് ഓടുന്നത് എന്തിനാണെന്ന് വീട്ടിലുള്ളവർ അറിയുന്നില്ല, അവർക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ മീറ്റിംഗ് ആണ്, വൈകുന്നേരമാണെങ്കിൽ 9 മണി കഴിഞ്ഞിട്ട് മുഴുവൻ സമയം സൂം മീറ്റിങ്ങിലാണ്. രാജേഷൊക്കെ തുടങ്ങിയ സമയത്ത് ഇന്നാണ് വിദ്യ എക്സ്പീരിയൻസ് ഇറങ്ങി പറഞ്ഞു. കാരണം 6 ദിവസം ജോലി കഴിഞ്ഞ് 7-ാം ദിവസം വണ്ടി എടുത്ത് ബിസിനസ്സിലാണെന്ന് പറഞ്ഞു പോകുമ്പോൾ പിന്നെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ജോലി എന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ അത് എന്തിനു വേണ്ടിയാണെന്ന് വീട്ടിലുള്ളവർ ബോധ്യപ്പെട്ട അവരായിരിക്കും ഏറ്റവും കൂടുതൽ. അവരൊക്കെ അതിനുശേഷം രാജേഷ വീട്ടിൽ ഇരുന്നാലാണ് പ്രശ്നം. എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതെപ്പോഴും ശ്രദ്ധിച്ചോളൂ. നമ്മള് എപ്പോഴും ഒന്നെങ്കിൽ മഹാലക്ഷ്മി ആയിരിക്കും, അല്ലെങ്കിൽ ഭദ്രകാളി ആയിരിക്കും എന്നതിന്റെ ഓർത്തം. മഹാലക്ഷ്മി ആക്കി വെച്ചില്ലെങ്കിൽ ഭദ്രകാളിയാവും. അത് ശ്രദ്ധിച്ചോ. അത് എന്റെ മാത്രമല്ല, എല്ലാവരുടെയും അവസ്ഥയാണ്. അതിനെക്കുറിച്ച് വിഷമിക്കണ്ട. അപ്പൊ ഓക്കെ. അപ്പം അതിനുള്ള ഒരേ ഒരു മാർഗം മീറ്റിങ്ങുകൾക്ക് കൊണ്ടുവരിക എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനുള്ള ഉത്തരം പറയാൻ തരാം. ഓക്കെ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഗ്രീൻ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാര് നമ്മൾ ഇനിയുള്ള കാലത്ത് വളരെ ഇന്ന് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനിയുള്ള കാലം വളരെ ദുരിതപൂർണ്ണമായിരിക്കും. അത് ഓപ്പണായിട്ട് ഞാൻ പറയാം. അത് കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും അതേ സ്ഥാനത്ത് ഇനിയുള്ള കാലത്തെ മാറ്റങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് ഭയങ്കര ലെവലിലേക്ക് പോകും. നമ്മൾ ഇതുവരെ കേട്ടിരിക്കുന്നത് പണ്ടത്തെ ഒരു സംവിധാനം എന്തായിരുന്നു, നമ്മുടെ നാട്ടുപുറത്തൊക്കെ ഓരോ വലിയ വലിയ പ്രബലമായ കുടുംബങ്ങളുണ്ട്. അവർക്ക് വലിയ സ്വത്തുകളുണ്ട്, ഭൂസ്വത്തുണ്ട്, അസറ്റ് ഉണ്ട്, ആസ്തിയുണ്ട്. അപ്പൊ അവരുടെ ഒപ്പം എത്താന്ന് പറയുന്നത് സാധാരണ ഒരാൾക്ക് ഈസിയായിട്ടുള്ള പരിപാടി അല്ലായിരുന്നു. കാരണം അത്ര കഴിവുള്ള ഒരാൾക്ക് മാത്രമേ അതിന്റെ മുകളിൽ കലാകാരന്മാർ അങ്ങനെയുള്ളവർക്ക് പുറത്തു വരാൻ പറ്റും. ബിസിനസ് ചെയ്യാനായിട്ടൊന്നും നോർമൽ ആൾക്കാർ അവർക്ക് മറ്റൊരു ആസ്തിയായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇനിയുള്ള കാലത്തെ യഥാർത്ഥ ആസ്തി എന്താ പറയുക, യഥാർത്ഥ നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള അറിവാണ്. ഭാവിയെ കുറിച്ചുള്ള അറിവുണ്ടാക്കിയ അറിവുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് അസറ്റ് ഉണ്ടാക്കും. ഭാവിയെ കുറിച്ച് ഇപ്പൊ മാർക്കറ്റിനെ കുറിച്ചുള്ള ചേഞ്ചസ് അറിയാൻ വരാത്ത ആൾക്കാർ ധർമ്മക്കാരെ പോലെ ആയിരിക്കും. നമ്മൾ കേട്ടിരിക്കുന്ന അമേരിക്ക, നിങ്ങളൊക്കെ കേട്ടിരിക്കുന്ന അമേരിക്ക, നമുക്കൊക്കെ അറിയാവുന്ന അമേരിക്ക എന്ന് പറഞ്ഞാൽ മറ്റേ സമ്പന്നതയുടെ അൾട്ടിമേറ്റ് അതാണ് നമുക്കറിയാവുന്ന. നമ്മൾ കേൾക്കുന്നത് ഇവിടെ നിന്നുള്ള ജോലി ഇവിടെ നിന്നൊക്കെ ഉള്ള ആൾക്കാർ അവിടെ പോയി ഒത്തിരി പൈസ ഉണ്ടാക്കി നല്ല നിലയിൽ ജീവിക്കുന്ന ആൾക്കാരെ നമുക്കറിയാമായിരിക്കും. നമ്മൾ അത് വെച്ചിട്ട് അമേരിക്ക എന്ന് പറഞ്ഞാൽ സ്വർഗമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടാവും. അമേരിക്കയിൽ എത്ര പേര് സ്വർഗമുണ്ടോ, അതിൽ സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ടോ അതിന്റെ 10 ഇരട്ടി ആൾക്കാർ ധർമ്മക്കാരാണ്. അറിയോ എന്താ കാര്യം? അമേരിക്ക മാത്രമല്ല, ഡെവലപ്ഡ് കൺട്രികളെല്ലാം. ഇതിന്റെ റീസൺ എന്താ പറയുക, എക്കണോമി ബൂം ചെയ്യുന്ന സമയത്ത് നോർമൽ ആവറേജ് മിഡിൽ ക്ലാസ് ഇൻകം, മിഡിൽ ക്ലാസ്സുമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ, തൊട്ടപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലെ നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാർ, നമ്മുടെ അയൽവക്കക്കാരും ജീവിക്കുന്ന പോലെ അവരുമായിട്ട് കമ്പയർ ചെയ്താണ് നോർമൽ ആൾക്കാർ മുഴുവൻ ജീവിക്കുന്നത്. കാരണം നമ്മൾ നമ്മുടെ കൂടെ പഠിച്ചവർ, നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ ഈ ഒരു ലോകത്ത് മാത്രമല്ലാതെ അതിലപ്പുറം ഒന്നും നമ്മൾ കാണുന്നില്ല, അതിലപ്പുറം കണ്ടിട്ടുമില്ല, കാണാൻ ശ്രമിക്കുന്നുമില്ല പലരും. ഈ ഒരു സർക്കിളിൽ മാത്രം ജീവിക്കുന്നവരെ സംബന്ധിച്ച് നമ്മൾ നോർമൽ സർവൈവലിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. നമ്മൾ പല ആൾക്കാരും പറയുമ്പോഴേ പറയുന്നത് ഒന്നും നേരമില്ല, വേറെ ഒരു കാര്യത്തിനെ കുറിച്ചും ഞാൻ എന്റെ കാര്യം അറിയാൻ പറ്റില്ല, ഞാൻ 24 മണിക്കൂർ ജോലി ചെയ്യാം, കിടക്കുന്ന ഇവിടെ വീട്ടിൽ നിന്ന് കിടക്കുന്നത് മാത്രമേ വീണ്ടും ഓടുകയാണ്, അവർക്ക് വേറെ ഒന്നും കേൾക്കാൻ പോലും നേരമില്ല എന്നാണ് പറയുന്നത്. സംഭവിക്കുന്നത് എന്താ പറയുക, ഇനിയുള്ള കാലത്ത് പണ്ട് ഒരു 50 കൊല്ലം കൊണ്ട് നടന്ന മാറ്റം ഇങ്ങനെ ഇപ്പൊ നടക്കുന്നത്. 1 വർഷം പോലും നിൽക്കാൻ പറയാം. ഒരു ബിസിനസ് എന്ന് പറയുന്നത് ആ ബിസിനസിന്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയും. ഒരു ബിസിനസിന്റെ ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബിസിനസിന്റെ ആയുസ്. ആ രീതിയിൽ തന്നെ ആ ബിസിനസ് പോകാനുള്ള ടൈം പണ്ടൊക്കെ ഒരു 25 വർഷം 50 വർഷം വേണേൽ ആ ഒരു ബിസിനസ് ആ ഷേപ്പിൽ തന്നെ അങ്ങനെ തന്നെ പോകാമായിരുന്നു. അതാണ് അപ്പൂപ്പൻ തുടങ്ങിയ ബിസിനസ് അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അപ്പൂപ്പൻ തുടങ്ങിയ ബിസിനസ് പറഞ്ഞൊരു ബിസിനസ് മാർക്കറ്റിൽ അച്ഛൻ തുടങ്ങിയ ബിസിനസ് പോലും പറയാൻ, ഞാൻ തുടങ്ങിയതെന്ന് മാത്രമല്ലാതെ അച്ഛൻ തുടങ്ങിയെന്ന് പറയുന്ന ഒരു ബിസിനസ് പോലും നാട്ടിൽ കാണില്ല. അപ്പൊ പിന്നെ അപ്പൊ ചിലപ്പോൾ ആ ബിസിനസ് ചെയ്താലേ കുഴപ്പമില്ല, എംപ്ലോയി ആണെങ്കിൽ കുഴപ്പമില്ല. എംപ്ലോയീസിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. ടോട്ടലി ഇതുവരെ പഠിച്ചത് മുഴുവൻ മറന്നിട്ട് പുതിയ സ്കില്ലുകൾ ആർജിക്കാൻ തയ്യാറാകുന്നവർ മാത്രമേ ഇനിയുള്ള കാലത്ത് സംരംഭിക്കൂ. അല്ല യു ആർ ഔട്ട് എന്ന് പറയും. ഇത്രയുള്ളൂ, യു ആർ ഔട്ട്. നമ്മൾ പണ്ട് ഭയങ്കര പല ഏരിയയിൽ പെർഫോം ചെയ്തിട്ടുള്ള ആളായിരിക്കാം. ഇനി വരുന്ന മാറ്റം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് മാറാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അന്നേരം യു ആർ ഔട്ട് എന്നുള്ള സാധനം വോയിസ് കേൾക്കാം. അത് നമ്മൾ അറിഞ്ഞിരുന്നില്ലെങ്കിൽ രാജ്യം ഒരു ഡെവലപ്ഡ് കൺട്രി ആകുമ്പോൾ സംഭവിക്കുന്നത്, പുതിയ ജനറേഷൻ പുതിയ ടെക്നോളജിയിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഉള്ളവരും ഇൻവെസ്റ്റേഴ്സും ടെക്നോളജിയിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരും ഭയങ്കരമായിട്ട് റിച്ചാണ്. ഓർഡിനറി മിഡിൽ ക്ലാസ് വിശ്വസിക്കും. മിഡിൽ ക്ലാസ് ആണ് ഇപ്പോഴത്തെ സാമ്പത്തിക നയം. മിഡിൽ ക്ലാസ് ചിന്ത, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മിഡിൽ ക്ലാസ് ചിന്തയാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളതിനെപ്പുറം ആഗ്രഹിക്കുന്നില്ല. സാധാരണ ആൾക്കാർ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും വലിച്ചെത്തിച്ച് കടമാണെങ്കിലും മേടിച്ചൊരു വീട് വെക്കുക.
അല്ലെങ്കിൽ ഒരു വണ്ടി മേടിക്കുക. നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ നോക്കുമ്പോൾ ഒരു ആവറേജ് കുഴപ്പമില്ല, അല്ലെ അവരിൽ ഏറ്റവും ഉയർന്ന, അല്ല നമ്മുടെ കൂടെ പഠിച്ചവരിൽ ഏറ്റവും ഉയർന്ന ആളായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ, അവിടെ വരെ നമ്മൾ ശ്രമിക്കുന്നുള്ളൂ. അതിനുവേണ്ടി കിടന്ന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കണം. അതെല്ലാം കിട്ടിയാലും നമ്മൾ ഹാപ്പിയാണോ? അല്ലതല്ല. എന്നാൽ ഇവിടെ ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ചലഞ്ചും ഉണ്ട്. അതാണ് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ മേഖലയിലും ചലഞ്ചുണ്ട്. ഈ പുതിയ ഓപ്പർച്യൂണിറ്റികൾ ഇഷ്ടം പോലെ ഉണ്ടാകും. പണ്ട് നമ്മൾക്ക് വന്ന ഏറ്റവും വലിയ റവല്യൂഷൻ എന്ന് പറയുന്ന അഗ്രികൾച്ചർ റവല്യൂഷനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമുക്ക് ഇപ്പൊ നമ്മുടെയൊക്കെ ജനറേഷൻ വന്ന ഏറ്റവും വലിയ റവല്യൂഷൻ എന്തായിരുന്നു? IT ആയിരുന്നു. ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാക്കാൻ പറ്റുമോ? എന്താ സംഭവിച്ചത്? കമ്പ്യൂട്ടർ വന്നാൽ 10 പേരുടെ ജോലി ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്നതാണ്. എൻ്റെ അച്ഛൻ ഇൻകം ടാക്സിലാണ് വർക്ക് ചെയ്തത്. അച്ഛനൊക്കെ സമരത്തിന് പോയതാണ് കമ്പ്യൂട്ടറിനെതിരെ. യൂണിയൻ മുകളിൽ നിന്നുള്ളവർ പറയുന്നതനുസരിച്ച് നമ്മൾ സമരം ചെയ്യുന്നത് ഒരിക്കലും അനുവദിക്കരുത്. ഈ കമ്പ്യൂട്ടർ വന്നാൽ 10 പേരുടെ ജോലി കമ്പ്യൂട്ടർ ചെയ്യും, അതുകൊണ്ട് നമ്മുടെ ജോലി പോകും. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അവരൊക്കെ സമരത്തിന് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സീനിയറായിട്ടുള്ള സമരം ചെയ്തിട്ടുള്ളവരൊന്നും എനിക്കറിയില്ല. നമുക്കുള്ള ഇൻഫർമേഷൻ, നെഗറ്റീവ് ഇൻഫർമേഷൻ നമ്മുടെ അവൈലബിൾ ഉണ്ട്. ഇതിൻ്റെ വേറൊരു മറുസൈഡുണ്ട്. അതിനകത്തുള്ള ഓപ്പർച്യൂണിറ്റികൾ എന്താണെന്ന് ആരും പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് വേറൊരു ലെവലിലേക്ക് പോയത്. അതിന് പകരം അത് കണ്ടില്ലേ, ആന്ധ്ര അതുപോലത്തെ സ്ഥലങ്ങളൊക്കെ എന്താ ഉണ്ടാക്കി, അവിടേക്ക് എന്താ ഉണ്ടായിരുന്നത്? IT റവല്യൂഷനകത്ത് നേട്ടങ്ങളുണ്ടാക്കിയതാണ്. കർണാടകയാണെങ്കിലും ബാംഗ്ലൂരൊക്കെ എന്താ ഇങ്ങനെ മറിയുടെ റീസൺ ഉണ്ടാകും. IT നമുക്ക് കാര്യമായിട്ടൊന്നും അതിനകത്ത് പ്രയോജനപ്പെടുത്താൻ പറ്റില്ല. കഷ്ടിച്ച് ഉണ്ട്, ഇല്ലെന്നല്ല, ഇതൊന്നും പോരാ. നമ്മൾ പിന്നെ ജോലിക്ക് പോകേണ്ട ഒരു അവസ്ഥയായി. വേറെ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് ചേക്കേറേണ്ട അവസ്ഥ വന്നത് IT റവല്യൂഷൻ വന്നപ്പോൾ അതിനകത്ത് ബിസിനസ് ഓപ്പർച്യൂണിറ്റികളാണ് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ അതിനകത്തുള്ള ഭയങ്കര ലെവലിൽ തന്നെ ധാരാളം പേർക്ക് ഈ അന്യനാട്ടിൽ നിന്ന് പോയി ജോലി ചെയ്യണ്ടായിരുന്നു, ഇവിടെ തന്നെ ജോലി ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇനി വരുന്ന റവല്യൂഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയ പഴയ റവല്യൂഷൻ പോലെയല്ല. ഇനി വരുന്ന റവല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കിയില്ലാത്ത ഇതിലേക്ക് വരാത്ത ആൾക്കാർ ഔട്ടാണ്, നേരെ ഔട്ടാണ്. റഫറി ഫിസിലടിക്കും, നമ്മൾ പുറത്തേക്ക് പോകുന്ന മാത്രമേ ഉള്ളൂ, റെക്കോർഡ് കാണിക്കും. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷെ അതിനകത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എല്ലാ മേഖലയിലും. അപ്പോൾ അതാണ് ഞാനിന്ന് പറയുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഗ്രീൻ പ്ലാന്റ് ഒക്കെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകും. ഫ്യൂച്ചർ ട്രെൻഡ്സ്, നമ്മൾ ഈ ഭാവിയുടെ ട്രെൻഡ്സ് എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, നമ്മൾ പണ്ട് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ബാർട്ടർ സിസ്റ്റം. നമ്മൾ ഓർക്കുന്നുണ്ടോ? സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്നതായിരുന്നു നമ്മുടെ മുൻ തലമുറയിലുള്ളവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വേറൊരു സാധനം പകരം കൊടുത്ത് വാങ്ങുന്നു. എനിക്ക് കപ്പയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നെല്ലുണ്ട്, വേറൊരാൾക്ക് കാപ്പിക്കുരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലമാണ് പണ്ട്. നമ്മുടെ വളരെ പഴയ ഒരു കാലത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇതായിരുന്നു പണ്ട് നിലനിന്നിരുന്നതാണ്. ഇത് കുറച്ച് അന്ന് അതിന് മുമ്പത്തെ കാലത്തേക്കാളും അന്ന് ജീവിച്ചിരുന്നവരോ ഇപ്പം സാധനങ്ങൾ വളരെ എളുപ്പമാണ്. അയക്ക് വേണ്ട സാധനം കൊടുക്കുന്നു, എനിക്ക് വേണ്ട സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയാൽ മതിയായിരുന്നു. അവർക്ക് വീടിന്റെ പരിസരത്ത് മാത്രമേ അത്രയുള്ള ഒരാളുടെ യാത്ര, നടന്നു പോകുന്ന ദൂരത്തിൽ മാത്രമേ ഒരാൾ യാത്രയുള്ളൂ. ആ ഏരിയയിലാണ് ഈ ക്രയവിക്രയം മുഴുവൻ നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം അത് വളരെ ബുദ്ധിമുട്ടായി. ഓരോ കാലത്തിനും അപ്ഗ്രേഡേഷൻ വന്നു. രണ്ടാമത് വന്നപ്പോൾ ഈ സാധനം ചുമന്നുകൊണ്ട് പോകുന്നതൊക്കെ ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. അതിനേക്കാളും എളുപ്പം സ്വർണ്ണ കോയിൻ, ആദ്യം സ്വർണ്ണ കോയിനൊക്കെ വന്നു, കോയിൻസ് വന്നു. അപ്പോൾ ഇതിന് പകരം, ഇത് ചുമക്കുന്നതിന് പകരം ഒരു നെല്ല് വേണ്ടവർ സ്വർണ്ണ കോയിൻ കൊണ്ട് കൊടുത്താൽ അതിന് പകരം നെല്ല് കൊടുത്തു. അല്ലെങ്കിൽ കാപ്പിക്കുരു വേണ്ടവർക്ക് ഈ കോയിൻ ട്രാൻസാക്ഷൻ തുടങ്ങി. സ്വർണം സിൽവർ കോപ്പർ ഒക്കെ വന്നത് ആ സമയത്താണ്. ഇങ്ങനത്തെ കോയിന്റെ വില, സ്വർണത്തിന്റെ വില കൂടുതലുണ്ടാവും, സിൽവർ അതിന്റെ താഴെ കോപ്പർ, അങ്ങനെ ആ ഇത് വെച്ചിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ തുടങ്ങി. കുറച്ചുകൂടെ എളുപ്പമായി. അന്ന് ഈ കാലത്തും ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പൊ എന്ത് എളുപ്പമായി കാര്യങ്ങൾ. പണ്ടത്തെ പോലെ ഒന്നുമില്ല. വണ്ടി തലച്ചമ്പട വെച്ച് സാധനമായിട്ട് നടക്കണം. എന്ത് എളുപ്പമായി, സംഭവങ്ങൾ വളരെ സിമ്പിൾ ആയിരുന്നു. കോയിൻ കൊടുത്താൽ മതി. കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേനാണ് ഇത് കൈകാര്യം ചെയ്യണം. ചുമന്നുകൊണ്ട് പോകണം, കള്ളന്മാരും ഉണ്ടാകാം, വഴിയിൽ പല പ്രശ്നങ്ങളുണ്ടാകാം, രാത്രി സേഫ്റ്റിയുടെ പ്രശ്നങ്ങൾ വന്നു. ഈ സ്ഥാനത്ത് വന്ന സംഭവമാണ് കറൻസി നോട്ട്. കറൻസി നോട്ട് വന്ന സമയത്തും ആൾക്കാർക്ക് സംശയമായിരുന്നു. കറൻസി നോട്ടൊക്കെ വന്ന ഒരു പേപ്പറിന് ഇത്രയും വിലയുണ്ടോ? ഒരു പേപ്പർ, ചുമ്മാ ഒരു പേപ്പറാണ്. ഇത് പോക്കറ്റിട്ടുണ്ടോ പറഞ്ഞാൽ ഇത്രയും വില എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒരു പേപ്പറിന്. അപ്പൊ ഗവൺമെന്റ് തന്നെ ഈ പേപ്പർ അടിച്ച് പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അതിന് അന്ന് ഗോൾഡ് വെച്ച്, അതിന് പകരം പേപ്പർ നോട്ട് അടിക്കണമെങ്കിൽ അതിന് ഈക്വൽ ഗോൾഡ് വെച്ചിട്ട് അത്രയും പേപ്പർ അടിക്കുന്ന ഒരു ഉള്ളായിരുന്നു നോട്ട് അടിക്കുന്നത്. ഇപ്പം പക്ഷെ അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഗവൺമെന്റ് അത് ചെയ്യല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടില്ലേ, ആവശ്യത്തിനുള്ള നോട്ട് അവിടുത്തെ സെൻട്രലിൽ അടിച്ച് തന്നാൽ ദാരിദ്ര്യം മാറിയല്ലോ എന്ന് പറയുന്നത്. അങ്ങനെ ചെറിയ ഇൻഫ്ലേഷൻ വരും, നാണയപ്പെരുപ്പം വന്ന് തകർന്നു, രാജ്യം തകർന്നു പോകും. അങ്ങനെ ചുമ്മാ ആവശ്യത്തിന് ദാരിദ്ര്യം വരുമ്പോഴത്തേക്ക് ചുമ്മാ നോട്ട് പ്രിന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സാധനം തകർന്നു, പിന്നെ എക്കോണമി തകർന്നു പോകും. അത് ഗവൺമെന്റുകൾ വളരെ സൂക്ഷിച്ച് ആലോചിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയാണ് കറൻസി എന്ന് പറഞ്ഞ സംഭവം ആൾക്കാർ ക്രയവിക്രയത്തിന് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ആ കറൻസി ഈ ആൾക്കാർ വന്നപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചു ആ സംഭവം വളരെ എളുപ്പമാണ്, കറൻസി ഇത് കൈകാര്യം ചെയ്യാൻ, പോക്കറ്റിട്ട് നടക്കാം. അതിനും കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ അഡ്വാൻസ് സാധനം വന്നു. എന്താണ്? നമുക്ക് ATM കാർഡ് വെച്ചിട്ട്
നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റി, വളരെ എളുപ്പമായി. അന്ന് നമ്മൾ വിചാരിച്ചു കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ശരിക്കും ആത്മാർത്ഥമായിട്ട് ഞാൻ ബാംഗ്ലൂരിലുണ്ടായിരുന്ന സമയത്ത് ഒരു 30-35 വർഷം മുമ്പ് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എത്രയോ ആൾക്കാർ ഈ ബാങ്കിലേക്ക് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ചെല്ലാൻ വേണ്ടി ഓടിയിട്ട് പ്രഷർ കൂടി മരിച്ചിട്ടുണ്ട്. അവിടെ എത്ര ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ശനിയാഴ്ച 10 മണി മുതൽ 12 മണി വരെ ബാങ്ക്, 12 മണിക്ക് മുമ്പ് നമ്മുടെ ബാങ്കിൽ നമുക്ക് അക്കൗണ്ടുള്ള ബാങ്കിൽ ചെന്ന് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തായാലും ക്രയവിക്രയം നടക്കുന്ന തിങ്കളാഴ്ച 10 മണിക്ക് മാത്രമേ നടക്കൂ. ഒരാൾ എന്തുമാത്രം ഭ്രാന്തി കണ്ടിട്ടുണ്ടാകും, എന്തുമാത്രം പ്രഷർ കൂടിയിട്ടുണ്ടായിരിക്കും ആലോചിച്ച് നോക്കി. പഴയ ജനറേഷൻ ഇപ്പം നിങ്ങൾക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? ഇതുപോലത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. 12 മണിക്ക് മുമ്പ് ട്രാൻസാക്ഷൻ നടന്നില്ല, പിന്നെ തിങ്കളാഴ്ച 10 മണിക്ക് നടക്കും. ഇത് ഒരാൾ വെയിറ്റ് ചെയ്യണം. അത്രയും ബിസിനസ് പോവുകയാണ്, അത്രയും ലോസാണ്. അത് നിങ്ങളുടെ ബ്രാഞ്ച് നിങ്ങളുടെ വീടിനടുത്താണ്, അവിടെ ചെല്ലണം. നിങ്ങൾ എറണാകുളത്തായിരിക്കും, ഇവിടെ ചെന്ന് ആ 12 മണിക്ക് മുമ്പ് ശനിയാഴ്ച അവിടെ ചെന്നാൽ മാത്രമേ നടക്കുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ 12 മണി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്ത് തിങ്കളാഴ്ച 10 മണിക്ക് നടക്കും. ആ കാലത്ത് എത്ര പേര്, ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ US ബാങ്കിന്റെ ATM ഉണ്ടായിരുന്നു. 24 മണിക്കൂറും ആൾക്കാർ വരുന്നു. ഇത് കാണുമ്പോൾ ആ ബാങ്ക് US ബാങ്കിന്റെ അവർക്ക് അന്ന് ഞാൻ ഇത് ആൾക്കാർ 24 hours പ്രവർത്തിക്കുന്ന ബാങ്കല്ല, ATM അല്ല, 24 hours പ്രവർത്തിക്കുന്ന ബാങ്ക് ഞാൻ ബാംഗ്ലൂർ കണ്ടിട്ടുണ്ട് 30 വർഷം മുമ്പ്. അപ്പൊ ഇത് ഭയങ്കര ആവശ്യമുള്ളതാണല്ലോ. ഇത് എല്ലാ ആൾക്കാർക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് എത്ര സമാധാനമുണ്ട്. ഈ പ്രഷർ കൂടി ചാവേണ്ട കാര്യമില്ലെന്ന് ഞാൻ ശരിക്കും ചിന്തിച്ചിട്ടുണ്ട്. അത് വരേണ്ട ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ്. ആൾക്കാരുടെ സൗകര്യമുള്ളപ്പം പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്താ എളുപ്പമായി ബിസിനസ് എന്തായാലും പോകും. ആൾക്കാർ അല്ലെങ്കിൽ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈം കൊണ്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ATM ഒക്കെ വന്നപ്പോഴത്തേനും എന്താണ്, അന്നേരം നമ്മൾ വിചാരിച്ചു എന്താ ഡെവലപ്മെന്റ്, നമ്മുടെ വീടിനടുത്ത് ചുമ്മാ ആള് പോലും വേണ്ട, അവിടെ ചെന്ന് ഒരാളെ പോലും വെയിറ്റ് ചെയ്യണം, നേരെ ഒരു പ്ലാസ്റ്റിക് കാർഡ് ഇട്ട് കഴിഞ്ഞാൽ കാശിറക്കി വരും എന്ന് പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാനായിട്ട് അന്ന് അതൊരു അത്ഭുതമായിരുന്നു. നമുക്ക് സംഭവിക്കുമോ? അതിനെതിരെ നമ്മൾ കേരളത്തിൽ സമരം നടന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ATM വന്നതിനെതിരെ വരെ മനുഷ്യന്റെ ലൈഫ് ഈസി ആക്കി കൊടുക്കുന്ന സാധനങ്ങൾ വരുന്നതിനെതിരെ വരെ നമുക്ക് സമരം നടത്തുന്ന സ്റ്റേറ്റാണ്. ഏതിലും അതിന്റെ നെഗറ്റീവ് മാത്രം, എന്ത് വന്നോ അതിന്റെ നെഗറ്റീവ് മാത്രം നമ്മൾ കണ്ടുപിടിക്കുക. എല്ലാത്തിനകത്തും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടായിരിക്കും. അത് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഏതാണെന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. എല്ലാ കാര്യത്തിലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. അപ്പൊ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ മീഡിയയോ അല്ലെ മറ്റേ പൊളിറ്റീഷ്യൻസോ ഒക്കെ ചിലപ്പോൾ അതിന്റെ നെഗറ്റീവ് ആയിരിക്കും. ഭരിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടെന്നാലും അതിനെ എതിർക്കുന്ന എന്നുള്ള ഒരു ഇതാണ് പൊളിറ്റിക്സ് പലപ്പോഴും നടക്കുന്നത്. ശരിയായിട്ടൊന്നും അവിടെ പ്രസക്തിയില്ല. അപ്പോ ഇത് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു എന്താ ഭയങ്കര സംഭവം, എന്ത് എളുപ്പമായി. ഇപ്പൊ ATM കാർഡുള്ളപ്പം ATM ഉണ്ടല്ലോ, ഇവിടെ വരെ പോയപ്പോ എപ്പം വേണം പോകാം, ഞായറാഴ്ച വേണേൽ പോകാം, രാത്രി വേണേൽ പോകാം, ആരെയും നോക്കി നിൽക്കേണ്ട, ക്യൂ നിൽക്കേണ്ട, എത്ര സൗകര്യം. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇനി ഒരേ ATM നമ്മുടെ ഒരു ബാങ്കിന്റെ ATM ഉണ്ട്, ഏത് ബാങ്കിലും ഇട്ടെടുക്കാം. ആരുടെ ATM ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് അത്ഭുതമായിരുന്നു. കണ്ടോ, ഇനിയിപ്പോ ബാങ്കിൽ പോലും നോക്കേണ്ട കാര്യമില്ല, എവിടെ വേണേലും. നിങ്ങൾക്ക് നേരത്തെ അറിയാം ബാങ്കിങ് സിസ്റ്റത്തില് പണ്ട് നമ്മൾ ബാങ്കിന്റെ ബ്രാഞ്ചിന്റെ കസ്റ്റമറായിരുന്നു, ഇപ്പൊ ബാങ്കിന്റെ കസ്റ്റമർ. തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാം. പണ്ട് നമ്മുടെ ബ്രാഞ്ചിന്റെ കസ്റ്റമറായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ താമസിക്കുന്നതിന്റെ വീടിനടുത്തുള്ള ഒരു ബാങ്കിലെ ബ്രാഞ്ചിലായിരുന്നു നമുക്ക് അക്കൗണ്ടെങ്കിൽ അത് അവരുടെ കസ്റ്റമറായിരുന്നു നമുക്ക്. ഇന്നത് മാറിയിട്ട് നിങ്ങൾക്ക് SBI അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏത് ബ്രാഞ്ചും ഈ സെയിം നമ്മുടെ വീടിനടുത്തുള്ള നമ്മുടെ അക്കൗണ്ടിലുള്ള ബ്രാഞ്ചിൽ കിട്ടുന്ന എല്ലാ ഓൾമോസ്റ്റ് മിക്കവാറും എല്ലാ സർവീസുകളും ഇന്ത്യയിലെ ഏത് ബ്രാഞ്ചിൽ നിന്ന് കിട്ടും. അതാണ് ബാങ്കിന്റെ കസ്റ്റമർ. SBIയുടെ കസ്റ്റമർ എന്നുള്ള ലെവലിലേക്ക് വന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കസ്റ്റമറാണ്, അല്ലെങ്കിൽ ICICI ബാങ്കിന്റെ കസ്റ്റമറാണ്, ആ ലെവലിലേക്ക് വെക്കും. ബ്രാഞ്ചിന്റെ കസ്റ്റമർ മാറി ബാങ്കിന്റെ കസ്റ്റമർ എന്നുള്ള ലെവലിലേക്ക് പോകും. അന്നേരം എന്ത് എളുപ്പമുണ്ട്, നമ്മൾ മറ്റത് നമ്മുടെ വീടിനടുത്ത് വരെ ഓടുന്ന ബാംഗ്ലൂർ വരെ പോയി ബാംഗ്ലൂർ ICICI ബാങ്കിൽ എനിക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ബാംഗ്ലൂർ വെച്ചൊരു ആവശ്യം ഉണ്ടെങ്കിൽ ICICI ബാങ്കിന്റെ ബാംഗ്ലൂർ ബ്രാഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന മിക്കവാറും എല്ലാ സർവീസും ചില റെസ്ട്രിക്ഷൻസ് ചില എമൗണ്ടിനൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മിക്കവാറും ഒരുമാതിരിപ്പെട്ട സർവീസുകളെല്ലാം ഏത് ബ്രാഞ്ചിൽ നിന്ന് കിട്ടും. അന്നേരം തന്നെ നമുക്ക് അത്ഭുതം തോന്നി എത്ര ഈസി ആയിരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോ ഗൂഗിൾ പേ ഒക്കെ വന്നപ്പോൾ നമ്മളെന്താ വിചാരിച്ചിരുന്നത്, പലരും ഡൗൺലോഡ് ചെയ്യാൻ മിക്കവാറും എല്ലാവർക്കും പേടിയായിരുന്നു. എന്താണ്, ഇതൊക്കെ കൊടുത്താൽ നമ്മുടെ ബാങ്കുമായിട്ട് ലിങ്കാണ്, ഇതൊക്കെ കഴിയുമ്പോൾ തന്നെ ആമ്പിള്ളേർ കാശെടുത്തോണ്ട് പോകും. ആമ്പിള്ളേർ നമ്മുടെ ബാങ്കുമായിട്ട് ഗൂഗിൾ പേ നമ്മുടെ ഫോൺ കണക്റ്റഡാണ്. ആർക്ക് വേണമെങ്കിലും ഈ ഫോണിനകത്ത് ഉപയോഗിച്ച് ഇതിന്റെ പാസ്വേഡ് ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ആർക്ക് വേണമെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന സാധനം പൈസ എടുത്തിട്ട് പോവാം. ഇതില്ലാതെ ഇതിനകത്തൊക്കെ ഒത്തിരി തട്ടിപ്പുകൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ എത്ര കാലം എടുത്ത് നമ്മളൊന്ന് ബോധ്യപ്പെടാനായിട്ട്. ഇതൊക്കെ പോസിബിൾ ആണോ? രാത്രിയിൽ ഇവിടെ ഇരുന്ന് ലോകത്തിൽ എങ്ങോട്ടും വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ മൊബൈൽ വെച്ചിട്ട് ഇത് നടന്നു. ഇന്നിപ്പോൾ ആരെങ്കിലും വീട്ടിൽ നിന്ന് പേഴ്സ് എടുക്കാൻ മറന്നുപോയെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നു. പണ്ട് പേഴ്സ് എടുക്കാൻ മറന്നുപോയെന്ന് പറഞ്ഞ് എത്ര പേര് എത്ര ദൂരം കിലോമീറ്റർ വണ്ടി ഓടിച്ച് തിരിച്ചു വന്നിട്ടുള്ള സമയത്ത് ആരെങ്കിലും ഇന്ന് പേഴ്സ് എടുക്കാൻ മറന്നുപോയെന്ന് പറഞ്ഞ് വീട്ടിൽ വരേണ്ട ആവശ്യമുണ്ട്. ഫോൺ കയ്യിലിരിപ്പുണ്ട്, അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ ഒരു വേറെ ആരും വിളിച്ചോ അവർ ഇത്ര പൈസ കൂടി ഇട്ടെന്ന് പറഞ്ഞാൽ സംഭവത്തെ കാര്യങ്ങളുണ്ട്. ഇത്ര സിമ്പിൾ സാധനമല്ലേ. നമ്മൾ ആലോചിച്ച് നോക്കി എന്തുമാത്രം ലൈഫ് ഈസി ആയെന്ന് ആലോചിച്ച് നോക്കി. വേറെ നമുക്ക് ചിന്തിക്കാൻ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമല്ലോ. ആ സമയത്താണ് കൊറോണ വരുന്നത്. ഈ UPIയുടെ കാര്യങ്ങൾ പ്രൊമോഷൻ നടക്കുന്ന സമയത്താണ്
കൊറോണ വന്നു, എല്ലാം തകർന്നു, എല്ലാം പരിപാടി തീർന്നു, എല്ലാം തീർന്നു. ഇതോടുകൂടി ഇനി മീറ്റിങ്ങുകളോ ആൾക്കാരെ നമുക്ക് കാണാൻ പോലും സാധിക്കില്ല. നമ്മുടെ ബന്ധുക്കളൊക്കെ ഇനി മരിക്കുന്നതിന് മുമ്പ് കാണാൻ സാധിക്കുമെന്നായിരുന്നു പല ആൾക്കാരും. ഈ പല ആൾക്കാരും പറയുന്നത് ഇനി നമുക്ക് ഇനി ഒരുപക്ഷെ ഇവിടെ വെച്ച് കാണാൻ പറ്റില്ല, നമുക്ക് അവിടെ കാണാമെന്ന് പറയുന്ന അവസ്ഥ. ഇവിടെ വെച്ച് നമ്മൾ ഈ ലോകത്ത് വെച്ച് കാണാൻ പറ്റിയില്ലെങ്കിൽ പരലോകത്ത് വെച്ച് കാണാമെന്ന് പറയുന്ന അവസ്ഥയെ കൊറോണ വന്നപ്പോൾ തന്നെ ആ അവസ്ഥയിലായിരുന്നല്ലോ പരിപാടി നടക്കുന്നത്. ഇന്ന് നമ്മള് ഇതിനൊക്കെ ക്രിക്കറ്റിനൊക്കെ സ്കോർ കാണുന്നത് ഇന്ന് അത്രയാണ് നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ ഇവിടെ മീഡിയ. ഇന്നത്തെ സ്കോർ ഇപ്പൊ അടുത്ത നിങ്ങളുടെ ആയിരിക്കും. അടുത്ത സ്കോർ 10 മണിക്ക് 10:35 10:40 സ്കോർ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ നാച്ചുറലായപ്പോൾ ഒത്തിരി മരണങ്ങളൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. ഇതിനൊക്കെ സ്കോറിന്റെ കൊടുത്ത് കൂട്ടിയത്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഒരാൾക്ക് കൊറോണ ഉണ്ടായിരുന്നു ടെസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് നേരത്തെ കൊറോണ വൈറസ് അന്നേരം ഉണ്ടെങ്കിൽ തന്നെ കൊറോണ മരണമെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അതല്ലാതെ പൂർണ്ണമായിട്ട് തന്നെ കൊറോണ മരിച്ചൊന്നുമല്ല. ഒത്തിരി ആൾക്കാർ നോർമലി മരിക്കാറുണ്ട്. ഇത് വന്നപ്പോൾ ഈ മീഡിയ നമ്മളെ കൂടി മരണത്തിന്റെ ഡേറ്റ എടുത്ത് ബാംഗ്ലൂരൊക്കെ ഇങ്ങനെ ആംബുലൻസ് ക്യൂ ആയിട്ട് പോകുന്നൊക്കെ ഫോട്ടോ എടുത്ത് വേണം. കാരണം എന്തുകൊണ്ടാണ് ബാംഗ്ലൂരിലും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും സിറ്റികളിലൊക്കെ പല ആൾക്കാർ സ്ഥിരം മരിക്കുന്നുണ്ടല്ലോ. അതാത് ആൾക്കാരുടെ മതവിശ്വാസ പ്രകാരമുള്ള ചടങ്ങുകൾ അവിടെ എവിടെയും പ്രാദേശികമായിട്ട് നടക്കും. ആരും പ്രത്യേകിച്ച് ചർച്ച ചെയ്യപ്പെടുന്നില്ലായിരുന്നു. കൊറോണ വന്നതോടുകൂടി സെൻട്രലൈസ് ചെയ്തിട്ടെല്ലാം ഫ്യൂണറൽ നടത്താൻ തുടങ്ങി. അതായത് ഈ ശവസംസ്കാരം സെൻട്രലൈസ് ചെയ്ത് നടത്താൻ തുടങ്ങിയപ്പോൾ ഇതെല്ലാം കൂടി പല സ്ഥലത്ത് നമ്മൾ ബോഡിയെല്ലാം കൂടി ഒരു സ്ഥലത്ത് വരുന്നു. അപ്പോൾ ആംബുലൻസ് ഇങ്ങനെ ക്യൂ ആയിട്ട് പോകുന്ന മീഡിയയെ സംബന്ധിച്ച് ഒന്നാന്തരം സാധനമാണ്. ആൾക്കാരെ ഇതാക്കാൻ വേണ്ടി ഒന്നാന്തരം സാധനമാണ്. അവര് ആംബുലൻസ് നമ്മുടെ ബോംബെയിൽ മരിച്ച ആൾക്കാർക്ക് ഒരു ആംബുലൻസ് ആണ് എടുത്ത് വരാൻ പോകുന്നത്. ഇപ്പം 27 കഴിഞ്ഞു, 28 വണ്ടി വന്നുകൊണ്ടിരിക്കുന്നു, 47 അവിടുന്ന് പുറപ്പെടണം എന്നൊക്കെ പറഞ്ഞുള്ള സാധനങ്ങൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ നമ്മുടെ കൂടെ നോക്കി ഇങ്ങനെ പേടിച്ചിരിക്കുന്നു. അതിനകത്ത് പേടിച്ചാലും അതിന് പേടിച്ചിട്ടുണ്ടാവുന്നതായിരിക്കും. ഇത് കഴിഞ്ഞു നമ്മൾ പക്ഷേ എൻ്റെ പോസിറ്റീവ് സാധനം എന്താണ് വന്നത്? കൊറോണയുടെ പോസിറ്റീവ് സൈഡ് വന്നതാണ്. നമ്മൾ UP സിംഗപ്പൂരൊക്കെ പുറത്ത് പോയിട്ടുള്ള പല ആൾക്കാർക്കും യാത്ര ചെയ്യുന്ന പല ആൾക്കാർക്കും അറിയാം. നമ്മളൊക്കെ ടൂർ പോയ സമയത്ത് അവിടെയൊന്നും ഇതുപോലെ ഗൂഗിൾ പേ ഇല്ല, പല സ്ഥലത്തും ഇല്ല. വളരെ ചുരുക്ക സ്ഥലത്ത് മാത്രമേ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി അവിടെയൊന്നും ആയിട്ടില്ല. ആ കാര്യത്തിൽ ഇന്ത്യ വളരെ മുമ്പിലെത്തി ഈ കൊറോണ വന്നതോടുകൂടി. 10 വർഷം മാർക്കറ്റ് നമ്മൾ മുമ്പിൽ കയറി കൊറോണ വന്നതുകൊണ്ട്. കാരണം ഫോഴ്സ്ഫുള്ളി ഉപയോഗിക്കേണ്ടി വന്നു. എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യേണ്ടി വന്നു, ഉപയോഗിക്കേണ്ടി വന്നു. ആൾക്കാർക്ക് ധർമ്മക്കാർക്ക് പോലും ധർമ്മം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ഇല്ലെങ്കിൽ ഈ QR കോഡിലേക്ക് കിട്ടുകയല്ലാത്ത അവസ്ഥ. കൈ പൈസ ഇല്ല, ശരിയായിരിക്കും പറയുന്ന ആൾ പറയും കൈ പൈസ ഇല്ല, അത് ശക്തിയായിരിക്കും. അന്നേരം ഇപ്പം ഇവര് പോലും ധർമ്മക്കാർ പോലും അവർ ഈ പാത്രം കാണിക്കുന്നതിന്റെ അടിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് സാറില്ല ഇതിലേക്ക് ചെയ്താൽ മതി. ഇതുവരെ അമ്പലങ്ങൾ, പള്ളികൾ, നിങ്ങളാരും കണ്ടോ അമ്പലത്തിലും പള്ളിയിലും ഈ QR കോഡ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നു? അമ്പലങ്ങളിലൊക്കെ QR കോഡ് ഒട്ടിച്ചിരിക്കുക. ഈ ഹുണ്ടി എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷേ ഭഗവാനും എങ്ങനെയാണ് പൈസ കയറിയാൽ മതി, അക്കൗണ്ട് പൈസ വന്നാൽ മതി എന്നുള്ള ഓർത്ത് അകത്തിരിക്കുന്ന തോന്നിപ്പോ പറഞ്ഞിട്ടുണ്ട്. ഈ ഹുണ്ടി ഫ്രണ്ടിൽ വെച്ച് കാശില്ലെന്ന് പറഞ്ഞ് കാണിക്കാതെ പോകണ്ട. അതിനോട് അപ്പൊ എന്താണ് ഇതിൽ നിന്ന് മാറ്റം? ഇത് മുഴുവൻ ഇത് നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നോ? ഇതുമല്ല നമ്മളെ പോലുള്ള ആൾക്കാർ ഫോൺ ഉപയോഗിച്ച് ഈ സാധനങ്ങൾ ചെയ്യുന്ന ആരും വിചാരിച്ചിരുന്നതാണ്. 90 വയസ്സായവർ വരെ ഈ സാധനങ്ങളായിട്ട് ഉപയോഗിച്ചത്. ഈ സാധനം ഉപയോഗിക്കാത്തവരോട് ഇന്ന് ആരും വർത്താനം പോലും പറയാൻ തയ്യാറാവും. അതിനോട് എന്തെങ്കിലും ഒരു ബിസിനസ് വെച്ച് നടത്താൻ തയ്യാറാവും. ഒരു പച്ചക്കറി കടക്കാരൻ, മീൻ കടക്കാരൻ ഇല്ലെങ്കിൽ എത്ര പേരെ അവരുടെ സാധനം മേടിക്കും? കാരണം കൊടുക്കുന്നതിന്റെ സാധനം ഇല്ലെങ്കിൽ പിടിക്കും. കൊടുക്കാൻ ചെല്ലുന്ന മീൻ വാങ്ങാൻ ചെല്ലുന്ന ഒരാളുണ്ടെങ്കിൽ കറൻസി കാശ് കൊടുക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ അവർ മേടിക്കാതെ പോകുന്ന മാത്രമല്ലേ മാറും. അല്ലെങ്കിൽ ഇവർ കടം കൊടുത്തു പിന്നെ എപ്പോഴും തന്നാൽ മതി എന്ന് പറയേണ്ടി വരും. അത് ചിലപ്പോൾ പോകും. അത് പറ്റില്ല. ഒരു സൈഡിൽ നിന്ന് കച്ചവടം ചെയ്യുന്നവർക്ക് സാധനം കൊണ്ടുപോകും, പിന്നെ എപ്പോഴും തന്നാൽ മതി നമ്മൾ എത്ര പേര് തിരിച്ചു വരും. നമുക്ക് അത് കിട്ടിയ ലാഭം എന്ന് പറഞ്ഞാൽ പോകും. അത്രേ ഉള്ളൂ. അപ്പൊ ഇത് അവരും എല്ലാ ആൾക്കാരും ഉദ്യോഗത്തിന്റെ ഭാഗമായി അടുത്ത സാധനം, അതായത് ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇതുവരെ നടന്നുകൊണ്ടിരുന്ന സംഭവങ്ങൾ മുഴുവൻ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണ് നടന്നുകൊണ്ടിരുന്നത് ഇതുവരെ. അതാണ് ഞാൻ പറഞ്ഞത് മേജർ ആയിട്ടുള്ള ഷിഫ്റ്റാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് പറയുന്നതിന്റെ കാരണം. ഇതുവരെ നടന്നുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിന്റെ അണ്ടറിലാണ് നടക്കുന്നത്. അതായത് ഇന്ന് ഇവിടുത്തെ ഏതൊരു കോടീശ്വരനും പൈസ എവിടെയെങ്കിലും ബാങ്കിലോ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് അവർക്ക് ചുമ്മാ ഒരു വിരൽത്തുമ്പിൽ ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഒരാളുടെ ഡെപ്പോസിറ്റ് എത്ര കിട്ടും, അസറ്റ് എത്ര കിട്ടുന്നത് ഒരു വിരൽത്തുമ്പിൽ അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒരു വ്യക്തിയുടെ ഗവൺമെന്റിന് അറിയാൻ പറ്റും, RBIക്കൊക്കെ സിമ്പിളായിട്ട് അറിയാൻ പറ്റും, ഈ ഇൻകം ടാക്സിന് അറിയാൻ പറ്റും. നിങ്ങളെ പല ആൾക്കാരും ബാങ്കിൽ നിന്ന് കോൾ വരാറുണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് സാറേ അടുത്ത ആഴ്ച ഈ 30-ാം തീയതി മച്ചഭാഗമാണ്, അത് പുതുക്കിയിട്ട് കഴിഞ്ഞാൽ ഇന്ന ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കുന്ന സ്റ്റാഫിന് അറിയാം, എല്ലാവർക്കും അറിയാം, ട്രാൻസ്പെറന്റ് ആണ്. ആർക്കും ഒളിച്ചോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമ്മളുടെ അസറ്റ് നമുക്ക് തന്നെ വേറെ ആരും അറിയാതെ ഡിസ്ക്ലോസ് ചെയ്യാതെ വെക്കാനായിട്ടുള്ള ഒരു ഫ്രീഡം ഇല്ലായിരുന്നു ഇതുവരെ. ഇനിയുള്ള മാറ്റം ചെറിയ മാറ്റമല്ല, ഇനി മുമ്പ് വന്ന മാറ്റത്തെ പോലെയല്ല ഇനി വരാൻ പോകുന്ന മാറ്റം. ഇനി അത് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയും. ഇൻഡിപെൻഡന്റ്, ഒരു മനുഷ്യനെ അവരുടെ അസറ്റ് ഡിജിറ്റൽ ആക്കി വെക്കാം, ഒരാളും അറിയാതെ അദ്ദേഹത്തിന് മാത്രം സേഫ് കസ്റ്റഡി വെക്കാൻ പറ്റുന്ന ഒരു കാലമാണ് ഇനി നമ്മൾ കാണാം. അത് ഭയങ്കര റവല്യൂഷൻ ഉണ്ടാവും. അത് അത് നടക്കാൻ പോകുന്നത് ഒരു മേഖലയിലല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും ഒക്കെ എല്ലാ മേഖലയിലും വരികയാണ്. ഈ സമയത്ത് വരാവുന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ
കറൻസി നമുക്ക് പണ്ട് ഇവിടെ ഇരുന്ന് പുറത്തൊരു രാജ്യത്തേക്ക് അമേരിക്കയിലേക്ക് ഒരു പൈസ അയക്കണമെന്ന് വിചാരിക്കുക, ഒരു എമൗണ്ട് എങ്ങനെയായിരുന്നു പ്രൊസീജിയർ അറിയോ? ആരെങ്കിലും ബാങ്കിങ് മേഖലയിൽ ഉണ്ടായിരുന്നവരുണ്ടോ? ആർക്കെങ്കിലും അറിയാം? ചെയ്തവരാരെങ്കിലും ഉണ്ടോ? എത്ര ദിവസം എടുക്കായിരുന്നു? മിനിമം 4 വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു, 4 ദിവസം. ഇവിടുന്ന് അമേരിക്കയ്ക്ക് ഒരു പൈസ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ, കാരണം RBI അറിയാതെ, RBIയുടെ പെർമിഷൻ ഇല്ലാതെ വേറൊരു രാജ്യമായിട്ട് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റില്ല. ഇവിടുത്തെ ബാങ്കിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന ബ്രാഞ്ചിൽ കാശ് കിടപ്പുണ്ട്, ഇത് അമേരിക്കയിലെ ഒരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഇവിടെ അപ്ലൈ ചെയ്ത് RBI അറിഞ്ഞ് പെർമിഷനോടുകൂടി അവിടുത്തെ ബാങ്കിന് ഇന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഇതും കിട്ടി. ഈ പ്രൊസീജിയർ മിനിമം 4 ദിവസം എടുക്കും. ഈ 4 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ ഒരാൾ സ്ഥലം വിട്ടു അമേരിക്കയ്ക്ക് പൈസ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊസീജിയറിനോട് മാത്രമേ മിനിമം 4 വർക്കിംഗ് ഡേയ്സ് എടുക്കുമായിരുന്നു ഈ പൈസ അവിടെ കൊടുക്കുന്നത്. ഇന്ന് ഈ ഡിജിറ്റൽ കറൻസി, ക്രിപ്റ്റോ കറൻസി എല്ലാം വന്നതിന് ശേഷം ഇതൊക്കെ ചുമ്മാ സിമ്പിളായിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാനായിട്ടും ഇത് സേഫ് കസ്റ്റഡിയിൽ നമ്മൾ ഒരാൾക്കും അറിയാൻ പറ്റിയത് ഒരാൾക്ക് എത്ര ഇനിയുള്ള ഡിജിറ്റൽ കറൻസി ഇനി കാണുന്ന എന്തുകൊണ്ടാണ് ഇവിടെ റിയൽ എസ്റ്റേറ്റ് മോശം? പല ആൾക്കാരും പറയും സ്ഥലത്തിന് വില കുറയും, ഇനിയും കുറയും. കാരണം എന്താണ്? ആൾക്കാർക്ക് സ്ഥലം വേണം, സ്ഥലം ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ അല്ല. ഇപ്പം ഇതറിയാതെ ആണ് പലരും നമ്മൾ പല ട്രാൻസാക്ഷൻ നടത്തുന്നത്. സാധാരണ പറ്റിയിട്ടില്ല, കാരണം മോഹം കണ്ടായിരിക്കട്ടെ. കാരണം ഇനി സ്ഥലത്തിന് വില കൂടുതൽ. സ്ഥലം എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനേ അല്ല, ഒരു അസറ്റേ അല്ലാതെ. കാരണം മാത്രമല്ല, ഒരു സ്ഥലമോ കെട്ടിടമോ പോലും ഇനിയുള്ള കാലത്ത് ഒരു അസറ്റ് അല്ല, അത് ഡിപ്രീഷിയേറ്റിംഗ് എന്നാണ് പറയുന്നത്. കാരണം ഇൻഫ്ലേഷൻ വരാം, ഫ്ലഡ് വരാം, ഇതിനെയൊക്കെ ബാധിക്കാം. കെട്ടിടം പണിതാലും ഡിജിറ്റൽ സാധനങ്ങൾക്ക് അതില്ല, ഇൻഫ്ലേഷൻ ബാധിക്കില്ല. ഇതൊന്നും ഈ ഒരു സാധനങ്ങളൊന്നും ബാധിക്കത്തില്ല. ഈ ഡിജിറ്റൽ സാധനത്തിനൊക്കെ പ്രളയം വന്നാലും കുഴപ്പമില്ല, വീട് കൂട്ടിയാലും കുഴപ്പമില്ല, ഇതൊന്നും ബാധിക്കത്തില്ല. ഇതെവിടെയാണ്? എയറിലാണ്, ഡിജിറ്റലാണ്. ഒരു സാധനം ഇതിനെ അഫക്ട് ചെയ്യത്തില്ല. സേഫ് കസ്റ്റഡിയിലാണ്, വേറെ തേർഡ് പാർട്ടിയുടെ കയ്യിലല്ല, അയാളുടെ കസ്റ്റഡിയിൽ തന്നെ വെക്കാം. അതുകൊണ്ടാണ് ആ സ്ഥലത്തിൽ ഇവിടെ ആൾക്കാർ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരിലൊന്നും നടക്കുന്നത് എന്താണെന്ന് അറിയാൻ എന്ന് പറഞ്ഞാൽ അറിവുള്ള ആൾക്കാർ, ഈ ലോകം മാറുന്ന അറിയാവുന്ന ഒരാളും ഈ സ്ഥലത്തിൽ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അതാണ് ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതിഭാസം. ഇത് നല്ല വരുമാനമുള്ള സ്ഥലമായിരിക്കണം. ഇപ്പോൾ അഗ്രികൾച്ചർ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ഫാം ഡെവലപ്പ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് ആ പ്രോഫിറ്റ് കണ്ടിട്ട് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യും. അതല്ലാതെ സ്ഥലം മേടിച്ചിട്ടിട്ട് പിന്നെ കൊടുക്കുന്ന ഒരു പരിപാടി, വീട് വെക്കാനുള്ള സ്ഥലം മാത്രമേ ആൾക്കാർ വാങ്ങുന്നുള്ളൂ. അതിലപ്പുറം സ്ഥലം ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ അല്ല. അതിനേക്കാൾ ബെറ്റർ റിട്ടേൺ കിട്ടുന്നത്, അതിനേക്കാൾ സേഫ് ആയിട്ട് ചെയ്യാവുന്ന ഇഷ്ടംപോലെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഇന്ന് നാട്ടിലുണ്ട്. നിങ്ങളെല്ലാവരും ഏറ്റവും നമ്മൾ ഗ്രീൻ പ്ലാനറ്റ് ബിസിനസ് മാത്രം ചെയ്യാനല്ല വന്നിരിക്കുന്നത്. ഗ്രീൻ പ്ലാനറ്റ് ബിസിനസ് കമ്പനിയുടെ ഓണർമാർ ചെയ്തു. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലൈഫ് സേഫ് ആക്കാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ബിസിനസ്സാണ് ചെയ്യുന്നത്. ഗ്രീൻ പ്ലാനറ്റിന്റെ ബിസിനസ്സാണ് കമൽജി സാറൊക്കെ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബിസിനസ്സാണ്. നമ്മുടെ ലൈഫ് സേഫ് ആക്കാൻ വേണ്ടി ഗ്രീൻ പ്ലാനറ്റിന്റെ പ്രൊഡക്റ്റ് ടെക്നോളജി നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുള്ളതാണ്. ആ ലെവലിലെ ബിസിനസ്സിനെ കാണാറുള്ളൂ. അതെങ്ങനെയാണ് നമ്മളെപ്പോഴും അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ എന്താണ് മാർക്കറ്റ് എങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അറിയണം. അപ്പൊ ഇനി മുതൽ ഡിജിറ്റൽ കറൻസി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇതുവരെ ഇത്രയും കാലം നമ്മൾ ജീവിച്ച സാധനം ടോട്ടലി ഇപ്പോഴും ചിലപ്പോൾ വിശ്വസിക്കുന്നവർ, നിങ്ങളെ പോലും പെട്ടെന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവർ, ഇതൊന്നും നടക്കുകയല്ലേ, ഇതൊക്കെ ചുമ്മാ പറയുന്നത്, ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ സമയമെടുക്കും. കാരണം എന്താണ്? നമ്മൾ പഠിക്കാനുള്ള വിമുഖത, നമ്മളൊരു പുതിയൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യാനും ഉൾക്കൊള്ളാനും പഠിക്കാനും ആൾക്കാർ റെഡിയാകും. ഇപ്പൊ തന്നെ രാധാകൃഷ്ണൻ സാർ ഇവിടെ പറഞ്ഞു. രാധാകൃഷ്ണൻ സാർ റിട്ടയർ ആയതിനു ശേഷം തുടങ്ങിയ ബിസിനസ് ഇവിടെ ഇന്ന് ബാക്കിയുള്ള ആൾക്കാരും ചെയ്യുന്നവർ രാധാകൃഷ്ണൻ സാർ ഈ സാധനം വണ്ടി കയറ്റിയൊക്കെ പോയതാണ്. അവിടെ ഹൈറേഞ്ചിൽ ഉൾക്കൊണ്ട പരിചയക്കാരുടെ വീട്ടിൽ പോയി അവരോട് പറഞ്ഞു, അവിടെ സാധനം എല്ലാം കൊടുത്തു. അവർ കാശ് തരുന്നില്ല, അവരെ പരാമർശം വിളിച്ചു, കാശും പോയി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം രാധാകൃഷ്ണൻ സാറിന്റെ ബിസിനസ് ഡിജിറ്റലൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാനിത് കാലങ്ങളായിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ആരൊക്കെ ചെയ്യുന്നവർ രക്ഷപ്പെടും. ഇത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആരൊക്കെ ചെയ്യുന്നവർ രക്ഷപ്പെടും. ഞാനിത് ഒത്തിരി ആൾക്കാരായിട്ട് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളുടെ ബിസിനസ് ഡിജിറ്റൽ. ഞാനിത് ഫ്രഷ് ഫീൽഡിൽ പോയിട്ടുണ്ട്. എന്തിനാണെന്നറിയാം? എനിക്ക് പോർട്ടൽ ലെവൽ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി. അത് ചെയ്യാൻ വേണ്ടിയല്ല, പോർട്ടൽ ലെവൽ എക്സ്പീരിയൻസ് കിട്ടി ഒരാൾ പറഞ്ഞുകൊണ്ടിങ്ങനെ പ്രാക്ടിക്കലായിട്ടുള്ള നോളജ് എനിക്കുണ്ടാണ്. അത് ഫീൽഡിൽ പോയി പഠിച്ച് നമ്മൾ തന്നെ കൃഷി ചെയ്ത് ആ കൃഷി ചെയ്യുന്ന പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനകത്ത് നീ ആളെ പറയാൻ ഇനി വയ്ക്കുമ്പോൾ അതിന്റെ ഇൻഡെപ്ത് നോളജ് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് സെന്റർ ഒരു ലാബറട്ടറി ആയിട്ട് ഞാൻ എൻ്റെ കൃഷിയിലാണ്. അതിനകത്ത് പ്രോഫിറ്റ് വരുമായിരിക്കും, അല്ല അതിനകത്ത് പ്രോഫിറ്റ് ലോസ് ആകുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ ജോലിക്കാരനുണ്ട്, ഒരാൾ നോക്കുന്നുണ്ടായി കൊടുക്കാൻ ശമ്പളം കിട്ടിയാലും ഞാൻ ഹാപ്പി. അത് മതി. ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കിട്ടിയാൽ നല്ലത്, കിട്ടിയില്ലെങ്കിലും വിരോധമില്ല. ഈ ലെവലിലാണ് നമ്മൾ കൃഷിയെ കാണുന്നത്. ഇവിടെ പോയി അതുവരെ കൃഷി നമ്മൾ വലിയ ലെവലിൽ ഫാം ചെയ്യാൻ ബിസിനസ് ആയിട്ട് വേറെ ചെയ്യാൻ പറ്റും. അത് വേറെ കാര്യം. ഞാനിപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് ചെയ്യുന്ന ഒരാളെ വെച്ച്, ഞാൻ അവിടെ ഇല്ലാത്ത ഒരാളെ വെച്ച് ചെയ്യുന്നത് നമ്മൾ പോയി പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് പല പ്രോഡക്റ്റിന്റെ കോമ്പിനേഷൻ ഒക്കെ ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയാണ്. അതിൽ നിന്ന് ഒത്തിരി ലേണിംഗ് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ആൾക്കാരോട് അഡ്വൈസ് ചെയ്യുമ്പോൾ നീ ആരാ, നിനക്കെന്താ എക്സ്പീരിയൻസ് ചോദിച്ചാൽ പറയാൻ വേണ്ടിയാണ് ഈ ബോട്ടൽ ലെവലിൽ ഇറങ്ങി നടന്ന് നമ്മൾ ചാണകക്കുഴിയിലെല്ലാം കയറി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്നും ചെയ്യാനല്ല, ഞാൻ ചെയ്യില്ല. കാരണം എന്താണ്?
ഇന്ന് അത് വേണ്ടവര് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് നിങ്ങൾ പോകണം, ഞങ്ങളുടെ എക്സ്പീരിയൻസ് പറഞ്ഞു തരാം. നമ്മൾ ഇന്ന് ചെയ്യത്തില്ല, ഇന്ന് ചെയ്യാനല്ല ചെയ്തത്. ഞാൻ ഡിജിറ്റലൈസ് ചെയ്യണം എന്ന് എല്ലാവരോടും നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ചെയ്തവർ വിജയിക്കുന്നുണ്ട്, ചെയ്യാത്തവർ പഴയ രീതിയിൽ ഓൾഡ് ജനറേഷനായിട്ട് ചെയ്യുന്നുണ്ട്. ഓൾഡ് ജനറേഷൻ ചെയ്താൽ ഒരിക്കലും വിരോധമുണ്ടാവില്ല. ഇങ്ങനെ തന്നെ പോകാം. നോർമൽ ബിസിനസ് പോകുന്നതിന് പോകും. നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് അവിടെ കൊണ്ട് കടം കൊടുത്ത് കുറെ പൈസ തരാനും കുറെ പൈസ തരാനൊക്കെ പറഞ്ഞാൽ അതല്ലാതെ ഇതൊന്നുമില്ല. ചുമ്മാ ടക്ക് ബിസിനസ് ചെയ്ത് പോകാം. രാധാകൃഷ്ണ സാറിന്റെ ഇപ്പോഴത്തെ ബിസിനസ് മോഡൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചത് മുഴുവൻ രൂപ അഡ്വാൻസ് കിട്ടിയിട്ടാണ് ചെയ്തത്. 1 രൂപ പോലും പെട്രോൾ അടിച്ച് പോലും പൈസ പോകുന്നില്ല. അഡ്വാൻസ് പൈസ വന്ന ആൾക്കാർക്ക് പാക്ക് ചെയ്ത് അയക്കുന്ന പരിപാടി മാത്രമേ ചെയ്യുള്ളൂ. രാധാകൃഷ്ണ സാറ് സാറിന് പോകുന്ന അവരുടെ അടുത്ത് പോകാറുണ്ട്. എന്തിനാണ്? അതും രാധാകൃഷ്ണ സാറ് പോയി അവരുടെ വീഡിയോ എടുത്തുകൊണ്ട് രാധാകൃഷ്ണ സാറിനെ യൂട്യൂബിലിട്ട് പ്രൊമോട്ട് ചെയ്ത് വീണ്ടും ബിസിനസ് കൊണ്ടാൻ വേണ്ടിയാണ് പോകുന്നത്. അല്ലാതെ കച്ചവടം അവർക്കൊണ്ട് സാധനം കൊടുക്കാനല്ല പോകുന്നത്. തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. വണ്ടിയുടെ പുറകെ സാധനം കയറ്റി അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് കാശ് മേടിക്കാനല്ല രാധാകൃഷ്ണ സാർ പോകുന്നത്. അവിടെ പോയി വീഡിയോ എടുത്തുകൊണ്ട് വീണ്ടും രാധാകൃഷ്ണ സാർ യൂട്യൂബിലിട്ട് പ്രൊമോട്ട് ചെയ്ത് വീണ്ടും ബിസിനസ് ഉണ്ടാക്കാനായിട്ട് മാത്രമേ പോകുന്നുള്ളൂ. ബിസിനസ് സക്സസ്ഫുള്ളായിട്ട് പോകുന്നുള്ളൂ. ഒറ്റ രൂപ പോലും മുടക്കാതെ പ്രോഫിറ്റ് ആയിട്ട് പോകുന്നില്ലേ? ഈ കേരളത്തിൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും സ്റ്റോക്കിസ്റ്റ് ആയില്ലേ, എല്ലാ ഡിസ്ട്രിക്റ്റിലും GPS ആയിട്ടില്ല. ഇന്ന് ആൾക്കാർ ചെയ്യാൻ പറ്റാതെ ഇന്ന് ഫേസ്ബുക്കിൽ ഞാൻ പല ആൾക്കാർക്കും കൊടുത്തു. ഒരുപാട് സോഷ്യൽ മീഡിയ പരസ്യം കൊടുക്കും. ആ പരസ്യം കൊടുക്കാൻ ചുമ്മാ ഇന്ന് 100 രൂപയ്ക്ക് ഒരു പരസ്യം കൊടുക്കുക. 100 രൂപ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു പ്രിന്റഡ് മീഡിയ 100 രൂപയ്ക്ക് പരസ്യം കൊടുക്കുക. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ന് യങ്സ്റ്റേഴ്സ് ഒരു പരസ്യം കൊടുത്താൽ പത്രം വായിക്കുന്നത് എത്ര പേരുണ്ട്? ഒരു 45 വയസ്സിന് താഴെ പേപ്പർ കടല പൊതിയാനോ അല്ലെങ്കിൽ വീട്ടിലുള്ള തുറക്കാനല്ലാതെ ഉപയോഗിക്കുന്ന ആരുണ്ട്? ഞാൻ അങ്ങനെ സാധനം കണ്ടിട്ട് എത്ര കൊണ്ട് അങ്ങനെ സാധനം നോക്കിയിട്ട് എത്ര കൊണ്ട് എനിക്കറിയാം. ഇവിടെ ആരും യങ്സ്റ്റേഴ്സ് ഒരു 45 വയസ്സിന് താഴെ ഉള്ളവരൊരു പേപ്പർ വായിക്കുന്ന എത്ര പേരുണ്ട്? ആരും ആരൊക്കെ പരസ്യം കൊടുക്കും. ഇപ്പൊ സ്വർണ്ണക്കടക്കാർ ഫ്രണ്ട് പേജിലൊക്കെ പരസ്യം കൊടുക്കുന്നത് ആ പരസ്യം കൊടുത്ത് ആരെ കാണുന്നത്? കുറെ പ്രായമുള്ളവരുടെ പ്രൊഡക്റ്റ്, പ്രായമുള്ളവർ വാങ്ങാൻ താല്പര്യമുള്ളവർ പ്രൊഡക്റ്റ് ഉള്ള കമ്പനികൾ മാത്രമേ അത് പരസ്യം ചെയ്യുന്നുള്ളൂ. വേറെ ഒരു മനുഷ്യൻ അത് പരസ്യം കൊടുക്കുന്നില്ല. പിന്നെ പരസ്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ആ പരസ്യം എന്തിനാ കൊടുക്കുന്നത്? അത് വലിയ വലിയ പ്രസ്ഥാനങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ ഒരു മീഡിയ സപ്പോർട്ട് വേണം. അതിനുവേണ്ടി അവർ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്. അത് മീഡിയ തൃപ്തിപ്പെടുത്താണ്. നാളെ അവർ കുറെ പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ ഒരു ഉപദ്രവിക്കാതിരിക്കാനൊക്കെ വേണ്ടി അവരെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു PR ഭാഗത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത്. അല്ലാതെ ആൾക്കാർ ബിസിനസ് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല. ബിസിനസ് കൊടുക്കാൻ അതൊന്നും ആവശ്യമില്ല. അതൊരു പലരും ഒരു ഡൊണേഷൻ കൊടുക്കുന്നവരൊക്കെ തന്നെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഡിജിറ്റൽ സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലേക്ക് മാറുകയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇതെല്ലാ മേഖലയിലും വരുവാണ്. ഇനി ഭാവി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും ആണ് ഇനി ഭാവി നയിക്കാൻ പോകുന്നത്. നമ്മളെല്ലാം ജീവിക്കാൻ പോകുന്നതിനകത്താണ് എല്ലാ കാര്യത്തിലും. നമുക്ക് വിശ്വസിക്കാം. ഇന്നേതായാലും ഭാവി വന്നവർ നന്നായി. നിങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ, ഞാൻ പറയുന്നത് എല്ലാവരും പറയുന്നത് മനസ്സിലാക്കിയാൽ നമുക്ക് പോകണം, ഇല്ലെങ്കിൽ അടി പോകും. അതാണ് പ്രശ്നം. റിസ്ക് ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കരുത്. ഇങ്ങനെ പോയില്ല, അതാദ്യം മനസ്സിലാക്കുക. ഇനിയുള്ള കാലത്ത് ടെക്നോളജി എന്താണെന്ന് മനസ്സിലാക്കാത്തവർ ഇനി ഇങ്ങനെ പോകില്ല. ഇപ്പൊ കൃഷിക്കാരുടെ ഇവിടുത്തെ അവസ്ഥ പരിതാപകരമാണ്. നോർമൽ കൃഷിക്കാർ ടെക്നോളജിയിലേക്ക് വരാതെ പഴയ തരത്തിലുള്ള പണിക്കാരെ വിളിച്ച് അവരെ വെച്ച് ഇത് ചെയ്ത് അവരുടെ പുറകെ നടത്തുന്നിട്ട് പിന്നെ ഇനി അഥവാ വല്ല ഉണ്ടായാലും പിന്നെ ഇത് വിൽക്കാൻ നടന്ന് തീർന്നു. അതിന്റെ ലാസ്റ്റ് സ്റ്റേജാണ് കാണുന്നത്. ഈ ആൾക്കാർ ആ ലെവലിൽ ഈ സാധനം പോകില്ല, ഒരിക്കലും പോകത്തില്ല. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും ആണ് ഇനി ഭാവിയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ പോകുന്നത്. നമ്മുടെ ബുദ്ധി, മനുഷ്യന്റെ ഇന്റർവെൻഷൻ, മനുഷ്യന്റെ ബുദ്ധിയുടെ ആവശ്യമില്ല. അതിന്റെ 95% അല്ല 99% മെഷീൻ ചെയ്തോളൂ. ആ മെഷീൻ മെഷീന് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യത്തിന് മാത്രമേ മനുഷ്യന് ആവശ്യമുള്ളൂ. എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരുടെ ജോലി പോകുന്നില്ല. പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി ഉണ്ടാവും. നിലവിലുള്ള സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യാൻ തയ്യാറാവാത്ത ആൾക്കാർ ഔട്ടാവും. അപ്ഗ്രേഡ് ചെയ്യുന്നവർ ഭയങ്കരമായിട്ട് വളർന്നു. ഇതാണ് കാണാൻ പോകുന്നത്. ഇത് എല്ലാ മേഖലയും ബാധിക്കും എന്നാണ് പറയുന്നത്. സമസ്ത മേഖലയിലും ബാധിക്കും. അഗ്രികൾച്ചറിലും ടെക്നോളജി വരും. ഈ അഗ്രികൾച്ചറിൽ നിന്ന് കൃഷി കഴിഞ്ഞെന്ന് പറഞ്ഞിരിക്കുന്ന ചേട്ടന്മാർ അവരുടെ കൃഷി കഴിഞ്ഞെന്നാണ്. ഇവിടെ ഈ ടെക്നോളജി ഉപയോഗിക്കുന്ന കൊച്ചു പയ്യന്മാരിലൊന്ന് ഈ കൃഷി നയിക്കും. ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് സിംഗപ്പൂരിൽ അവരുടെ ഫാം ഇവിടെ ഇരുന്ന് നനയ്ക്കാനും ഒക്കെയുള്ള സംവിധാനമുള്ള ടെക്നോളജി ഉപയോഗിക്കുന്നവരുണ്ട്. ആ ടൈം ഇവിടെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നവരുണ്ട്. ചെയ്യാം. ഇതുപോലെ ഉള്ള കൃഷി രീതികളും അതുപോലുള്ള, കാരണം അഗ്രികൾച്ചറിലൊക്കെ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ ഒരു ചെടിയുടെ ഡെഫിഷ്യൻസി തന്നെ മനസ്സിലാക്കാനും ആ AI ഉപയോഗിച്ച് ആ ചെടിക്ക് എന്ത് വളമാണ് ഉൽപ്പാദ ചെടിയുടെ വീടിനടുത്തുള്ള വളക്കടക്കാരനാണ് അവിടുത്തെ ചെടിക്ക് തന്നെ ഇലയൊന്നും മഞ്ഞിച്ചിരിക്കുന്നില്ല, എന്താ കൊടുക്കണ്ടേ? ഇതുകൊണ്ട് അടിച്ചു നോക്കുക എന്ന് പറഞ്ഞ വളക്കടക്കാരൻ കൊടുക്കുന്ന സാധനത്ത് ഇവിടെ AI ഇത് സെൻസ് ചെയ്യും ഈ ചെടിക്ക് എന്താണ് വേണ്ടത്, അത് കൊടുത്താൽ മതി. അതും കൊടുക്കാനുള്ള സംവിധാനം ഓട്ടോമാറ്റഡ് ആയിരിക്കും. അത് കൊടുക്കാനുള്ള ഓട്ടോമാറ്റിക് ആയിട്ട് അതിന് കിട്ടാവുന്ന രീതിയിലുള്ള സംവിധാനം ഇത്ര സിമ്പിളായിട്ട് നമ്മൾ വേണ്ട. നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനേക്കാളും 100 ഇരട്ടി എഫിഷ്യൻസിയോടുകൂടി ചെയ്യുന്ന മെഷീൻസിലേക്ക് സാധനം മാറുകയാണ്. നമ്മുടെ ഇൻവോൾവ്മെന്റ് വളരെ കുറച്ച് മതിയാകും. അതിനകത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നല്ല, അതിന് ആൾക്കാർ വേണ്ടെന്നല്ല, ആൾക്കാർ വേണം.
വളരെ കുറച്ച് ഇനിയിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ ചെയ്യാൻ വളരെ കുറച്ച് ആൾക്കാരെ ആവശ്യമുള്ളൂ. അപ്പോൾ അഗ്രികൾച്ചർ മേഖലയിൽ ചെടികളുടെ ഡെഫിഷ്യൻസി സെൻസ് ചെയ്യാനും അതിന്റെ രോഗം എന്താണെന്ന് പറഞ്ഞു തരാനും അത് എന്താണ് ചെയ്യേണ്ടതെന്നും വരെ പറഞ്ഞു തരാൻ ഇനിയുള്ള കാലത്ത് ചിലപ്പം പുറത്തൊരു ആളുടെ ആവശ്യമില്ല. ഈ ടെക്നോളജി ഉപയോഗിച്ച് സെൻസ് ചെയ്യാനും അത് പ്രിപ്പയർ ചെയ്യാനായിട്ടും സാധിക്കും. ഇതൊക്കെ മനസ്സിലാക്കാനും ഇപ്പം നമ്മൾ തന്നെ ആലോചിക്കും. ഗ്രീൻ പ്ലാന്റിന് 50 കിലോയുടെ ചാക്ക് വളത്തിന് പൊട്ടാഷ്യം പകരം 50 ഗ്രാമിന്റെ പൊട്ടാഷ്യം ഒന്നുമില്ലേ നമുക്ക് പോക്കറ്റിൽ കൊണ്ട് പോകുന്ന പൊട്ടാഷ്യം. ആലോചിച്ച് 50 പഴയ ആൾക്കാർ വിശ്വസിക്കും. അവർ വീണ്ടും 50 കിലോയുടെ സാധനം വലിച്ചുകൊണ്ട് ഇതുകൊണ്ട് വലിച്ചു കയറ്റി വണ്ടിയെ കയറ്റി ഇതുകൊണ്ട് ഇട്ടാലേ അല്ലാതെ ഈ 50 ഗ്രാമൊക്കെ അടിച്ചാൽ എന്താവാനാന്നുള്ള വിശ്വാസത്തിലായിരിക്കും ഇപ്പോഴും പഴയ ജനറേഷൻ ഇരിക്കുന്നത് അല്ലേ. ഇതൊക്കെ ഇതിന്റെ മാറ്റത്തിന്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനിയും വരും. ഇനി ഇതുപോലെ വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന സാധനങ്ങളിലേക്ക് അഗ്രികൾച്ചർ മാറും. അഗ്രികൾച്ചർ ഇൻഡസ്ട്രി അപ്പാടെ മാറും. ടെക്നോളജി എടുത്തു. ഈ ടെക്നോളജിയിലേക്ക് വരുന്ന ഒരു ചെറിയ ഏരിയ എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ, മൈക്രോ ഗ്രീൻസ് ഇതുപോലത്തെ സാധനങ്ങൾ, ഫുഡിനുള്ള സാധനങ്ങൾ, പ്രോട്ടീൻ കൂടിയ സാധനങ്ങൾ, ഇതൊക്കെ ഏറ്റവും ചെറിയ ഏരിയന്ന് കൃഷി ചെയ്യുന്ന ലെവലിലേക്ക് ഈ ടെക്നോളജി മാറും. അതിനകത്ത് ഇന്ന് അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിലുള്ളവർക്കാണ് സാധ്യതകളുള്ളത്. അത് നമുക്ക് സബ്ജക്റ്റ് അറിയാം. ഇതിനകത്തുള്ളവർക്ക് സബ്ജക്റ്റ് അറിയാം. ടെക്നോളജിയിലേക്ക് നമ്മൾ വന്നാൽ മതി. മനസ്സിലാക്കണം, മാറ്റങ്ങൾ മനസ്സിലാക്കണം. ഗവൺമെന്റ് കൊണ്ടുവരുന്നതിന്റെ പുറകെയാണ് ഒരു പല ആൾക്കാരില്ല. അതൊക്കെ കാലഘട്ടപ്പെട്ട സംഭവങ്ങളാണ് ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. അതിന് എല്ലാ സാധനങ്ങളിൽ നിന്ന് നോക്കി ഏത് കാര്യമാണ് ഗവൺമെന്റ് മുമ്പിൽ ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട് എന്തിനാണ്. പിന്നെ ലാസ്റ്റ് ഇതെല്ലാം തീർന്നു കഴിയുമ്പോൾ ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി എല്ലാം പോയി കഴിയുമ്പോഴായിരിക്കും ഗവൺമെന്റ് അവിടെ വരുന്ന സാധനമായിട്ട്. അതായത് പ്രൈവറ്റ് കമ്പനികളും പ്രൈവറ്റ് ആൾക്കാരാണ് എപ്പോഴും റെവല്യൂഷൻസ് ലീഡ് ചെയ്യുന്നത്. ഗവൺമെന്റ് കൊണ്ടുവന്നിട്ട് വരാനായിട്ടായിരിക്കും പല ആൾക്കാർ ഇരിക്കുന്നത്. ഗവൺമെന്റ് ഇത് മാത്രമല്ല പരിപാടി. പ്രൈവറ്റ് ആൾക്കാർ എന്റർപ്രൈസ് ആണ് എപ്പോഴും ടെക്നോളജി പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കുന്നത് കൊണ്ടിരുന്നൊക്കെ. അതിന്റെ കൂട്ടത്തിലേക്ക് കൂടുന്ന ആൾക്കാർ വിനോദം ചെയ്യും. കൃഷിയിൽ അടിമുടി മാറും. രണ്ടാമത് ഹെൽത്ത് കെയർ. ഇതൊക്കെ അധികം കാലം എടുക്കരുത്. പണ്ടത്തെ പോലത്തെ ഒത്തിരി കാലമൊന്നും എടുക്കരുത്. പക്ഷെ ആൾക്കാർ മാറാൻ കാലം എടുക്കും. അന്നേരം വേറെ ആൾക്കാരൊന്നും ചെയ്യും. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് സംഭവിക്കാൻ പറ്റും. ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാനും മാറാൻ താമസം എടുക്കും. അന്നേരം വേറെ ആമ്പിളേർ വന്നു ഇതുമായിട്ട് ഒരു പരിചയമില്ലാതെ വന്ന് ഈ മാർക്കറ്റ് കൊണ്ടുപോകും. ഇതാണ് നടക്കാൻ പോകുന്നത്. അടുത്തത് ഹെൽത്ത് കെയറിലൊക്കെ ഇനി വരാൻ പോകുന്നത്. ഇനി പലപ്പോഴും നമ്മളിപ്പോഴും പല ആൾക്കാർ കുട്ടികളെ ഒന്നും താല്പര്യമില്ലാത്തവർ മെഡിക്കൽ പ്രൊഫഷനൊക്കെ പോകുന്നത്, താല്പര്യമുള്ളവർ പോകുന്നത് അല്ല. തീർച്ചയായിട്ടും അവരുടെ പാഷൻ അതാണെങ്കിൽ തീർച്ചയായിട്ടും പോകണം. അത് തന്നെയാണ് ഉണ്ട്. കുട്ടികളുടെ താല്പര്യം എന്താണോ അതിനനുസരിച്ചാണ് വിടുന്നത്. പക്ഷെ ഇവിടുത്തെ അവസ്ഥ ഏതാണ്? ഒരു കൊച്ചു ജനിക്കുമ്പോൾ തന്നെ ഇവനെ ഡോക്ടർ ആക്കണം എന്നാണ് അപ്പനും അമ്മയോട് തീരുമാനിച്ചിരിക്കും. ഇവനാണ് നമ്മുടെ അടുത്ത ഡോക്ടർ. നമ്മുടെ കുടുംബത്തിലൊരു ഡോക്ടർ ഇല്ല, അത് ഇവരുടെ അതിലിരിക്കണം. ഇങ്ങനെയാണ് ആൾക്കാർ നമ്മുടെ കുടുംബത്തിലൊരു ഡോക്ടറാക്കാനും ഒക്കെ ഇന്ന് പറഞ്ഞിട്ട് അവര് തീർച്ചയായിട്ടും പാഷൻ ഉണ്ടെങ്കിൽ ആക്കണം. ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ കളക്ടർ ആണോ എന്ന് അത് നമ്മളൊരിക്കൽ സിനിമയിലെ മോഹൻലാലിന്റെ ഇന്റർവ്യൂ അദ്ദേഹം പറഞ്ഞാണ്. അതായത് ഞാൻ കുട്ടികളോട് പുള്ളിയുടെ അടുത്ത ഇതിലായിട്ട് പുള്ളി മകൻ സൂപ്പർ സ്റ്റാർ ആയിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നത് ചോദിച്ചിട്ട് പുള്ളി പറഞ്ഞ ഉത്തരം എന്താ പറ്റും. അങ്ങനെ എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ചെയ്ത ജോലി തന്നെ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നത് ഞാൻ ഇന്നൊരു സിനിമാ നടനാകുമായിരുന്നു. ഒരിക്കലുമില്ല. പുള്ളി ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. ഞാനും ഒരു ഗവൺമെന്റ് എംപ്ലോയി ആവാൻ വേറെ ഫീൽഡിലേക്ക് പോകാനെന്നാണ് എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിനകത്ത് വലിയ എല്ലാവർക്കും പെർഫോം ചെയ്യാൻ പറ്റില്ല. ആ ഫീൽഡ് ഞാൻ എൻ്റെ മോനെ കൊടുക്കട്ടെ. അവന് എന്താവരുമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. എന്താവണം അവരെ കണ്ടുപിടിച്ചു. എന്താവരുമെന്ന് മാത്രം നമ്മൾ പിള്ളേരോട് പറഞ്ഞു കൊടുക്കുക. എന്താവണമെന്ന് അവർക്കറിയാം. അതവരെ പ്രോത്സാഹിപ്പിച്ചാൽ മതി. ഇത്ര നല്ല ഇത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്. പല ആൾക്കാരും പിള്ളേരെ പുറകെ നടന്ന് പഠിക്കുക അതേ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര പേര് അവരൊക്കെ അവരുടെ പിള്ളേരോട് എത്ര സമയം ആപ്പിൾ ചെലവാക്കിയിട്ടുണ്ടാകും. പക്ഷെ അവർ കൊടുക്കുന്ന അഡ്വൈസിനാണ് കുട്ടികളുടെ ജനറേഷൻ ഇത്രയും നന്നായിട്ട് വരുന്നത്. അവർ കൊടുക്കുന്ന ഫ്രീഡവും അവരുടെ മാനിക്കാൻ റെസ്പെക്ട് ചെയ്യും. പുറത്തെ രാജ്യത്തെ കുറിച്ചൊക്കെ നമ്മൾ പല കാര്യങ്ങളും പറയാം. എത്ര പേര് കോപ്പിയാണ് അമേരിക്ക പോലത്തെ രാജ്യങ്ങളിൽ കുട്ടികളെ ഒരു നമ്മളെപ്പോലെ തന്നെ ഒരു പൗരനായിട്ടാണ് കാണുന്നത്. അവരുടെ ഫ്രീഡത്തിൽ കയറി മറ്റാരും ഇടപെടിയല്ല. അവരുടെ ചോയ്സാണ്. അവരുടെ റെസ്പെക്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ. അത് അവരുടെ ലൈഫാണ്. അതിന്റെ കോൺസിക്വൻസ് അവർ തന്നെയാണ് അനുഭവിക്കേണ്ടത്. അതുകൊണ്ട് അതിന്റെ ഫ്രീഡത്തിനകത്ത് അവർ പേരൻസ് ആവശ്യമില്ലാതെ ഇടപെടിയല്ല. ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളിവിടെ മാത്രമേ പിള്ളേരെ ജനിക്കുമ്പോൾ തന്നെ അവനെ ഡോക്ടറാക്കാൻ നമ്മൾ തീരുമാനിച്ചു. അവന്റെ ഇഷ്ടവും സാധനങ്ങളിൽ നിന്നൊരു പ്രസക്തിയില്ല. നമ്മുടെ വീട്ടിൽ ഡോക്ടറല്ലേ നീ ആവും തീരുമാനിച്ചിരിക്കും. ഡോക്ടറാണ് ഡോക്ടറോ എഞ്ചിനീയറോ എന്ത് വേണമെങ്കിലും ആവാം. അവരുടെ ഇഷ്ടത്തിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ് എക്സൽ ചെയ്യാൻ പറ്റും. നമ്മുടെ വേറെ പേരൻസിന്റെ കമ്പൽഷനാണ് ഒരിക്കലും എക്സൽ ചെയ്യാൻ പറ്റില്ല. ഇനി ഹെൽത്ത് ഇൻഡസ്ട്രിയിലൊക്കെ വരാൻ പോകുന്ന പ്രധാന മാറ്റം എന്താണെന്ന് വെച്ചാൽ രോഗം ഡയഗ്നോസിസ് ചെയ്യുന്ന സിസ്റ്റം ചെയ്തോളൂ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സാധനം ഇവിടെ ഡോക്ടർ ഇത് നോക്കിയിട്ട് ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് പറയണം. അതിനേക്കാൾ ആക്യുറേറ്റ് ആയിട്ട് ഇത് ചെയ്തോളൂ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്. പുള്ളി ഞാൻ ഞങ്ങളുടെ സുഹൃത്ത് അതിനകത്ത് മണർകാടാണ് വീട്. നമ്മുടെ കൂട്ടുകാരുടെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എംപ്ലോയിയാണ് അത്. അദ്ദേഹമാണ് ഇന്ത്യയിൽ മറ്റേ എയർടെലിന്റെ പേരന്റ് കമ്പനി ഉണ്ട്. ഭാരതി എന്ന് പറഞ്ഞാണ് എയർടെലിന്റെ പേരന്റ് കമ്പനി. അതിന്റെ CTO ആയിരുന്നു ഇന്ത്യയിൽ. 165 രാജ്യത്തെ അതിനകത്ത് ഇന്ത്യയിലെ CTO ആണ്. അദ്ദേഹം ഹ്യൂസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഇന്ത്യയിൽ ചെയ്തത്. അപ്പം വെൽസ് ഫാർഗോ എന്ന് പറഞ്ഞ US ബാങ്കിന്റെ ഇന്ത്യ ഫിലിപ്പീൻസിന്റെ ഹെഡായിരുന്നു. 45,000 എംപ്ലോയീസ് ഉള്ള
ഇന്ത്യയിലും ഫിലിപ്പീൻസിലൂടെ 45,000 എംപ്ലോയീസാണ് ബാക്ക് എൻഡ് ചെയ്യുന്നത്. US ബാങ്കാണ് അതിൻ്റെ ബാക്ക് എൻഡ് ഓപ്പറേഷൻ ഇന്ത്യയിലും ഫിലിപ്പീൻസിലുമാണ് അവർ ചെയ്യുന്നത്. ഹൈദരാബാദായിരുന്നു അതിൻ്റെ മെയിൻ സെൻറ്റർ. ഹൈദരാബാദും ബാംഗ്ലൂരും പിന്നെ ഫിലിപ്പീൻസിലുമാണ് പുള്ളി നോക്കേണ്ടത്. പുള്ളി പ്രൊസൈൻ ചെയ്തു. നമ്മുടെ ഇതിനകത്ത് എല്ലാ ദിവസവും നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് പുള്ളിക്കും കൊടുത്തോണ്ടിരിക്കുന്നതാണ്. പുള്ളി ഫാമിംഗ് ഭയങ്കര പാഷനാണ്. പുള്ളി പറഞ്ഞത് പുള്ളിയുടെ US ഇവരുടെ മീറ്റിങ്ങിൽ കഴിഞ്ഞ പ്രാവശ്യം പുള്ളി എക്സിക്യൂട്ടീവ് MBA കഴിഞ്ഞാണ്. എക്സിക്യൂട്ടീവ് MBA എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പുള്ളി എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ടുള്ള അച്ചീവ്മെന്റ് ഒക്കെ നടത്തി കഴിയുമ്പോൾ തന്നെ നമ്മളെപ്പോഴും കാണും. പുള്ളി നാട്ടിൽ വരുന്ന സമയത്ത് വിളിക്കും. അപ്പോൾ ഞങ്ങൾ കാരണം എക്സിക്യൂട്ടീവ് MBA എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ MBA പഠിച്ച ധാരാളം പേരൊക്കെ ഉണ്ടാവും. MBA സാറിന് കോളേജിൽ പഠിപ്പിക്കുന്നത് വേറെ ആളുടെ ബിസിനസ് മാനേജ് ചെയ്യാനായിട്ട്, അതായത് എന്താണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അത് എംപ്ലോയി ആകാനുള്ള ആണ് അതിനകത്തെ പ്രധാന ടാർഗറ്റ്. അതേസ്ഥാനത്ത് എക്സിക്യൂട്ടീവ് MBA അറ്റൻഡ് ചെയ്യുന്ന ആരാകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ CEO ലെവലിൽ വരെ വന്ന ആൾക്കാരൊക്കെ അവിടുന്ന് കമ്പനിയെ ഉയർത്താനുള്ള നോളജ് കിട്ടാനായിട്ടുള്ള സ്ഥാനങ്ങളാണ്. അത് ആ ഒരു കമ്പനിയുടെ CEO ലെവൽ റാങ്കിലുള്ള പുള്ളി അവർക്ക് അതിനകത്ത് വരുന്ന ടാറ്റായി ഈ റേഞ്ചിലുള്ള ബിസിനസ്സുകാരാണ് എക്സിക്യൂട്ടീവ് MBA കൂടെ അറ്റൻഡ് ചെയ്തത്. ആ ലെവലിലുള്ള ആ റേഞ്ചിൽ നിൽക്കുന്ന ബിസിനസ്സുകാരെ അറ്റൻഡ് ചെയ്യുന്നത്. അത് അറ്റൻഡ് ചെയ്തിട്ടൊക്കെ നമ്മളവർ ഇതൊക്കെ ഒത്തിരി പഠിക്കാറുണ്ട്. പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. കാരണം കോർപ്പറേറ്റ് ലെവലിൽ ഹയർ ലെവലിൽ എന്താണ് എന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പം മണനാട് ഫാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മളോട് അഡ്വൈസ് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന നമ്മുടെ പോൾസാറിൻ്റെ സുഹൃത്താണ്, ക്ലാസ്മേറ്റാണ്. ഞങ്ങൾ ഒന്നിച്ചപ്പോഴും പല കാര്യങ്ങളും എപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ബാങ്കിൻ്റെ ഒരു മീറ്റിംഗ് US ഈ അടുത്ത നടന്നപ്പോൾ അവിടെ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പം പറഞ്ഞിരുന്നത് അതൊന്നും സിസ്റ്റം ചെയ്യണ്ട, അതെല്ലാം മെൻഷൻ ചെയ്താൽ മതി. നമ്മുടെ ആൾക്കാരെ കൊണ്ട് എംപ്ലോയീസിനെ കൊണ്ട് ചെയ്യിച്ചാൽ മതി. അത് സിസ്റ്റം ചെയ്താൽ പോരാ, കുറച്ചുകൂടെ നേരിട്ട് ഹ്യൂമൻ ഇന്റർവെൻഷൻ ആവശ്യമാണ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതേ ബോർഡ് റൂമിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പം അതേ ബോർഡ് റൂമിൽ ഇരുന്ന് പറഞ്ഞത് അത് മുഴുവൻ സിസ്റ്റം ചെയ്തോളൂ, ഹ്യൂമൻ ഇന്റർവെൻഷൻ ടോപ്പ് ലെവൽ മാത്രം മതി. ആൾക്കാരെ പറഞ്ഞുകൊണ്ടാക്കാൻ പറഞ്ഞു. 15,000 എംപ്ലോയീസിന് ഒറ്റയടി കമ്പനി ഉണ്ട്. 15,000 15,000 അതിലൊക്കെ കൂടുതൽ ഇപ്പോൾ ആയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ അടുപ്പിച്ച് മാക്സിമം 45,000 എന്നുള്ളത് നേരെ ഒറ്റ സ്ട്രെച്ച് 15,000 പേരെ വിട്ടു. അവിടെ വേറെ ടോപ്പ് ലെവലിൽ മാത്രം ഒരു ഡിസിഷൻ മേക്കിംഗ് മാത്രം ആവശ്യമുള്ളൂ മനുഷ്യൻ, വേറെ ഒന്നും മനുഷ്യൻ ആവശ്യമില്ല. മനുഷ്യനെ മുഴുവൻ റീപ്ലേസ് ചെയ്യുക. അതായത് റൊട്ടീൻ സ്കൂളിലെ ടീച്ചറൊന്നും ആവശ്യമില്ല. നമ്മളെ പഠിപ്പിക്കുന്നതിനേക്കാൾ പിള്ളേർ പഠിക്കാനുള്ള സാധനം ഇത് ഓർത്തിരുന്നോളം ഹിന്ദിയൊക്കെ ടീച്ചറാന്ന് പറഞ്ഞ് ആൾക്കാർ പോകുന്നില്ല. എന്തൊരു ടീച്ചർ ഇവിടെ അതിന്റെ ദൂരം കാര്യം സിമ്പിളായിട്ടുള്ള വേറെ ആൾക്കാർ പഠിപ്പിക്കുന്ന ആൾക്കാർ സാധനം എല്ലാ മേഖലയും എല്ലാ മേഖല സമസ്ത മേഖലയിലും അടി മുടി മാറും. ഇത് അറിഞ്ഞില്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ തയ്യാറെടുത്തില്ലെങ്കിൽ ഔട്ടാണ്. ഇത്രേ ഉള്ളൂ, നേരെ ഔട്ട് വിളിക്കും. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മുടെ ഡിസീസുകൾ തന്നെ സെൻസ് ചെയ്യാനും ഈവൻ ഒരു ഉള്ളിലൊരു കറക്ഷൻ പോലും ചെറിയ ഇതുകൊണ്ടൊക്കെ അകത്ത് കയറ്റി വിട്ട് തന്നെ റിപ്പയർ ചെയ്യാവുന്ന ലെവലൊക്കെ സർജറിയൊക്കെ നമ്മളിപ്പോൾ ഓപ്പൺ ഹാർട്ട് സർജറി അല്ല, ഇതൊക്കെ വയറ് ഓപ്പൺ ചെയ്തുള്ള സർജറി കേട്ടതിന് ശേഷം കീ ഹോൾ സർജറി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതമായിരുന്നു അല്ലേ. അത് കഴിഞ്ഞ് ഇനി അതിനേക്കാൾ അഡ്വാൻസ് വന്നു ഇത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ടോട്ടലി ന്യായ ഇൻഡസ്ട്രിയിൽ ഇപ്പം മെഡിക്കൽ രംഗത്തൊക്കെ നിൽക്കുന്ന എത്ര ആൾക്കാർ ഇപ്പോഴും ആൾക്കാർ പൈസ കൊടുത്ത് ഡൊണേഷൻ കൊടുത്തെന്ന് ആലോചിച്ച് നോക്കി. ഇതൊരു മാർക്കറ്റ് ഇൻഫർമേഷനും ഇല്ലാതെ ഇപ്പോഴും പിള്ളേരെ ലക്ഷങ്ങൾ കൊടുത്ത് താല്പര്യമില്ലാത്ത കുട്ടിയെ, താല്പര്യമുള്ളവർ എന്തെങ്കിലും ചെയ്തിട്ട് അവർ പാഷനായിട്ട് മാറും. താല്പര്യമില്ലാത്ത കുട്ടിയെ ഫോഴ്സ്ഫുൾ ഇന്ത്യയുടെ അടുത്ത കാലത്ത് തന്നെ ഞാൻ കണ്ടാണ് പേരൻസ് 80 ലക്ഷം രൂപ മുടക്കി പയ്യനെ കൊണ്ട് ചേർത്തിരിക്കും. അവനാണ് അത് ഇഷ്ടമില്ല, നിർബന്ധിച്ച് നമ്മുടെ വീട്ടിൽ വേറെ ഡോക്ടറിൽ നിന്ന് ചേർത്തിരിക്കും. ഇനി ഒരു MD കഴിഞ്ഞ് വരുമ്പോൾ തന്നെ എത്ര രൂപയാണ് അയാൾ എത്ര പാഷനിലേക്ക് അയാൾക്ക് അതിനകത്ത് ആവറേജായിട്ട് നിൽക്കാൻ പറ്റും, അതിനകത്ത് എത്ര അയാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഈ ടെക്നോളജി എല്ലാം വരുന്നതോട് ഒത്തിരി ഇപ്പം തന്നെ ഇന്ത്യയിലായിട്ട് 3.5 ലക്ഷം പേർക്ക് തൊഴിലില്ല ഡോക്ടേഴ്സ്. എല്ലാവർക്കും അറിയില്ല 3.5 ലക്ഷം പേര് അൺഎംപ്ലോയിഡ് ഡോക്ടേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ. നിങ്ങൾ ചിലപ്പോൾ കേട്ടുണ്ടാക്കി ചില രാജ്യങ്ങളൊക്കെ ടാക്സി ഓടിക്കുന്നത് ഇത് കഴിഞ്ഞവരാണ്, മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ആണ് ടാക്സി ഓടിക്കുന്ന ലെവലിൽ ആൾക്കാർ ജീവിക്കുന്നത്. അപ്പോൾ ഇതോടെ വന്നതോടുകൂടി എല്ലാ പ്രൊഫഷനിലും ഉള്ളവർ ഞാൻ എൻ്റെ പ്രൊഫഷൻ ഞാൻ പഠിച്ച് മാത്രമേ ചെയ്യുള്ളൂ എന്നൊരു പഴയ തോന്നുന്നുണ്ട് അല്ലേ. പല ആൾക്കാരും എനിക്കറിയാം അതിനേക്കാൾ സാധ്യതകൾ എന്തുമാത്രം ഉണ്ടെങ്കിലും ഒന്നുമില്ല ഞാനതിന് മെനക്കെട്ട് പഠിച്ചല്ലേ. അതിനൊറ്റ കാര്യത്തിൽ കൊണ്ട് മാത്രം അതൊരു ഈഗോയാണ് ഇല്ലേ, ഞാനത് മാത്രമേ ചെയ്യുള്ളൂ, ഞാനിത് മെനക്കെട്ട് പാഷനൊക്കെ ഓക്കെ. പക്ഷെ ഇനി ആ പാഷൻ എന്ന് പറഞ്ഞ് ഞാനിത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് ഇരിക്കാൻ പറ്റില്ല. മാർക്കറ്റ് മാറുന്നതിനനുസരിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ഔട്ടാണ്. ഈ റീറ്റെയിൽ സെഗ്മെന്റിലൊക്കെ വരാൻ പോകുന്ന പ്രശ്നം എന്താണ്? ഇനി ഇപ്പം നമ്മുടെ വീടിനടുത്തുള്ള കടക്കാരൻ മിക്കവാറും നിങ്ങളുടെയൊക്കെ വില്ലേജിൽ പല കടക്കാരുണ്ടായിരിക്കും. അവർ ചിലപ്പം നമുക്ക് മാർക്കറ്റൊന്നും അറിയാൻ പറ്റാത്തവരടുത്ത് വില കൂട്ടി സാധനം തന്ന കാശൊക്കെ പഠിച്ചുണ്ടാവാം. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതെല്ലാം വന്നതിന് ശേഷം സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയും. നമ്മളൊരു സാധനം സെർച്ച് ചെയ്താൽ നമ്മൾ നോക്കാനിട്ടാൽ നമ്മുടെ സിസ്റ്റം തന്നെ നോക്കി സെർച്ച് ചെയ്ത് ഏറ്റവും വില കുറവ് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്ന് അവർ ഇതെല്ലാം സെർച്ച് ചെയ്ത് ഏറ്റവും വില കുറവുള്ളത് ക്വാളിറ്റി ഉള്ളത് തന്നെ സെർച്ച് ചെയ്ത് ഓർഡർ കൊടുക്കുന്ന
നമ്മുടെ വീട്ടിൽ സാധനം വന്നു. നമ്മൾ ഇട്ടാച്ചാൽ മതി, അത് തന്നെ സെർച്ച് ചെയ്ത് ഇത് ഓൺലൈനാണോ ഓഫ്ലൈനാണോ ഏത് ബ്രാൻഡാണോ ക്വാളിറ്റി ബ്രാൻഡാണോ എല്ലാം ചെക്ക് ചെയ്ത് ഈ സാധനം ഓർഡർ ചെയ്ത് നമ്മൾ ഒരാളിൽ 1 മണിക്കൂറിന് ബുക്ക് ചെയ്ത് നോക്കി പഠിച്ച് ഓർഡർ ചെയ്യുന്ന പകരം സിസ്റ്റം ഇത് ചെയ്ത് നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മെയിൽ വന്ന് കിടക്കും, നമ്മുടെ ഫണ്ട് നമ്മൾ ഇന്നതിലേക്ക് സ്വിച്ച് ചെയ്തു, ഇതാണ് ഇപ്പം പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സാധനം, അതുകൊണ്ട് നമ്മുടെ ഫണ്ട് ഇതിനകത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് നമ്മുടെ ഒരാൾ നമുക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ലെവലിലേക്ക് സിസ്റ്റം മാറും. ഇതാണ് മാറുന്നത്. നമ്മുടെ വീട്ടിലിരിക്കുന്ന ഫ്രിഡ്ജ്, ആ ഫ്രിഡ്ജിൽ നമുക്കൊരു മുട്ട ഉണ്ടെങ്കിൽ ആ മുട്ടയുടെ ഒരു മിനിമം സ്റ്റോക്ക് നമുക്ക് എൻ്റർ ചെയ്തിട്ടാണ്. 10 മുട്ടയുണ്ട്, നമ്മൾ പറയുകയാണ് 4 മുട്ട മിനിമം സ്റ്റോക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ 4 മുട്ടയാകുന്ന സമയത്ത് ഫ്രിഡ്ജ് നേരെ സൂപ്പർ മാർക്കറ്റ് പോകണം. ഇതൊക്കെ വരുന്ന കാര്യങ്ങളാണ്, നടക്കുന്ന കാര്യങ്ങളാണ്. ഇതാണ് ഭാവിയുടെ സാധനം. നമുക്ക് 4 മുട്ട എപ്പോഴും റിസർവ് ഉണ്ടാകുന്ന ആഗ്രഹിക്കുന്നെങ്കിൽ 10 മുട്ട സ്റ്റോക്ക് ഉണ്ടെങ്കിൽ 6 എടുത്തു കഴിഞ്ഞാൽ 4 ബാക്കി വന്നു കഴിയുമ്പോൾ ഫ്രിഡ്ജ് തന്നെ സൂപ്പർ മാർക്കറ്റ് കൊണ്ട് കൊടുക്കും. സാധനം സൂപ്പർ മാർക്കറ്റുകാരും വേണ്ടി സാധനം കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ആണ്. അതുപോലെ ഇപ്പോൾ റോബോട്ട്സ് ആണ് ഡെലിവറി കൊടുക്കാൻ പറ്റുന്നത്. ആ ലെവലിലേക്ക് സാധനം ഇപ്പോഴും അങ്ങനെ പല രാജ്യങ്ങളും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. മറ്റേ ഡ്രൈവർലെസ് കാറിൽ നിന്ന് ഡെലിവറി കൊടുക്കുന്ന ലെവലിലേക്ക് സാധനം തുടങ്ങി. ഡ്രൈവർലെസ് കാർ അടുത്ത സാധനമാണ്, ഡ്രൈവറില്ലാത്ത കാർ തന്നെ സെൻസ് ചെയ്ത് ട്രാഫിക് ബ്ലോക്ക് ഇല്ലാത്തടത്തോളം നമ്മളെ കൊണ്ടുപോകുന്ന ഏറ്റവും കുറവ് സമയമുള്ളതോടെ ഓടിച്ച് നമ്മളെ കൊണ്ട് ലക്ഷ്യത്തിലെത്തിക്കുന്നു. ഈ വക സാധനങ്ങൾ ഡ്രൈവർ ഓടിക്കണമെങ്കിൽ പ്രത്യേക ലൈസൻസ് എടുക്കേണ്ട അവസ്ഥ. അതായത് ഇപ്പം നമ്മൾ ഈ ഡ്രൈവർലെസ് കാർ എടുക്കണമെങ്കിൽ ലൈസൻസ് വേണ്ടെങ്കിൽ നാളെ നമുക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് പ്രത്യേക ലൈസൻസ് എടുക്കേണ്ട ഒരു കാലം ഈ ഭാവിയിൽ വരും. നമുക്ക് റോഡിൽ വണ്ടി ഓടിക്കുന്നതിനേക്കാളും സേഫ് ഡ്രൈവർലെസ് കാറാണ് ആക്സിഡൻസ് കുറവുണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തന്നെ ഓടിക്കണമെങ്കിൽ വേറെ പ്രത്യേക ലൈസൻസ് എടുക്കേണ്ട ലെവലിലേക്ക് വരും. അത് ഇതിനൊക്കെ നമ്മൾ ഓടിക്കണം, നമ്മൾ അതിൻ്റെ അത്രയും സ്മാർട്ടായിരിക്കട്ടെ, അത്രയും എഫിഷ്യൻസി ചിലപ്പോൾ നമുക്ക് കാണുമല്ല. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഓടിക്കണം, നമ്മൾ വേറെ ലൈസൻസ് എടുക്കുന്ന അവസ്ഥയിലേക്കാണ് മാർക്കറ്റ് മാറുന്നതെന്ന് അറിയാതെ ഈ പഴയ പരിപാടി അന്തക്കാലത്തെ സാധനം ഇന്ന് നമ്മൾ ഗ്രീൻ പ്ലാന്റ് എന്ന് പറയുന്നത് മോസ്റ്റ് മോഡേൺ അഡ്വാൻസ് ടെക്നോളജിയാണ്. ആ അഡ്വാൻസ് ടെക്നോളജി ഇവിടെ മാത്രം ഞാൻ നിങ്ങളോട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്ന അഡ്വാൻസ് ടെക്നോളജിയിലേക്ക് മാത്രം ബിസിനസ് ചെയ്യുക. ഇതിലെ അലഞ്ഞു തിരിയരുത്. ഞാനത് അത്രയും കാലങ്ങളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ടെക്നോളജി ഉപയോഗിച്ച് പുതിയ ഓപ്പർച്യൂണിറ്റി വേണ്ട ഒരാളുടെ അതിലും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി തന്നെ ഈ ഒരു ട്രെൻഡ് മുഴുവൻ മാറും. ആൾക്കാരുടെ വീട്ടിൽ പോയി പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുത്ത് അവരെ കൺവിൻസ് ചെയ്ത് സാധനം കൊടുത്ത് ഫോളോ അപ്പ് ചെയ്ത് ഈ പോകുന്ന സാധനത്തിനൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി അതൊക്കെ കഴിഞ്ഞു. ആൾക്കാരെ ഇങ്ങോട്ട് വിളിപ്പിച്ച് സാധനം ചോദിച്ച് വേണ്ട സാധനങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സാധനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ ടോട്ടലി നേരെ തിരിച്ച് നമ്മൾ ആൾക്കാരുടെ വീട് കയറി നിരങ്ങി അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ കയ്യും കാലം പിടിച്ച പോലെ സാധനത്തിന്റെ കാലം കഴിഞ്ഞ് ടെക്നോളജിയിലേക്ക് പോവാം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ അറിയിക്കുക, ലോകത്തിനെ ഇന്ന് അറിയിക്കാം. നമ്മുടെ ഒരു പഞ്ചായത്ത് ലെവലിൽ കട നടത്തിക്കൊണ്ടിരുന്ന ലെവലിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാതെ നമുക്കിന്ന് ലോകത്തിനെ അറിയിക്കുക. അതായത് എൻ്റെ ലിനിയുടെ പ്രൊഡക്റ്റുകൾ ഞാനിപ്പോൾ ഇന്നലെ പോലെ നമ്മുടെ ഓഫീസിൽ നിന്ന് എടുത്തിട്ട് സാധനം എടുത്തു. അവരൊന്നും ഞാൻ പോയിട്ടല്ല, ടെക്നോളജിയിലൂടെ നമ്മൾ കണക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ആൾക്കാർ വരുന്നു, എൻക്വയറി വരുന്നു, നമ്മളെനിക്ക് ഫേസ്ബുക്കിൽ ചെറിയ ആളുകൾ അടിക്കുന്നു 500 രൂപയ്ക്ക് 200 രൂപയ്ക്ക് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കും. എൻക്വയറി വരുന്നവർ ഇവിടെ അഡ്രസ് ഉണ്ട്, എറണാകുളത്തുള്ളവരാണ് ഇവിടെ നിന്ന് എടുക്കുക, കൊറിയർ അയച്ചു കൊടുക്കും. ഇതിനൊന്നും നമ്മളൊന്നും ചെയ്യാറില്ല, നടക്കുന്നുണ്ട്, നടത്താം. നമ്മളത് കൂടുതൽ ഫോക്കസ് കാരണം പിന്നെ എനിക്ക് ചെറിയ ഫോൺ ഇത് മാറ്റാൻ നേരം കിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പരമാവധി കഴിച്ചായിരിക്കും. യൂസ് ചെയ്താൽ പിന്നെ എനിക്ക് അനങ്ങാൻ പറ്റില്ല. കോൾ വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോൾ നിർത്തി മെസ്സേജ് മാത്രം വന്നിട്ട് നമുക്ക് സൗകര്യമുള്ളപ്പോൾ രാത്രിയിലൊക്കെ ഇരുന്ന് മെസ്സേജ് റിപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ ഇതിന് മാത്രം അവരെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുക. അല്ലാതെ പ്രോസ്പെക്റ്റിന് വരുന്ന എൻക്വയറി വരുന്ന എല്ലാവരും കൂടി എല്ലാവർക്കും നമുക്ക് റിപ്ലൈ നേരം കിട്ടിയത് എല്ലാവരും കൂടി ഒന്നിച്ചിട്ടിട്ട് റിപ്ലൈ ഒന്നിച്ച് പോസിറ്റീവ് അത്ര പോലും ഡോൺ കെയർ ആയിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരാളുടെ പുറകെ നടക്കാൻ അവരെ പിന്നെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യാനും നേരമില്ല. അപ്പോൾ റീറ്റെയിൽ സെഗ്മെന്റ് ഒക്കെ അടിമുടി മാറാൻ പോകണം, ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അടിമുടി മാറാൻ പോകണം. കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഒക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറി പുതിയ സംഭവം. ഇപ്പം നമ്മൾ ഇതിന്റെ അറിയാൻ പോലെ ഭാവിയിൽ ഇപ്പൊ കറണ്ടിന് താരിഫ് ഡിഫറൻസ് ഇല്ലേ, രാത്രിയിലും പകലും ഉണ്ടോ? നമ്മുടെ നാട്ടിൽ കറണ്ടിന് വില കുറവും കൂടുതലുണ്ടോ? രാത്രി കുറവ് പകൽ കൂടുതൽ അങ്ങനെ ഉണ്ടല്ലേ? ഇല്ലേ? ഉണ്ട്. ഇനി ഭാവിയിൽ വരാൻ പോകുന്നത് നമുക്ക് കറണ്ടിന് വില കുറവുള്ള സമയത്ത് അത് സ്റ്റോർ ചെയ്ത് വെക്കുകയും വില കൂടുതലുള്ള സമയത്ത് നമുക്ക് തന്നെ കറണ്ട് വിൽക്കാവുന്നതിലേക്കുള്ള ടെക്നോളജി AI സെൻസിങ്. കറണ്ടിന് വില കൂടുതലുള്ള സമയത്ത് ഇവൻ അന്നേരം സാധനം സ്റ്റോർ ചെയ്യും. കറണ്ടിന് വില കൂടുതൽ വരുമ്പോഴത്തേനും വിൽക്കും. ചുമ്മാ വീട്ടിൽ സാധനം പൈസ കൊടുക്കാനുള്ള സാധനം ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇതാണ് ലോകം. ഹാർഡ് വർക്കിന്റെ സമയം കഴിഞ്ഞു, സ്മാർട്ട് വർക്കിന്റെ സമയത്തിലേക്ക് മാറുക. ഇത് മാറിയില്ലെങ്കിൽ നമ്മൾ മിച്ചം കാണുകയില്ല. അതായത് നോർമൽ ഇൻകം ഗ്രൂപ്പ് എന്ന് പറയുന്നത് നല്ല ടെക്നോളജിയിലേക്ക് വരാൻ മടിച്ചു നിൽക്കുന്ന ആൾക്കാരാണ് അടുത്ത ജനറേഷന്റെ പാവപ്പെട്ടവരും. ടെക്നോളജിയിലേക്ക് വരുന്നവർ അടുത്ത ജനറേഷന്റെ റിച്ച്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. നമുക്ക് എത്ര പറമ്പുണ്ടെന്നോ നമുക്ക് എത്ര തന്നോ ഒരു കാര്യമില്ലാതെയാണ് ഇനി അടുത്ത കാലം നടക്കാൻ പോകുന്ന കാര്യം. ഇതാണ് റിയാലിറ്റി. നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഹ്യൂമൻ ഇൻട്രോഡക്ഷൻ റിക്കോർഡ്, അതായത് ഹയർ ലെവലിൽ മാത്രമേ മനുഷ്യന്റെ ഇൻവോൾവ്മെന്റ് ആവശ്യമുള്ളൂ. ഇതാണ് ടെക്നോളജി വരാൻ പോകുന്ന മാറ്റം.
നമ്മുടെ രാജ്യം ഗ്രോ ചെയ്യുമെന്ന് പറയാൻ കാരണം എന്താണ്? നമ്മുടെ രാജ്യം അതിവേഗതയിൽ ഗ്രോ ചെയ്യാൻ ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുന്നതിന്റെ റീസൺ എന്താണ്? ഇപ്പോഴത്തെ കണക്ക് വെച്ച് ഞാൻ ഇത് എഴുതിയിരിക്കുന്ന പഴയ പെർസെന്റേജാണ്. 50% ആൾക്കാർ 25 വയസ്സിൽ താഴെയാണ് ഇന്ത്യൻ പോപ്പുലേഷൻ. ടെക്നോളജിയിലാണ് 50%, അതായത് ടോട്ടൽ പോപ്പുലേഷന്റെ 50% ആൾക്കാരും 25 വയസ്സിൽ താഴെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എത്ര പേര് പത്രം വായിക്കുന്നുണ്ട് എന്ന് ചോദിക്കുന്നില്ല. കാരണം ഈ പഴയ ഓൾഡ് ജനറേഷൻ ആൾക്കാർ മാത്രമേ പേപ്പറിലേക്ക് നോക്കുന്നുള്ളൂ, അല്ലാത്തവർ ഇതിലേക്ക് നോക്കുന്നുമില്ല. അത് മാത്രമല്ല, എല്ലാത്തിലും ഇപ്പം 50 അവരൊക്കെ ഈസി പരിപാടി അല്ലാതെ ഹെവി പരിപാടികളൊന്നും അവർ ചെയ്യാൻ തയ്യാറാക്കുന്നില്ല. യങ്സ്റ്റേഴ്സ് 50% ആൾക്കാർ 25 വയസ്സിന്റെ താഴെ. ഏകദേശം 60% ആൾക്കാർ, അതായത് 35 വയസ്സിന്റെ താഴെയാണ് 60% ആൾക്കാർ ഇന്ത്യയിൽ. ഒരു രാജ്യത്തിന്റെ പോപ്പുലേഷന്റെ 60% 35% താഴെയാണ് ടെക്നോളജി ഉപയോഗിക്കുന്നവരാന്ന് പറഞ്ഞാൽ ആ രാജ്യം പുരോഗതിയിലുള്ള ആലോചിക്കേണ്ട ആവശ്യം. അത് രാജ്യം ഇന്ത്യ വിട്ടു നോക്കുന്ന റീസൺ ഈ യങ് ക്രൗഡാണ്, യങ് പോപ്പുലേഷനാണ്. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് രാജ്യം സൂപ്പർ പവർ ആണെന്ന് പറയുന്നതിന്റെ കാരണം. അതിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ റോഡ് വൈഡനിങ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ റോഡ് വീതി കൂടുന്നു. ഇതെല്ലാം സാധനങ്ങളും രാജ്യം ഡെവലപ്ഡ് കൺട്രി ആകുന്നതിന്റെ സാധനങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നമുക്കറിയാമല്ലോ. നമ്മളവിടെ റോഡ് വന്നാൽ നമുക്ക് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ പെങ്ങളുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ 1.5 കിലോമീറ്റർ മുമ്പിൽ പോയിട്ട് അപ്പുറം പോയി യൂട്ടേൺ എടുത്ത് തിരിച്ചു വരുന്നതിന് ബുദ്ധിമുട്ട് മാത്രം ആലോചിച്ചിട്ട് അതിന് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് റോഡ്സിൽ നിൽക്കുകയാണ് നമ്മൾ. രാജ്യം ഡെവലപ്ഡ് കൺട്രി ആകുമ്പോൾ നമ്മൾ ദരിദ്രരാകാൻ പോകുന്നതിനെ കുറിച്ച് ഇപ്പോൾ ബോധമല്ല. ഇതാണ് അവസ്ഥ. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ 1.5 കിലോമീറ്റർ അപ്പുറം പോയി വളഞ്ഞിപ്പുറം വരേണ്ടതാണ്. നമ്മുടെ ടെൻഷൻ മുഴുവൻ അതിലാണ്. മറ്റേ നമുക്ക് സുഖമായിട്ടുള്ള പശുവിനെ ഇറക്കി കെട്ടി അപ്പുറത്തേക്ക് പോകാനും ഇപ്പം നടക്കില്ല. പശുവിനെ അടിക്കണം, പശുവിനെ പോകണമെങ്കിൽ ഓർക്കാൻ പോകാൻ പറ്റിയല്ല, അപ്പുറം പോകണം. ഇതൊക്കെയാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം. നമ്മൾ നേരിടാൻ പോകുന്ന പ്രശ്നം ഇതല്ല, അത് മനസ്സിലാക്കുക. അപ്പൊ അടുത്തത് നമ്മൾ ഹൈ ഇൻകം സ്കിൽ ഉണ്ടാക്കുക എന്ന് മാത്രമാണ് ഇനി മാർഗം. ഹൈ ഇൻകം സ്കിൽ ഉണ്ടാക്കുക, അത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനാണ് നമ്മൾ ഈ ഓഫ്ലൈൻ മീറ്റിങ്ങിൽ ഇതിനൊക്കെ വരണം എന്ന് പറയുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ പറയുന്ന അൾട്ടിമേറ്റ് ഒന്നുമല്ല ഞാൻ പറയുന്നത്. എല്ലാ ദിവസവും ഞാൻ എപ്പോഴും പറയാറുണ്ട്, മിനിമം ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ തെറിച്ചു പോകും. 1 മണിക്കൂർ, ഒരു 1/2-മുക്കാൽ മണിക്കൂറെങ്കിലും നമ്മൾ പഠിക്കാൻ വേണ്ടി, പുതിയ കാര്യങ്ങൾ പഠിക്കാനും ടെക്നോളജി പഠിക്കാനും മാറ്റി വെക്കുക. ഏത് പ്രായത്തിലും ഏത് ലെവലിലും ഇത്രയേ ഉള്ളൂ. അത് ചെയ്തില്ലെങ്കിൽ ഹൈ ഇൻകം സ്കില്ല് ഉണ്ടാക്കാനായിട്ട് പഠിക്കുക. ഹൈ ഇൻകം തരുന്ന സ്കില്ലുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പഠിക്കുക. ഇപ്പം നമ്മൾ മാർക്കറ്റിംഗ്, സെയിൽസ് മാർക്കറ്റിംഗ് ഹൈ ഇൻകം സ്കില്ലാണ്. ഇപ്പൊ പബ്ലിക് സ്പീക്കിംഗ് ഹൈ ഇൻകം സ്കില്ലാണ്. നിങ്ങൾ പല ആൾക്കാരും പറയുന്നത് സ്പീക്കർ ആവും, ഓൺലൈനെങ്കിലും സ്പീക്കർ ആവും എന്ന് പറയുന്നതിന് കാരണം എന്താണ്? നിങ്ങളെല്ലാം ഒരു ഹൈ ഇൻകം സ്കില്ലാക്കാൻ നമ്മൾ ശ്രമിക്കും, നമ്മൾ പറയുന്നതാണ്. എത്ര പേര് ചെയ്യുന്നുണ്ട്, തയ്യാറാകുന്ന പറയാൻ മടിയാണ്, എനിക്ക് മടിയാണ്, അവിടെ മഴയാണ്, അവിടെ നെറ്റ്വർക്ക് ചിലപ്പോൾ കിട്ടുകയില്ല, ഞാൻ രാത്രിയാണ്, കൊച്ചു കരയും എന്നൊക്കെ പറഞ്ഞ് ഓരോ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളിതൊരു ഹൈ ഇൻകം, ഒരു പബ്ലിക് സ്പീക്കിംഗ് ഒരു ഹൈ ഇൻകം ഗ്രൂപ്പാണ്. ഞാൻ സീനിയർ ആയിട്ടുള്ള ഇവരോട് എല്ലാവരും പറയുന്നത്, നിങ്ങൾ ഒരു സെഷൻ എടുക്കണം, നിങ്ങളെല്ലാം വന്ന് സംസാരിക്കണം. ഇത് സംസാരിക്കുന്ന സ്പീക്കർ എന്നുള്ള ലെവലിൽ ഹൈ ഇൻകം സ്കില്ലാണ്. ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഹൈ ഇൻകം സ്കില്ലാണ്. നിങ്ങൾ ഹൈ ഇൻകം സ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ ആരും ഗ്രീൻ പ്ലാന്റ് ബിസിനസ് ചെയ്തില്ലല്ലോ, എനിക്കൊരു സങ്കടമില്ല. ഞാൻ അതിനെക്കുറിച്ച് അതിനകത്ത് ഒരു ബോധറേഷനുമില്ല. ഞാൻ 0% ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയ അത്ര ഫ്രീ ആയി ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സൂട്ടബിൾ ആയ കാര്യം മാത്രം ചെയ്തുള്ളൂ. ഇതിൽ പ്രോഫിറ്റ് കിട്ടുന്നില്ല ചെയ്യരുത്, ഇതിൽ ഭാവി കാണുന്നില്ല ചെയ്യരുത്. ഞാൻ പറഞ്ഞതിന്റെ പേരിൽ ഒരാളുടെ ഒരു തരത്തിൽ അഫക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല രാഷ്ട്രീയം. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ഒരാളെ പിടിച്ചു നിർത്താൻ ഞാൻ ഇതിന്റെയൊക്കെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി ചെയ്യാം, ആർക്കും ചെയ്യാം. ഓപ്പണാണ്, ഡോർ തുറന്നിട്ടിരിക്കുന്ന സംഭവം. അത് വീട്ടിൽ പോലും നമ്മൾ ഡോർ തുറന്നിട്ടിരിക്കും. ഒരു കാരണവശാലും നമ്മുടേതായ ഒരു പേഴ്സണൽ താല്പര്യത്തിൽ ആരും നമ്മൾ ബ്ലോക്ക് ചെയ്യത്തും ഇതില്ല. ആർക്ക് വേണമെങ്കിൽ ടോട്ടൽ ഫ്രീഡമാണ്, ബെറ്റർ ആയിട്ട് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ചെയ്യാം, നോ പ്രോബ്ലം. ആർക്ക് വേണമെങ്കിൽ അതിനകത്ത് ഒരു തുറന്നിട്ടിരിക്കുന്നതാണ്. നമ്മുടെ ഇതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഒരു ഡോർ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. ഹൈ ഇൻകം സ്കില്ലുകൾ നമ്മൾ ഉണ്ടാക്കുക. നാളെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒറ്റേതുള്ളൂ. നമ്മുടെ കൂടെ നിന്നവർ കുറെ കാലം നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അസറ്റ് ഉണ്ടാക്കാം. നമ്മൾ അസറ്റ് ഉണ്ടാക്കാം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക, നിങ്ങൾ ചിന്തിക്കുക. ഹൈ ഇൻകം സ്കില്ലാണ് കാറ്റഗറിയാണ് പബ്ലിക് സ്പീക്കിംഗ്. എത്ര പേര് ഓൺലൈനിൽ തന്നെ നമ്മൾ ട്രെയിനിങ് എടുക്കാൻ പറഞ്ഞാൽ എത്ര പേരല്ല അതിനകത്തൂടെ വന്നൊരു MC ചെയ്യാൻ പറഞ്ഞാൽ തന്നെ അവിടെ ആടിന് തീറ്റ കൊടുക്കണമെന്നൊക്കെ പറയുന്നത്. എന്താ പറയുന്നത്? ആർക്ക് വേണ്ടിയാണ് പറയുന്നത്? എന്തിനു വേണ്ടി പറയുന്നത്? നമ്മൾ നിങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ കാര്യത്തിൽ പൈസ തന്നെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാം, ഒരു ദിവസം ഒരു മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി എത്ര കോൾ പുള്ളി ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ബിസിനസ് ചെയ്യേണ്ട സമയം മാറ്റി വെച്ചിട്ടാണ് പുള്ളി ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ബിസിനസ് നിങ്ങളുടെ ആൾക്കാരെ കയറ്റാൻ വേണ്ടിയാണ് പുള്ളി ചെയ്യുന്നത്. എത്ര പേരെ പുള്ളി ഇപ്പോൾ സ്പീക്കറായിട്ട് ഇതിനകത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുള്ളി എഫേർട്ട് എടുത്തിട്ടുണ്ട്. പുള്ളിയുടെ കൂടെയുള്ള ആളൊരു ചേച്ചി വിട്ടിട്ടുണ്ട്. ആ ചേച്ചി ഇരിപ്പുണ്ട്, വേറൊരാൾ കൊല്ലത്തുണ്ട്. ഇങ്ങനെ 2-3 പേരാണ് പുള്ളിയുടെ കൂടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത്. പക്ഷെ പുള്ളി ഇതിനെ ആൾക്കാരെ മുഴുവൻ വിളിച്ച് എന്നിട്ട് നമ്മൾ ഫോൺ എടുക്കില്ല.
നമുക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യാൻ പോലും നമുക്ക് തരില്ല. നമ്മുടെ ടീമിലാണ് ബിസിനസ് നടക്കുന്നത്, അതിനാണ് പുള്ളി വിളിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് എന്തിനാണ് വിളിക്കുന്നത്? നമ്മൾ പലരും നിങ്ങളൊക്കെ സ്പീക്കറായിട്ട് വന്നൊരു ഹൈ ഇൻകം ബ്രാക്കറ്റിലേക്ക് വരാൻ വേണ്ടി ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ഗ്രീൻ പ്ലാനറ്റ് ചെയ്യോ ഗ്രീൻ പ്ലാനറ്റ് ചെയ്യോ വയസ്സിന് എന്ന് സംസാരിക്കും. ഗ്രീൻ പ്ലാനറ്റ് ചെയ്യോ ചെയ്യാതിരിക്കുന്നുള്ളതല്ല, നാളെ നമ്മൾ ഗ്രീൻ പ്ലാനറ്റ് നിർത്തി പോയാലും നമുക്ക് നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് അതിനുള്ള കാരണം ഇനിയുള്ള കാലത്ത് ഒരു കമ്പനിയുടെ സ്റ്റെബിലിറ്റി പറയാൻ പറ്റില്ല. നിങ്ങളറിയോ ഈ ടപ്പർ വെയർ ടപ്പർ വെയർ എന്ന് പറഞ്ഞൊരു കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഹൈ വളരെ വില കൂടിയ കണ്ടെയ്നർ, പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, ഒരു സാധനം അതിനകത്ത് വെച്ച് അടച്ചു വെച്ചാൽ കേടാകാതെ പുറത്ത് വരുമ്പോൾ ഫ്രിഡ്ജ് വെക്കുന്നവരാണെങ്കിൽ ഇതുപോലത്തെ എയർ ടൈറ്റ് അടക്കുന്ന ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ചെയ്ത ഒരു കമ്പനിയാണ്. ഭയങ്കര ക്വാളിറ്റി പ്രൊഡക്റ്റാണ്, അതിനനുസരിച്ചുള്ള പ്രൈസും ഉണ്ട്. ഈ കമ്പനി നമുക്കാണ് പോയി നിർത്തിപ്പോയി. ഭയങ്കര റിപ്പീറ്റ് ലേഡീസിന്റെ നടന്നുകൊണ്ടിരുന്ന ബിസിനസ്സാണ്. ഭയങ്കര ക്വാളിറ്റിയുള്ള ചെറിയൊരു പ്ലാസ്റ്റിക് ബോട്ടിലിന് തന്നെ ഭയങ്കര വിലയാണ്. പക്ഷെ അത്ര ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്. അതിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത്രയും എയർ ടൈറ്റ് ആണ്. ഫ്രിഡ്ജ് വെച്ചാൽ പോലും ഫ്രിഡ്ജ് വെച്ചില്ല പോലും പുറത്തിരുന്നാൽ കേടാകാതിരിക്കുന്ന അത്രയും ഹൈ ക്വാളിറ്റി സാധനം സൂക്ഷിക്കാൻ പറ്റുന്ന ഞങ്ങളുടെ വീട്ടിലൊക്കെ ചില പ്രൊഡക്റ്റുകൾ ടപ്പറുകളുണ്ട്. അത് ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം എൻ്റെ ബ്രാൻഡിന്റെ ക്വാളിറ്റി എന്നാണ്. ആ കമ്പനി പോലും നിർത്തിപ്പോയി. റീസൺ എന്താണ്? ഇന്ന് ഓൺലൈൻ ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് വന്നു, അതിനേക്കാൾ വില കുറഞ്ഞ പ്രൊഡക്റ്റ് അത്രയും ക്വാളിറ്റി ഇല്ലെങ്കിലും എൻ്റെ ഒരു 50% ക്വാളിറ്റിയൊക്കെ ഉള്ളൂ. എങ്കിലും അത് ഓൾമോസ്റ്റ് സെയിം പോലത്തെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ വന്ന് ഓൺലൈനിൽ വിറ്റും. ഈ കമ്പനിയുടെ ഇത്രയും വില കൂടിയ പ്രൊഡക്റ്റ് മേടിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഇവർ ഡയറക്ട് സെല്ലിംഗ് ആയിരുന്നു. ആൾക്കാരെ പണ്ടുകൊണ്ട് എഡ്യൂക്കേറ്റ് ചെയ്താൽ മാർക്കറ്റ് ചെയ്തോട്ട് ഇന്ന് നേരെ ഫോൺ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് ഫോണിലേക്ക് സാധനം വരുവാണ്. ഈ സാധനം വേണം, ആ സാധനം വേണം. അപ്പോൾ ടപ്പറിന്റെ പകുതി വരെയും ഒക്കെ ഇഷ്ടംപോലെ കമ്പനികളൊന്നും കോമ്പറ്റീഷനൊന്നും പിടിച്ചിരിക്കാൻ പറ്റിയില്ല. അവർ ഡയറക്ട് സെല്ലിംഗ് ആണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവരെന്നിട്ട് ഷോറൂം കൊടുക്കാൻ നോക്കി, ഒന്നും സക്സസ്ഫുൾ ആയില്ല. കമ്പനി പൊട്ടിപ്പോയി. ഇതുപോലത്തെ ഇഷ്ടംപോലെ കമ്പനികൾ തന്നെ പൊട്ടിപ്പോകുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കും. ഞാൻ പറയുന്നത് നാളെ ഗ്രീൻ പ്ലാനറ്റ് ഉണ്ടാവാം, ഇല്ലായിരിക്കാം. ഞാൻ കൂടുതലല്ല പറഞ്ഞത്. ഗ്രീൻ പ്ലാനറ്റ് ഇല്ലാതെ നമുക്ക് ജീവിക്കണം. നമ്മുടെ ബിസിനസ്സാണ് ചെയ്യുന്നത്. കമൽജി സാർ അവരുടെ ഗ്രീൻ പ്ലാനറ്റ് ബിസിനസ് അവരാണ് ചെയ്യുന്നത്. ഞാൻ ഗ്രീൻ പ്ലാനറ്റ് ബിസിനസ് അല്ല ചെയ്യും. ഞാൻ എൻ്റെ ബിസിനസ്സാണ് ചെയ്യുന്നത്. എൻ്റെ ലൈഫ് സേഫ് ആക്കാനാണ് ഞാൻ ചെയ്യുന്നത്. അതിനൊരു നല്ല പ്രൊഡക്റ്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ല സാധനം ഗ്രീൻ പ്ലാനറ്റ് ആയതുകൊണ്ട് ഗ്രീൻ പ്ലാനറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കോളാം. കമ്പനികൾ ഹെവി കോമ്പറ്റീഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ കമ്പനികളും അവർക്ക് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഫാക്ടറി ഉണ്ട്, പുതിയ പുതിയ ടെക്നോളജി വേറെ ആൾക്കാരും ഉണ്ടെന്ന് സാധനം എടുത്തു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല ആർക്കും. ഇന്നത്തെ അവസ്ഥ ഏതാണ് അത് നമ്മൾ അറിഞ്ഞിരിക്കുക. പക്ഷെ നമ്മൾ സ്കില്ല് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യും. നമ്മളൊരു ബിസിനസ്സുകാരനെ പോലെ വരിക, നമ്മളൊരു ബിസിനസ്സുകാരനെ പോലെ ചിന്തിക്കുക. മൾട്ടിപ്പിൾ ഇൻകം, ഞാൻ എല്ലാവരും നിങ്ങളോട് പറയാം, നിങ്ങൾ മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് ഉണ്ടാകണം. ഇത് ഞാൻ 35 വർഷം മുമ്പ് തന്നെ ശ്രമിച്ച കാര്യങ്ങളാണ്. ഞാൻ 28ാമത് വയസ്സിൽ എനിക്ക് 3 സാനിറ്റൈസർ രജിസ്ട്രേഷനും വെച്ച് ഞാൻ ബിസിനസ് ചെയ്തതാണ്. മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് എന്നുള്ളത് അന്ന് തന്നെ നമുക്കറിയാവുന്നതാണ്. ഒരിക്കലും ഒറ്റ സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നത് റിസ്ക്കാണ്. എന്നിട്ട് പോലും നമുക്ക് റിസ്ക്കായി. എന്നാൽ പോലും ഒറ്റ ഇൻകം സോഴ്സ്, അതായത് 2 വീലറെ പോകുന്നതിനേക്കാൾ എന്തായാലും സേഫാണ് 3 വീലറെ പോകുന്നത്. ഓട്ടോറിക്ഷ പോകുന്നത് 2 വീലറാണ്. സൈഡിൽ ഒരു സൂപ്പർ വാഷ് പോയാൽ അടുത്ത ഓടേക്കണം. ഒരു കാറ്റടിച്ചാൽ മതി 2 വീലർ നമ്മൾ താഴെ പോകാൻ. ഒരു സൂപ്പർ വാഷ് വന്നിട്ട് ഇങ്ങനെ വലത്ത് നമ്മൾ സൂപ്പർ വാഷുകാരനെ കാണിക്കുന്നുണ്ടല്ലേ, അവനൊന്നും ഇഷ്ടപ്പെട്ടില്ല. മുമ്പിൽ ചെന്നിട്ട് ഇങ്ങനെ സ്റ്റിയറിംഗ് ഒന്ന് അടിച്ചാലാണ് അടുത്ത കണ്ടത്തിലാണ് 2 വീലറെ പോകുന്നത്. അവിടുന്ന് പെറുക്കിയെടുത്താൽ മതി. അതിനേക്കാൾ സേഫാണ് ഓട്ടോറിക്ഷ. ഒന്നുമില്ല, ഇങ്ങനെ കറങ്ങിയേ പോകുള്ളൂ. വീഴുമ്പോൾ കറങ്ങി പോകുള്ളൂ. അതിനിടയിലും ചിലപ്പോൾ പിടിച്ചിരിക്കാൻ പറ്റിയ രക്ഷപ്പെട്ട വരാം. അതിനേക്കാൾ സേഫാണ് കാറിൽ പോകുന്നത്. 4 വീലുള്ളതാണ്. 4 വീലുണ്ടെങ്കിൽ കാറിൽ പോകുന്നത് കുറച്ചുകൂടെ സേഫാണ്. അതിനേക്കാൾ സേഫാണ് ഇവിടുന്ന് പോകുന്നത് ബാംഗ്ലൂരിലൊക്കെ പോകുന്ന വോൾവോ സ്കാനിങ്ങിനൊക്കെ. മൾട്ടി ആക്സിലാണ്. ടോട്ടൽ ഫ്രണ്ടിലും ബാക്കിലും 4 കൂടാതെ നടുക്ക് 4 കൂടെ ഉണ്ട്, ലെഫ്റ്റും സൈഡും. ആക്സിഡന്റ് ഉണ്ടായാലും വീഴാനും കുഴി ചാടിയാലും അനങ്ങാറില്ല. ആക്സിഡന്റ് ഉണ്ടായാലും മിനിമം സേഫ്റ്റിയും. ഇത് നമ്മൾ എപ്പോഴും മൾട്ടിപ്പിൾ ഇൻകം. അതിനാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ ഇപ്പം രാധാകൃഷ്ണ അതിന്റെ കൂടുതൽ നഴ്സറി സാധനമുണ്ട്. ഇംപ്ലാന്റിന്റെ പ്രൊഡക്റ്റ് പോകുന്ന നഴ്സറി പ്രൊഡക്റ്റ് ഉണ്ടാവും. ടൂൾസ് വേണേലും ഉണ്ടാവും. ഫാം കൺസൾട്ടൻസി വേണം ചെയ്യാം. പ്രോഫിറ്റബിൾ ആയിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഫാമിംഗ് ചെയ്യാം. ടെക്നോളജി ഉപയോഗിച്ച് വേറെ ചെയ്യാവുന്ന സാധനങ്ങൾ പല മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ്. നാളെ നമുക്ക് ഒരാളെ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കുക. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണം. ആദ്യം സ്റ്റാർട്ടിങ് മുതൽ പറയുന്നതാണ്. അത് നമുക്ക് ചെയ്യാവുന്ന ഇന്നത്തെ സാധ്യതകളുടെ ലോകമായിരുന്നു. ആ സാധ്യതകൾ മനസ്സിലാക്കുക. നമ്മൾ പണ്ടത്തെ തോട്ട് വെച്ചുകൊണ്ട് നമ്മൾ ഇനി ഒരു സംഭവത്തിനും നമ്മൾ അൾട്ടിമേറ്റ് ആണെന്ന് വിചാരിക്കാതെ നമുക്ക് ഒരു മിനിമം 4 സോഴ്സ് ഓഫ് ഇൻകം എങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായാൽ സേഫായിട്ട് ജീവിക്കാം. എന്തുകൊണ്ടാണ് വലിയ കമ്പനികളാണ്? അവർക്ക് അവർ ഗ്രോയിങ് ആയിട്ടുള്ള എല്ലാ ബിസിനസ്സിലും വരും. അവരത് സാധാരണ ആൾക്കാരോ അവരുടെ ഏജൻസി എടുത്തിട്ട് അത് മാത്രം ചെയ്തോണ്ടിരിക്കും. വ്യത്യാസം എന്താ? ടാറ്റയ്ക്ക് പല ബിസിനസ്സുകളുണ്ട്. എന്തുകൊണ്ട് അവർ പലത് ചെയ്യുന്നു? മറ്റേ മോശമാണ്. നമ്മുടെ നാട്ടിലാണ് ഒരു ബിസിനസ് ചെയ്തിട്ട് നമ്മളതിൻ്റെ കൂടെ വേറെ ബിസിനസ് ചെയ്താൽ മറ്റേത് ഇപ്പം ഇല്ലേ? മറ്റേ പൊട്ടിയാണ്. കാരണം നമ്മുടെ നാട്ടിൽ അറിയാവുന്നത് ഒരെണ്ണം പൊട്ടിക്കഴിഞ്ഞ് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ മാത്രമേ അടുത്ത് തുടങ്ങുള്ളൂ. അതും പൊട്ടിക്കഴിഞ്ഞിട്ട് അടുത്ത് തുടങ്ങുള്ളൂ. ഇതാണ് നമ്മുടെ മൾട്ടിപ്പിൾ ബിസിനസ്, മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ആൾക്കാർക്ക് അറിയാൻ പറ്റാത്ത. പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാവരും
ഇതാണ്. അതേസമയത്ത് മറ്റൊരു സ്റ്റേറ്റ് ഇപ്പോൾ ഗുജറാത്തിലാണെന്ന ചോദ്യമൊന്നുമില്ല. കാരണം എല്ലാവരും പല ബിസിനസ് ചെയ്യുന്ന കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റി മോശമുള്ളത് ഒഴിവാക്കി നല്ലത് അവർ ആഡ് ചെയ്യും. ഇതൊക്കെ എല്ലാ സ്റ്റേറ്റിലും ഒരു എന്റർപ്രണർ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇവിടെ ചോദിക്കുന്ന ഒരു ബിസിനസ് വേറെ ബിസിനസ് ആരും എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ ഉപയോഗിക്കുന്നത്, അപ്പം മറ്റൊരു മോശമായിരിക്കുമല്ലേ? മോശമായിരിക്കും. പിന്നെ വേറെ തുടങ്ങേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ആൾക്കാർ പറയുന്നതല്ലേ മോശമായിരിക്കും, അല്ലെങ്കിൽ മോശമാണ് ചാൻസ്. പിന്നെ ഇപ്പം എങ്ങനെയുണ്ട് ബാക്കിയുള്ളവരോട് അന്വേഷിക്കുക എങ്ങനെയുണ്ട്. അവൻ കഴിഞ്ഞ പ്രാവശ്യം പോലെ അവർ പ്രാവശ്യം ബസ്സേലാണ് വന്നത്. അപ്പം അത് തന്നെയാണ്. 5 വർഷമൊക്കെയായിരിക്കും ഒരു ദിവസം ബസ്സേ പോയാൽ അപ്പം അത് തന്നെയാണ്. ഒരു മറ്റേത് പോയി മറ്റേത് സംഭവം. ബാക്കി ഞാൻ പറയുന്നത് പലപ്പോഴുണ്ട് ഈ കഥ ഇവർക്കൊക്കെ സത്യത്തിൽ കഥ എഴുത്തുകാരോ തിരക്കഥ എഴുത്തുകാരൊക്കെയാണ് ചിലപ്പോൾ സിനിമയിലൊക്കെ. അതായത് പല ആൾക്കാരും സ്വന്തം കഴിവുകൾ തിരിച്ചറിയാത്തതുകൊണ്ട് ഈ കഴിവുകൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒന്നെങ്കിൽ ചാനലിൽ നല്ല ജോലി കിട്ടും, പക്ഷെ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ മാന്തിയെടുക്കുക, അതിനെ വ്യാഖ്യാനിച്ച് നെഗറ്റീവായിട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് ചാനലിലൊക്കെയാണ് ഭയങ്കര സ്കോപ്പായി നമ്മൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ തോണ്ടിയെടുക്കുക, അതിനകത്ത് ചേർക്കേണ്ട പൊടിയെല്ലാം അപ്പുറമായിട്ട് സാധനം അവതരിപ്പിക്കുക. ഇതാണ് സത്യത്തിൽ. കഴിവ് പോസിറ്റീവായിട്ട് ഉപയോഗിച്ചാൽ പല ആൾക്കാരും മറ്റുള്ളവരുടെ കാര്യത്തിൽ അന്വേഷണം വെക്കുന്നവർക്ക് അവർക്ക് എന്ത് സാധ്യതയുള്ള ഏരിയ എന്ന് ആലോചിച്ച് വയ്ക്കും. അല്ലെങ്കിൽ സിനിമ തിരക്കഥ എഴുതുക നല്ല സ്കോപ്പാണ്. പലവരെ കുറിച്ചും കഥ എഴുതി ഉണ്ടാക്കി ഉള്ളതും ഇല്ലാത്തത്. ഇതാണ് സിനിമ അല്ലേ? ശരി ആലോചിച്ച് വയ്ക്കും. വിഷ്വലൈസ് ചെയ്ത് വേറൊരാളെ കുറിച്ച് ഈ സാധനം ഒരാളുടെ കഥ ഒരാളെ കുറിച്ച് എഴുതി ഇത് എഴുതിയിട്ട് കഥയായിട്ട് കൊടുത്തവർക്ക് സത്യത്തിൽ നല്ല തിരക്കഥാകൃത്വമൊക്കെ ആകാവുന്നതാണ്. ആ പോസിറ്റീവായിട്ട് എടുത്താൽ നിങ്ങൾക്കൊക്കെ അങ്ങനെയുള്ളൊരു പരിചയം കാണും. നിങ്ങളുടെ സർക്കിളിൽ നല്ല തിരക്കഥാകൃത്ത് ആവാനുള്ള സ്കോപ്പുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്? ചിന്ത തിരിഞ്ഞു പോയി. ഈ വളരെ നെഗറ്റീവ് പറഞ്ഞ് കുറ്റം പറഞ്ഞ് നടക്കുന്നത് മാത്രമേ അവർ അതിനെ അവർക്ക് ഫോക്കസ് ഉള്ളത്. ഫോക്കസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ സെയിം കഴിവുള്ളവർ ആണ് പല സിനിമകളിലൊക്കെ തിരക്കഥാകൃത്തൊക്കെ ആകും. അവർ വേറെ ആൾക്കാരുടെ സ്റ്റോറിയാണല്ലോ നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി 95% അല്ല 99% സാധനങ്ങൾ മെഷീൻ തന്നെ ചെയ്യുന്ന ഒരു കാലമാണ് അത് നമ്മൾ മനസ്സിലാക്കാൻ തിരിച്ചറിയുക. മനുഷ്യന്റെ ആവശ്യം വളരെ കുറഞ്ഞു വരുവാണ്. ആ സ്കില്ല് ഹൈ ഇൻകം സ്കില്ലിലേക്ക് നമ്മൾ വരിക. ഇനി മെഷീൻസിനുള്ള പ്രത്യേകത എന്താണ്? മെഷീന് ഹാർട്ടില്ല, ബ്രെയിൻ മാത്രമേ ഉള്ളൂ. മെഷീന് ബ്രെയിൻ മാത്രമേ ഉള്ളൂ, ഹാർട്ടില്ല. എന്നാൽ ആൾക്കാരെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ മെഷീന് പറ്റിയത്. അതിന് മനുഷ്യന് ആവശ്യമുണ്ട്. അതിന് കഴിവുള്ളവർ, നല്ല പീപ്പിൾ സ്കില്ലുള്ളവർ, നല്ല ലീഡർഷിപ്പ് എബിലിറ്റീസ് ഉള്ളവർ, നല്ല മനുഷ്യനുമായിട്ട് ഡീൽ ചെയ്യാൻ അറിയാവുന്നവർ, ഇഷ്ടപ്പെടുന്നവർ, മനുഷ്യരെ ഇഷ്ടപ്പെടുന്നവർ, ഇവർക്ക് സാധ്യത വളരെ കൂടുതലാണ്. വാല്യൂസ് ഒന്നും മെഷീനെ ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റില്ല. വാല്യൂസ് മനുഷ്യനെ പറ്റും. ഒരു ബാങ്കിൽ ചെന്നാൽ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും. പക്ഷെ അവിടെ ഒരു കസ്റ്റമറോട് സാറേ എങ്ങനെയുണ്ട് വീട്ടിൽ അവരുടെ സുഖമാണെന്ന് ചോദിക്കാൻ മെഷീന് പറ്റിയല്ല. അത് ചെയ്യുന്നവരായിട്ട് നാളെ ബിസിനസ് കൂടുതൽ ചെയ്യാനായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ആ സാധനത്തിൽ മനുഷ്യനെ തീർച്ചയായിട്ടും മനുഷ്യനെ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ ചെയ്യുക. ആ ലെവലിൽ ചെയ്യുക. നമ്മൾ ട്രസ്റ്റ് വർത്തിയായി ആകുക. നമ്മൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുത്തനായിട്ട് നിൽക്കുകയും ഓണസ്റ്റ് ആയിരിക്കുകയും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളായിരിക്കുകയും ചെയ്താൽ, ആൾക്കാരെ ഡീൽ ചെയ്യാനും പഠിച്ചാൽ അവർക്ക് സാധ്യതയുണ്ട്. ബാക്കി സ്കില്ലുകൾ, ഹൈ ഇൻകം സ്കില്ലുകൾ ഉണ്ടാക്കുക. ഈ സാധനങ്ങളുണ്ടെങ്കിൽ സാധ്യതയുണ്ട്. ബാക്കിയുള്ളതൊക്കെ മെഷീൻ ചെയ്തു. മെഷീന് ചെയ്യാൻ പറ്റാത്ത ഏരിയയിൽ മാത്രമേ നമുക്ക് ഇനി സാധ്യതയുള്ളൂ എന്നുള്ളതിൽ ഓർത്തിരിക്കുക. മെഷീന് ചെയ്യാൻ പറ്റാത്ത ഏരിയയിൽ നമ്മൾ മാസ്റ്ററാക്കുക. അതാണ് ഇനി ഫ്യൂച്ചർ. അത് മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ വളരെ പുറകിലേക്ക് പോയത്. ആരാ പീപ്പിൾ സ്കിൽ വളരെ പ്രധാനപ്പെട്ടാണ്. പീപ്പിൾ സ്കിൽ എങ്ങനെ? പീപ്പിൾ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോളേജിലും പഠിപ്പിക്കുന്നില്ല, ഒരു സ്കൂളിലും പഠിപ്പിക്കുന്നില്ല. പീപ്പിൾ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾക്കാരുമായിട്ട് ഇടപെടാനുള്ള കഴിവ്, ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള കഴിവ്, ആൾക്കാരെ കൊണ്ടു നടക്കാനുള്ള കഴിവ്. ഇതാണ് പീപ്പിൾ സ്കിൽ. ഒരാളോട് നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് അവർ റിയാക്ട് ചെയ്യുന്നത്. എത്ര ഗൗരവമുള്ള ഒരു വിഷയം വളരെ നല്ല രീതിയിൽ ഒരാളെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പം വളരെ നല്ല രീതിയിൽ അവർ പെരുമാറുന്നതാണ്. പലപ്പോഴും ഒരാളുടെ റിയാക്ഷനാണ് അനുസരിച്ചിരിക്കുന്ന ആളുടെ റിയാക്ഷൻ മോശമാകുന്നത്. പലപ്പോഴും അല്ലേ? നമ്മൾ പലപ്പോഴും പറയാറില്ലേ, അവനങ്ങനെ പറഞ്ഞോണ്ടല്ലേ ഞാനിങ്ങനെ പറഞ്ഞു. അവനങ്ങനെ പറയുമ്പം ഞാനിങ്ങനെ പറയണോ വേണ്ടെന്നുള്ള കൺട്രോൾ എൻ്റെ ഇല്ല. നിങ്ങളൊരാളെന്നെ ചീത്ത വിളിച്ചാൽ തിരിച്ച് ചീത്ത വിളിക്കണമെന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ട് ഞാൻ പറയും. ഞാൻ ചീത്ത വിളിക്കുന്നതല്ലേ, ഞാൻ നിങ്ങളെ നോക്കി തിരിച്ചു കാണിച്ചാൽ നിങ്ങൾ കുറച്ചുകൂടെ ഭ്രാന്താവുള്ളൂ. നമ്മൾ റോഡിലൊക്കെ പോകുമ്പോൾ എത്രയോ പേര് ചീത്ത വിളിക്കുന്നു. ഇവരോടൊക്കെ ചോദിച്ചു. ഞാൻ എന്തെങ്കിലും വൈഫിനോട് മോളോട് അവരെപ്പോഴും വണ്ടിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു സമയത്ത് പോലും റോഡിലെടുത്തിട്ട് ചീത്ത വിളിച്ചിട്ട് ഇൻസിഡന്റ് വരാറുണ്ട്. ഇന്ന് വരെ അവർ ചീത്ത വിളിക്കുന്നുണ്ട്. അഭിജിച്ചിട്ട് എനിക്കെന്താ എന്റെ പ്രശ്നം കൊണ്ട് ഞാൻ അടിയല്ല. അഭിജിമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് വണ്ടിയെ കോട്ടയത്ത് പോയപ്പോഴത്തേന് ഒരു വണ്ടിക്കാരൻ ചുമ്മാ കിടന്ന് ഓപ്പോസിറ്റ് നമ്മൾ അവരെ കടത്തി വിടാൻ വേണ്ടി സൈഡ് ഒതുക്കി നിർത്തിയിരിക്കുക. ഒരുത്തം വന്ന് ചുമ്മാ കിടന്ന് നമ്മളെ ചീത്ത വിളിക്കും. അച്ഛൻ്റെ എൻ്റെ വണ്ടിയിൽ ഇരുന്നിട്ട് അവനെന്താ ചുമ്മാ നമ്മളെ ചീത്ത വിളിക്കുന്നത്? നമ്മളത് വണ്ടി ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാനല്ലേ ഇവിടെ നിർത്തിയിരിക്കുന്നൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞു, അച്ഛൻ ആ മനുഷ്യനാണ് ചിന്തിക്കുന്നുണ്ടല്ലേ നമുക്ക് ഒരു ചീത്ത വിളിക്കണം. ഒരു പട്ടി നിന്ന് കുറയ്ക്കുവാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പട്ടി കുറയ്ക്കാന്ന് പറഞ്ഞ ഗ്ലാസ് താത്തിട്ട് നമ്മൾ കുറയ്ക്കുന്നു ഇല്ലല്ലോ. അവരുടെ കുറച്ച് കഴിയുമ്പോൾ നിർത്തിക്കോ. നമുക്കെന്താ? നമ്മളെ കാര്യങ്ങളായിരുന്നു. നമ്മളെന്താ ചെയ്ത ട്രാഫിക് ബ്ലോക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ നിർത്തിയിരിക്കണം. അയാൾ ചീത്ത വിളിച്ചാണ് പ്രശ്നപ്പെട്ടിട്ട് അയാൾ വീട്ടിൽ പോകാൻ പ്രശ്നം വരുന്നതെന്ന് ചോദിച്ചു. നമ്മൾ ഇന്ന് വരെ
വണ്ടിയെ വന്ന് മുട്ടിയിട്ടുണ്ട്. ഇന്ന് വരെ അവിടെ ഉണ്ടാക്കി വണ്ടിയുടെ ബാഗ് ഈ അടുത്ത കാലത്ത് വണ്ടിയെ ഇടിച്ചു കൂട്ടയിടി ഉണ്ടായി. കുറേ 3 വണ്ടി ഉണ്ടായി. എൻ്റെ വണ്ടി എൻ്റെ ഫ്രണ്ടിൽ പോയൊരു വണ്ടി ചവിട്ടി, ഞാൻ ചവിട്ടിപ്പോൾ എൻ്റെ പുറകെ വേറെ വണ്ടി കൊണ്ട് ചവിട്ടി, അതിൻ്റെ പുറകിൽ വേറെ വണ്ടി ചവിട്ടി, 3 വണ്ടി. നമ്മൾ ഇറങ്ങിച്ചെന്ന് നോക്കെ എന്ത് പറ്റി സാറ് ചവിട്ടിട്ട് കിട്ടിയില്ലെന്ന് വെച്ചു. പുറകെ വരുന്ന വണ്ടിക്കാരൻ ഓക്കെ സൈഡിലേക്ക് ബാക്കിയുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ ആൾക്കാർ നമ്മുടെ ഇവിടെ എന്താ ഒരു സ്കൂട്ടറിൻ്റെ സൈഡിൽ നോക്കിയ നടക്കുന്ന സ്റ്റാൻഡൊക്കെ തുറന്നില്ല. ബാക്കി 10 അപ്പുറം വന്ന വണ്ടികൾ സൂപ്പർ ഫാസ്റ്റ് ലോകം മുഴുവൻ പോകുന്ന ആൾക്കാരെ മുഴുവൻ ഇറങ്ങിയിട്ട് ഇതിന് തീരുമാനം ഉണ്ടായിട്ട് ഈ ബാക്കിയുള്ളതെല്ലാം പോയാൽ മതി. ഇതിന് തീരുമാനം ഉണ്ടാക്കി മുട്ടിച്ച ആൾ പോയാൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ന്യായമുണ്ട്. ഇതിന് തീരുമാനം ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള ആ റോഡിനെ പോകുന്ന ഗുണം പോയാൽ മതി എന്ന് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പറ്റും പറയും. ഇത് കഷ്ടമാണെന്ന് തിരുവനന്തപുരത്ത് കോഴിക്കോട് പോകേണ്ട വണ്ടിയെ കണക്കുവെച്ച് ബ്ലോക്ക് ചെയ്ത് നമ്മളെ വണ്ടിയെടുത്ത് ഒരാൾ അത് മനഃപൂർവ്വം വരയ്ക്കും. അതൊന്നും അറിയാതില്ല സംഭവിക്കുന്നു. മനഃപൂർവ്വം വരച്ചാലുണ്ടാവും. ഒരാൾ ചുമ്മാ ഇരുപത് പരിചയമില്ലാത്ത ഒരാൾ വണ്ടിയുടെ പുറകിൽ പോയി കുടിക്കുന്ന പല കാര്യങ്ങളും എന്നോട് എൻ്റെ വണ്ടിയുടെ പുറകെ ഇരിക്കുന്ന കാര്യം എന്നോട് വിരോധമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ പരിചയമുള്ള ഒരാളെ എനിക്കിട്ടൊന്ന് എന്നെ ഇടിച്ച് ഇതുപോലെ ചെയ്യാമെന്ന് വിചാരിക്കും. ഒരു പരിചയമില്ലാത്ത ഒരാൾ എൻ്റെ വണ്ടിക്ക് ഒന്ന് മുട്ടുന്ന കാര്യമുള്ളൂ. ഞാൻ പിന്നെ അയാൾ ചൂടാകുന്നില്ല. ചിലപ്പോൾ എനിക്ക് ചവിട്ടിയിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അതിൻ്റെ വണ്ടിക്ക് ബ്രേക്കിൻ്റെ പ്രശ്നം ഉണ്ടാവാം. ശ്രദ്ധിച്ച് കാണില്ല. ഇത്രയും ഞാൻ ചൂടാകുന്നില്ല. പറയുക സംസാരിക്കുന്ന ഇൻഷുറൻസ് ഉണ്ട്. എന്താ പറയുക, നിങ്ങളുടെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട്, നമ്മുടെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട്, സൈഡിലേക്ക് കയറത്തില്ല. അപ്പോൾ ഏറ്റവും ബാക്കി വന്ന ആൾ ഞാൻ പറഞ്ഞു അങ്ങനെ നിയമം ഒരു വണ്ടിയുടെ പുറകെ വന്നിടിച്ചാൽ പുറയിലെ വണ്ടിക്കാരൻ പൈസ കൊടുക്കാന്നുള്ളതാണ്. അവർ സേഫ് ഡിസ്റ്റൻസിൽ നിൽക്കാവുള്ളൂ. വണ്ടി ചവിട്ടിയ ഫ്രണ്ടിലെ വണ്ടി ചവിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ചവിട്ടണമെന്നാണ് നിയമം. പുറയിലെ വണ്ടി തിരിച്ചത് തരണമെന്നാണ്. അപ്പോൾ പുള്ളിയുടെ വണ്ടി എൻ്റെ വണ്ടിയിൽ ഇടിച്ചു. പുള്ളിയുടെ വണ്ടിയുടെ പുറകെ വേറെ വണ്ടി ഇടിച്ചെങ്കിൽ പുറയിലെ വണ്ടിക്കാരൻ ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനെ എനിക്ക് തരണം. കാണുമ്പോൾ കാണും. പുറയിലെ വന്ന ലോക്കൽ രാഷ്ട്രീയ പാർട്ടിക്കാരനായിരുന്നു. നമ്മൾ കുറച്ച് എൻ്റെ വണ്ടിയുടെ ബോർഡ് പെയിന്റ് പോയിട്ടുണ്ട്. അതെ പുറകിൽ നിന്ന് ഇടിച്ച് മറ്റേ പുള്ളിയുടെ വണ്ടിയെ വന്ന് ഇടിച്ചിട്ട് അത് പെയിന്റ് പോയിട്ടുള്ള കൊണ്ട് എന്നാ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യക്കാരൻ ഏറ്റവും പുറകിൽ നിന്ന് ഇടിച്ചിട്ട് ആ പുള്ളി ചോദിക്കുന്നത് മറ്റേ വണ്ടി നല്ല വണ്ടിയാണ് ചടങ്ങിയിട്ടുള്ളത് എന്ന് ചോദിക്കുന്നത് ബോർഡിൽ പെയിന്റ് പോയിട്ടുണ്ട്. ഇതിന് ഇപ്പൊ ആരും ഉത്തരം പറയും. ഞാൻ പറഞ്ഞു ഇതിന് ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം സാറിന്റെ വണ്ടിയുടെ പുറകിലാണ് അടിച്ചിരിക്കുന്നത്. ഇതാതിന്റെ വണ്ടിയുടെ പുറകിലാണ് അടിച്ചിരിക്കുന്നത്. ഞാനല്ല നിങ്ങളോട് സംസാരിക്കണ്ടേ. എങ്കിപ്പോൾ ഞാൻ പറയാം നിയമം പുറയിലെ വണ്ടി ആരാണ് മുട്ടിച്ച് അത് മുമ്പിലത്തെ വണ്ടിക്ക് ഡാമേജ് ഉള്ളത് തീർക്കുക എന്നുള്ളതാണ് നിയമം. എനിക്കിതിനകത്ത് ഇടപെടേണ്ട കാര്യം നിങ്ങൾ തമ്മിൽ. പക്ഷേ എനിക്ക് എൻ്റെ വണ്ടിയിൽ ഇടിച്ചിട്ട് മാത്രമേ എനിക്ക് പറയേണ്ട കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ വണ്ടിയിൽ അഡ്വക്കേറ്റിന്റെ സ്റ്റിക്കറൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പുള്ളിക്കാരുടെ സ്റ്റിക്കറാണ്. ഞാൻ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ഈ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉപകാരപ്പെടുന്നില്ല. സ്റ്റിക്കർ വണ്ടിയായിരിക്കും. പോലീസുകാർ ഇത് വരെ അതിനുശേഷം ഫൈൻ അടിച്ചിട്ടില്ല. പക്ഷേ ദിവസം എനിക്ക് ഫൈൻ കിട്ടാൻ തുടങ്ങിയത് ഫോൺ ഉപയോഗിച്ചതുകൊണ്ട് ചെറിയ ദിവസം ചുമ്മാ ഒരു മാസം 10,000 രൂപ ഫൈൻ വന്നത്. അത് ഞാൻ തീരുമാനിച്ചു. നേരെ പോയി സ്റ്റിക്കർ മേടിച്ചു. പണ്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടി അത് പൊട്ടിച്ചില്ലായിരുന്നു. അതിനുശേഷം ഒരു മാസം 12,000 രൂപ ലാഭമാണ്. പക്ഷെ നമ്മൾ എവിടെ പോയാലും എന്തെങ്കിലും ഫോൺ എടുത്തു. ഇവിടെ ട്രാഫിക് ഇവിടെ എറണാകുളം വരച്ചെല്ലാം 1.5 മണിക്കൂർ ഫോണും തൊട്ട് പോയാൽ ഉടനെ ഫൈൻ. അപ്പോൾ ഇതിന് ശേഷം ഒരു 100 രൂപ കിട്ടും. അതാണ് ഇവിടെ ജീവിക്കണമെങ്കിൽ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് വേണം. അല്ലാതെ ജീവിക്കാൻ പറ്റില്ല. പുറകിലോട്ട് അതിനുശേഷം ഇന്നലെ ഒരു ഫൈൻ പോലും ആരും പറ്റില്ല. പോലീസുകാരൻ കൈകാണിക്കാൻ പറ്റും. അതുകൊണ്ടാ ബാക്കി അതൊരു പഠിക്കുമ്പോൾ ചോദിച്ചോ. അപ്പം അല്ല അതിന്റെ വ്യത്യാസം എന്താ അറിയും. ഞാൻ കഴിഞ്ഞ ദിവസം ഫോട്ടോ വെച്ച് ഇന്നാളേക്കും പോയപ്പോ വഴി ചെക്കിങ് നടക്കും. നമ്മളോട് ചെന്നപ്പോൾ ഒരു പോലീസുകാരൻ കൈ കാണിച്ചു. ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുക. നമ്മളിരിക്കുന്നിടത്ത് വന്ന് ഇറങ്ങി. നമ്മൾ ഗ്ലാസ് താത്തു. എന്താ സാറേ എന്ന് ചോദിച്ചു. എന്താ സാറേ ഡോക്യുമെന്റ് ഒന്നും കാണിക്കാൻ അപ്പോൾ ഇങ്ങനെ പറയുന്നത്. കാണിക്കാമല്ലോ. അല്ല ഇറങ്ങണ്ട സാറേ തന്നാൽ മതി. ഓക്കെ ഞാൻ പയ്യെ എടുക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയാം പൊല്യൂഷന്റെ ഇത് നടക്കാം. അത് എനിക്കറിയാം പൊല്യൂഷന്റെ ഡൗട്ടുണ്ട്. ഇത് നമുക്കവിടെ ചെക്ക് ചെയ്യാം. 2 SIമാർ അവിടെ ഉണ്ട്. അവരോട് പറഞ്ഞു പൊല്യൂഷനിൽ നിന്ന് നോക്കാവുള്ളൂ സാർ. അവർ ചെക്ക് ചെയ്ത് പൊല്യൂഷൻ വരുന്നുണ്ട്. സാർ ഒരു ചെറിയ ഫൈൻ അടയ്ക്കാവും. ചോദിക്കാം ചെറിയ ഫൈൻ അടയ്ക്കാവും ചെലവൊന്നും എത്ര ഞാൻ അവിടെ ഇറങ്ങിച്ചത്. അപ്പോൾ തന്നെ സാറേ ഒരു 250 രൂപ എഴുതട്ടെ. എന്നോട് ചോദിക്കാം 250 രൂപ എഴുതട്ടെ. ഞാൻ പറഞ്ഞു അത് വേണം ഒഴിവാക്കി വിടാൻ പറ്റാൻ ചോദിച്ചു. 2,500 രൂപയാണ് ഫൈൻ. 250 ഒരു 2 SIമാർ അവരങ്ങോട്ടും ഇങ്ങോട്ടും വരും. പോട്ടല്ലേ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ ജീവിക്കണമെങ്കിൽ നമ്മൾ മര്യാദക്കാരാകും തോറും ജീവിക്കാൻ ബുദ്ധിമുട്ടാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കുന്ന പറയാൻ. എനിക്ക് ഇന്ന് വരെ അത് ഒട്ടിച്ച അന്വേഷണം കിട്ടിയിട്ടില്ല. എന്നാണ് ഞാൻ ആ സബ്ജക്ട് പറയുമ്പോൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മറന്നുപോയി. എന്താണ് ആ വണ്ടിയുടെ ഈ വണ്ടിയൊക്കെ ഇടിക്കുമ്പോൾ ആൾക്കാരെ കിടന്ന് തർക്കിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറയാറ്. ആ വിഷയത്തിലേക്ക് വരാൻ കാരണം നമ്മൾ അപ്സെറ്റ് ആണോ വേണ്ടത് നമ്മുടെ തീരുമാനമാണ്. മറ്റൊരാളല്ല നമ്മളെ. അപ്പൊ പൊതുവെ ആൾക്കാർ പറയുന്നത് അവൻ ചൂടായോണ്ടല്ലേ. അവൻ ചൂടായിട്ട് നമ്മൾ ചൂടാവണമെന്ന് നമ്മുടെ കൺട്രോളുള്ളതല്ലേ. ഒരാൾ ചൂടാകുമ്പോൾ അവരോട് തിരിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ല പ്രതികാരം എന്താണെന്നറിയാം. എങ്ങനെയാണെന്ന് അറിയാം. അവരെ നോക്കി ചിരിക്കുക. ഒരാൾ ചൂടാകുമ്പോൾ അവരെ നോക്കി ചിരിച്ചാൽ കാരണം അവര് അപ്പനെ വിളിച്ചാൽ നമ്മൾ അമ്മയ്ക്ക് വിളിച്ചിട്ട്
അവൻ അമ്മൂമ്മയ്ക്ക് വിളിക്കാൻ റെഡിയാക്കി നിൽക്കണം. നമ്മൾ അമ്മയ്ക്ക് വിളിക്കുമ്പോഴത്തേക്ക് തിരിച്ച് അമ്മൂമ്മയ്ക്ക് വിളിക്കാൻ റെഡിയാക്കി നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ചിരിക്കുകയാണല്ലോ, ഇവനാകെ ഭ്രാന്താവും, അവൻ പ്രശ്നം പിടിച്ചാവുള്ളൂ. കാരണം അവൻ പ്രതീക്ഷിക്കാതെ നമ്മൾ അവരെ വിളിക്കുമ്പോൾ അതിന്റെ ബാക്കി വിളിക്കാൻ റെഡിയായിട്ട് നിൽക്കുമ്പോൾ നമ്മളവരെ നോക്കി ചുമ്മാ ചെയ്യുന്ന വിഷയമില്ല, ചുമ്മാ കൈ കൊടുക്കും. അതാണ് നമ്മൾ പ്രതികാരം. ഓക്കെ, നെക്സ്റ്റ് പീപ്പിൾ സ്കില്ല് വളരെ പ്രധാനപ്പെട്ട. പീപ്പിൾ സ്കിൽ ഉണ്ടാക്കുന്ന എങ്ങനെയാണ്? നമുക്കിന്ന് നമ്മുടെ വീട്ടിലുള്ള ഒരു ഫാമിലിയോട് തന്നെ ഡീൽ ചെയ്ത് പോകാൻ നമുക്ക് സാധിക്കുന്നില്ല. റിയാലിറ്റി ഇതാണ്, അത് അറിഞ്ഞിരിക്കും. നമ്മൾ കാണാറില്ലേ, നമ്മുടെ ഫാമിലി തന്നെ വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് 4-5 പേരുടെ ഒരു ഫാമിലിയെ കൊണ്ടു നടക്കാൻ പലരും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആദ്യം ആൾക്കാരെ ലീഡ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ ആൾക്കാരെ ഡീൽ ചെയ്യാൻ പഠിക്കണം. ആൾക്കാരെ ഡീൽ ചെയ്യണം, ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യാൻ പഠിക്കും. എവിടെ പോയാലും റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. ഒരു സെക്യൂരിറ്റിക്കാരനായിരിക്കും. നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നാൽ ഇവിടുത്തെ ജോലിക്കാരെ 80 പയ്യന്മാർ ചുമ്മാ തോളം തട്ടി മോനെ എവിടെയൊക്കെ എടുത്ത് എന്ത് സന്തോഷം വരും അവർക്കൊന്നാലും ആരൊന്നും ചോദിക്കത്തില്ല. നമ്മൾ വലിയ പാർട്ടിയൊക്കെ വന്ന് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളധികം പോയിട്ട് ആഹാരത്തിന് ഇത് ശരിയാണ് അത് ശരിയാണ്. അവർക്കൊരു ജീവിതം ഉണ്ട്, അത് ജീവിക്കാൻ വേണ്ടി ഒരു ജോലി ചെയ്തു ചുമ്മാ ഒന്ന് തോളം തട്ടിട്ട് എന്തുണ്ട് വിശേഷം, വീട്ടിൽ ആരാന്ന് ചോദിച്ചാൽ എന്ത് സന്തോഷമാണെന്ന് ആലോചിക്കും. ഇത് പോകുന്ന വഴി എല്ലാം ചെയ്താൽ എന്ത് രസമായിരിക്കും ആലോചിക്കും. അവർക്കൊക്കെ എന്ത് നാളെ നമ്മളൊരു പ്രാവശ്യം ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നാളെ അവസരത്തിൽ നിന്ന് നാളെ നമ്മൾ ഓർമ്മിരിക്കും. ചുമ്മാ ഒരു ലോകത്ത് ചോദിക്കുക കച്ചവടം എങ്ങനെയാണ്, ബിസിനസ് എങ്ങനെയാണ്. അതിലൂടെ നമ്മുടെ ബിസിനസ്സൊക്കെ നടക്കും. അവരതിന് നേടുള്ളവരുണ്ടാവും. എന്താ ചെയ്യുമ്പോൾ സാറെ കഷ്ടപ്പാടാ സാർ എന്ന് വേണം. നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, വേണമെങ്കിൽ തരാൻ സഹായിക്കാം. ഞാൻ നമ്മൾ ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വരുമാനം ഉണ്ടാക്കണം. എന്ത് രസമായിട്ട് ചെയ്യാൻ ആലോചിച്ചു. ജീവിതകാലം നമ്മൾ ഗ്രീൻ പ്ലാന്റ് ബിസിനസ്സിന് വേണ്ടി മാത്രമല്ല, ഒരു നല്ല മനുഷ്യനാകാൻ നമ്മളാണ് ആദ്യം നമ്മൾ ചെയ്താൽ എന്തുമാത്രം അവസരങ്ങളാണെന്ന് ആലോചിച്ചു നോക്കും. നെക്സ്റ്റ് ഹൈ ഇൻകം സ്കിൽ എന്ന് പറയുന്നത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഹൈ ഇൻകം സ്കില്ലാണ്. പീപ്പിൾ സ്കില്ല് ഹൈ ഇൻകം സ്കില്ലാണ്. ഇതുപോലത്തെ സംഭവങ്ങളിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക. പ്രസന്റേഷൻ എടുക്കാൻ നിങ്ങളോട് ആരെങ്കിലും പറയുന്നത്, ഞാൻ പൈസനോട് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും പ്രസന്റേഷൻ എടുക്കാൻ പറഞ്ഞിട്ട് അവർ എടുക്കാൻ തയ്യാറില്ലെങ്കിൽ പിന്നെ അവർ കൊടുക്കണം, വേണ്ട, അവരെ പിന്നെ വിളിക്കണം. കാരണം എന്തുകൊണ്ടാണ് നമ്മളിത് അവസരം തരുന്നത്, അത് മനസ്സിലാക്കുന്നില്ല. എനിക്ക് അവിടെ ആടിന് തീറ്റ കൊടുക്കാനുണ്ടെങ്കിൽ തീറ്റ കൊടുത്തോണ്ടിരുന്നു, ആരവരെ കൊടുക്കരുത്, അതേ ചെയ്യാവുള്ളൂ. ഈ പരിപാടി കണ്ട നമ്മളൊരു അവരുടെ പ്ലാറ്റ്ഫോമിൽ അവസരം ഇപ്പൊ ഇവിടെ തന്നെ ഇവരോടെല്ലാം ഞാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. എന്നാലും അവരാരും ഞാൻ നിങ്ങളോട് അവർ മാത്രമല്ല പറഞ്ഞോളൂ, നിങ്ങളോട് പറയുന്നത് ഇവിടെ വന്ന് പ്രസന്റ് ചെയ്യുക, ഒരു സ്പീക്കറാകുക, പബ്ലിക് സ്പീക്കിംഗ്, ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കുക, ആൾക്കാരെ ഇതൊക്കെ കഴിവ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് ഇതൊക്കെ ഹൈ ഇൻകം സ്കില്ലുകളാണ്. അതിന്റെ ഒരു മിനിയേച്ചറാണ് നമ്മൾ മീറ്റിങ്ങിലൂടെ ചെയ്ത്. ആ മീറ്റിംഗിൽ ആദ്യം ഒന്ന് ചെയ്ത് തുടങ്ങിയ ശേഷം ഇവിടെ ഒന്ന് സംസാരിച്ചു തുടങ്ങും. ഇതിൽ കൂടെ ഒക്കെ നമ്മൾ ഗ്രോ ചെയ്യും. ഹൈ ഇൻകം സ്കില്ലിന്റെ ആണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സ്കിൽ. ഇതൊക്കെയാണ് നമ്മളോട് പഠിപ്പിക്കുന്നത്. ഗ്രീൻ പ്ലാന്റ് ബിസിനസ് തന്നെ ചെയ്യാൻ വേണ്ടിയല്ല, ഗ്രീൻ പ്ലാന്റ് കമ്പനി നിർത്തിപ്പോയാലും നമുക്ക് ജീവിക്കണം. അതിനാണ് നമ്മളോട് ഇതെല്ലാം പറയുന്നത്. അവർ നിർത്തുന്നു, അതിന്റെ അർത്ഥം ഗ്രീൻ പ്ലാന്റ് നിർത്താൻ പോകുന്ന സംശയമുണ്ട്. സാറിന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വിചാരിച്ചിട്ട് ഓക്കെ. അപ്പൊ അപ്ഗ്രേഡ് ചെയ്യുക, എല്ലാ ദിവസവും അപ്ഗ്രേഡ് ചെയ്യുക, അതൊരു ശീലമാണ്. അപ്പൊ ഞാനപ്പം കഴിച്ച ദിവസം നിങ്ങൾ നമ്മളിവിടെ നടത്തുന്ന മീറ്റിങ്ങിന് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ എടുത്ത് ഫോട്ടോ ഇട്ടു. നമ്മൾ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു, സാറിന് ഭയങ്കര വയറാണല്ലോ. അതാണ് ചില ആൾക്കാർ അതിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ്, സാറിന് ഭയങ്കര വയറ്. സാറിന്റെ വയറെന്തേലും ആട്ടെ, സാറ് നോക്കിക്കോളൂ. നമ്മൾ മെസ്സേജ് നോക്കാവുള്ളൂ, മെസ്സഞ്ചറെ നോക്കരുതെന്ന് പറയും. നമ്മളൊരു കാര്യം അതിന് മെസ്സേജ്, എന്നിട്ട് മെസ്സേജ് നമുക്ക് ഗുണപരമായി എടുക്കുക, മെസ്സഞ്ചറെ നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പേരുണ്ടെങ്കിൽ അതിന്റെ ദോഷം എനിക്കുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം, അതിന് അവരെ ബാധിക്കുന്ന കാര്യമില്ലല്ലോ. അപ്പൊ ആൾക്കാർ ഇങ്ങനെയാണ്, എന്തിനും ഏതിനും നെഗറ്റീവ് കണ്ടുപിടിക്കാനാണ് ആൾക്കാരെ പെട്ടെന്ന് അങ്ങനെയുള്ള റിയാക്ട് ചെയ്യും. പോസിറ്റീവ് ഉള്ളവർ റിയാക്ട് ചെയ്യത്തില്ല, നെഗറ്റീവ് ഉള്ളവർ റിയാക്ട് ചെയ്യാൻ. അപ്പോൾ ഇത് അപ്ഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ദിവസം, ഞാൻ പറയുന്നത് നിങ്ങളോട് എല്ലാവരും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ലേണിങ്ങിന് വേണ്ടി മാറ്റി പഠിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക. കൃഷി നമ്മൾ ചെയ്യുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുക, ലോകത്തിലുള്ള മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുക, ടെക്നോളജി പഠിക്കുക. ഇത് പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഔട്ടാണ്, യു ആർ ഔട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ ആണ് ഉണ്ടാകുന്നത്. പഠിക്കുക, 1 മണിക്കൂർ നമ്മൾ സീരിയസ്, അത് കൺസിസ്റ്റന്റ് ആരോഗ്യമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഞാനിപ്പോൾ സപ്ലിമെന്റ്സ് ഉപയോഗിക്കാത്ത കഴിഞ്ഞ ഒരു 20 വർഷത്തിനിടെ സപ്ലിമെന്റും ഈ ഒമേഗ 3 ഒന്നും ഉപയോഗിക്കാത്ത ഒരു സിംഗിൾ ഡേ പോലും കാണില്ല. ഒരു ദിവസം ഈ ഒരു 20 കൊല്ലത്തിനുള്ളിൽ ഒരു ദിവസം പോലും ഡിന്നർ കഴിച്ചിട്ടില്ല, ഊണ് കഴിച്ചിട്ടില്ല. ഒരു ദിവസം അതൊന്നും വീട്ടിലില്ല. എന്നെ ആരും പ്രതീക്ഷിക്കാനൊന്നും ഉണ്ടാക്കി വെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയില്ല, കോട്ടയത്തില്ല. ആ ജസ്റ്റ് പഴങ്ങളോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ മാത്രം. ആരെങ്കിലും കൂടെ കൂടുന്ന നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നിച്ചുള്ള നാട്ടിലേക്ക് ദിവസങ്ങൾ അത്ര കഴിക്കാറുള്ളൂ. എല്ലാ ദിവസവും എന്താണെന്ന് വെച്ചാൽ അത് പഴം അല്ലെങ്കിൽ ചുമ്മാ വെള്ളം കുടിച്ചിട്ട് എടുക്കും. ഒരു പ്രശ്നമില്ല, യാതൊരു ഇതൊക്കെ 20-25 വർഷമായിട്ടുണ്ടോ. 3 മാസം. ഇനിയിപ്പോ ഇനി മുതൽ 60 days, 60 ദിവസത്തിലാണ്. ഒരു 60 ദിവസം കൊണ്ട് നോക്കിയോ നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ തീർക്കും. നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ സീരിയസ് ആയിട്ട് എടുക്കുക. അത് ഡയറ്റിലാണ്, 50% ഡയറ്റിലാണ്. അത് ഇത് മാത്രമല്ല, ആഹാരത്തിന് മാത്രമല്ല, നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ഉച്ചകഴിഞ്ഞ നിർദ്ദേശം എങ്ങനെ ആഹാരം കഴിക്കണം, ആ സാധനങ്ങൾ നമ്മൾ പറയുന്നു. ഓക്കെ,
ചില സമയത്ത് നമ്മളൊന്ന് ലൂസാകും, അത്രേ ഉള്ളൂ. അത് നമുക്ക് കുറയ്ക്കാന്നുള്ള കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ലൂസാകുന്നത്. കുറയ്ക്കാൻ നമുക്ക് എപ്പം വേണ്ടി കുറയ്ക്കാൻ നമുക്കറിയാം, അതിന് കൺട്രോളുണ്ട്. ഇപ്പം ഒരു പാലില്ല, പഞ്ചസാരയില്ല, ഊണില്ല, ചോറില്ല, ഒന്നുമില്ല. ഒന്നുമില്ല. വീട്ടിലൊന്നും പ്രാക്ടിക്കലൊന്നും ഉണ്ടാക്കണം. ഇന്നലെ വൈകുന്നേരം നിങ്ങൾ ഇവര് പുറത്ത് പോയിരിക്കുക, ഞാനിന്നലെ തരാൻ പറഞ്ഞപ്പോൾ വീട്ടിലുണ്ടാക്കുന്നത് സാധനം എന്താ കരുതുന്ന അറിയാം, എന്താ ഇപ്പൊ കഴിക്കുന്നത് കഴിക്കാറില്ല. വളരെ പ്രശ്നമാണ്. പാലില്ല, പഞ്ചസാരയില്ല. എനിക്ക് കോഫി കഴിച്ചിട്ട് ഭയങ്കര തലവേദന, ഭയങ്കര പ്രശ്നമുള്ള കോഫിയാണ് ഞാൻ ആ കൂടി റോങ് സാധനം. റോങ് എന്ന് പറഞ്ഞാൽ കൂടുതൽ കഴിക്കുന്നത് കോഫി കഴിക്കും. കോഫി ഞാൻ കൂടുതൽ കഴിക്കാറുണ്ട്. രാവിലെയും കഴിക്കും, ചിലപ്പോൾ 2 ഗ്ലാസ് കുടിക്കും. എപ്പോൾ കിട്ടിയാലും 6 കോഫി മേടിച്ച് കുടിക്കുന്ന ഒരു സാധനമാണ് കോഫി. ഓക്കെ, ചായ വേണ്ട, താല്പര്യം കോഫിയാണ്. കോഫി നല്ലാത്തൊരു ലെവൽ വരെയുള്ള ഞാൻ പറയാം. ചെറിയ പ്രശ്നങ്ങൾ എന്താണ് ചെയ്യുന്നത് പറയാം. ഇതൊക്കെ ചുമ്മാ പുഷ്പങ്ങൾ എടുത്ത് ഞാൻ എടുത്ത് പലപ്പോഴും കളഞ്ഞിട്ടുള്ള ആവശ്യം തോന്നി. ചിലപ്പോൾ നമ്മൾ ഡൗൺ കയറാൻ പോകും. കളയാന്നുള്ള കോൺഫിഡൻസ് നമ്മളോട് ഇടയ്ക്ക് കുഴപ്പമൊന്നും തോന്നുന്നു. ഓക്കെ, കഴിഞ്ഞോ? സ്ലൈഡ് കഴിഞ്ഞോ? ഇവിടെ സമയത്തിന്റെ ആളാണ്, ആരെയും പഠിപ്പിക്കും. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇതിനകത്തൊക്കെ ചലഞ്ചസ് വരും. എല്ലാം നമ്മുടെ ജീവിതത്തിലും ചലഞ്ചസ് വരും. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരാളും നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു ചലഞ്ചസും ഇല്ലാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ട്രാക്കിലല്ലെന്നാണ്. ചലഞ്ചസ് വരും. ചലഞ്ചസ് വന്നാലും വന്നില്ലെങ്കിലും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനുള്ളത് ശരിയായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ഞാൻ എന്റെ പറ്റി നിങ്ങൾ ഓർത്തിരിക്കുക, ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ജിമ്മിന്റെ വരുമാനം എന്താണെന്ന് അറിയാം. ജിമ്മ് നടത്തുന്നവരുടെ വരുമാനം എന്താണെന്ന് അറിയാം. രജിസ്ട്രേഷൻ ഫീസാണ്. രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന കൂടുതൽ ആൾക്കാർ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കുള്ള വരുമാനം കൂടുതലല്ല. രജിസ്ട്രേഷൻ എടുക്കും, ഒരു 10 ദിവസം വരും, പിന്നെ ഒരു വലിയ രജിസ്ട്രേഷൻ നമ്മൾ പ്രോഫിറ്റ്. അതുകൊണ്ട് ജിമ്മിലൊക്കെ ചെന്നാൽ അവർ ആദ്യം മൊത്തം മേടിക്കും. 3 മാസങ്ങളുടെ കാശാദ്യം മേടിച്ചത്. കാരണം ഒരു 10 ദിവസം കൊണ്ട് ബുക്കോന്ന് അറിയാം. മാക്സിമം ചിലപ്പോൾ 1 വർഷത്തെ പാക്കേജ് ഒക്കെ വിളിക്കും. അവർ പറയും സാറേ ഇത് 1 വർഷം ചെയ്യണം, 1 വർഷത്തെ പാക്കേജ് എടുത്താൽ പരമാവധി ഡിസ്കൗണ്ട്, എത്ര ഡിസ്കൗണ്ട് കൊടുത്താലും കുഴപ്പമില്ല. 10 ദിവസം കാണുള്ളൂ. ഒരു 90% ആൾക്കാർ 10 ദിവസം കാണുള്ളൂ എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഈ 1 വർഷത്തേക്ക് എടുക്കുവാണെങ്കിൽ ഭയങ്കര ഡിസ്കൗണ്ട് കൊടുത്തേക്കും. സാർ 1 മാസം ചെയ്യുന്നത് നഷ്ടമാണ്. അതുപോലെ സാർ അങ്ങനെ നിർത്തരുത്, 1 മാസം കൊണ്ട് നിർത്തരുത്. ലോങ് ടൈമിലേക്ക് എടുക്കുന്നതാണ് എപ്പോഴും ലാഭം. 1 മാസം എടുക്കുന്നതിന്റെ പകുതി രൂപ പോലും വരികയില്ല. 6 മാസത്തേക്ക് എടുത്താൽ അതിന്റെ പകുതി. 1 മാസമായിട്ട് ചെറിയ വ്യത്യാസമുള്ളൂ. 1 വർഷത്തേക്ക് എടുത്താൽ 1 വർഷത്തേക്ക് എടുക്കുന്നു. 1 മാസത്തേക്ക് 2000 രൂപ എടുക്കുന്നു. 1 വർഷത്തേക്ക് എടുത്തതിന് അവർ 5000 6000 ആക്കുന്നു. അതുകൊണ്ടല്ലേ 3 മാസം ആകുമ്പോൾ സാറ് ഇത് കൂടുതലാകും. മാത്രമല്ല ഒരു സ്ഥിരമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് 1 വർഷത്തെ പാക്കേജ് എടുത്തോളം അതിൽ 6000 രൂപ എടുക്കും. 6000 എടുത്താലും 8000 എടുത്താലും 2000 എടുത്താലും 10 ദിവസം ഇവിടെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവും. 10 ദിവസം വീട്ടിൽ പോകും. ഇവർക്കറിയാം റീസൺ എന്താണ്. നമ്മളെല്ലാ കാര്യത്തിലും നമ്മൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ നമുക്ക് വളർച്ച ആൾക്കാർക്കേ പറ്റുള്ളൂ. നമ്മൾ വേണമെങ്കിൽ ഒരു ദിവസം വേണമെങ്കിൽ 10 മണിക്കൂർ ചെയ്താൽ ഒരു പ്രശ്നം തീരും. നമ്മൾ ചെയ്യും. എല്ലാ ദിവസവും 1/2 മണിക്കൂർ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് മിഡിൽ ക്ലാസ് ആകുന്നത്. മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മിഡിൽ വെച്ച് നിർത്തും. അതുകൊണ്ടാണ് മിഡിൽ ക്ലാസ് ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സക്സസ് ആകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്. അവർ 1/2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂർ ഡിസിപ്ലിൻ ആയിട്ട് വർഷങ്ങളോളം പോകും. അതുകൊണ്ട് മാത്രമാണ് അതായത് വലുതാകുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള ഏറ്റവും മേജറുള്ള ഡിഫറൻസ്. അവർ ചെയ്യാനുള്ള കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് 1/2 മണിക്കൂറുള്ള 1/2 മണിക്കൂർ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ വളരെ ചുരുക്കം ആൾക്കാർക്ക് സാധിക്കുള്ളൂ. ആ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നവർ ഏത് ഫീൽഡിലും ചെയ്യും. വളരെ ഒരു ദിവസം 10 മണിക്കൂർ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യും. 2 3 ദിവസം വേണം നമുക്ക് ചെയ്യാം. 1/2 മണിക്കൂർ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കൊല്ലം ചെയ്യാൻ പറ്റിയത് ചുരുക്കം ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുകൊണ്ടാണ് ഏത് മേഖലയിൽ വളർന്നു നിൽക്കുന്നവർ വളരുന്നതിന്റെ കാരണം. ഇതിനിടയ്ക്ക് അപ്സ് ഉണ്ടാവും, ഇതിനിടയ്ക്ക് ഡൗൺ ഉണ്ടാവും, ഇതിനിടയ്ക്ക് ഇതിനിടയ്ക്ക് പ്രളയം ഉണ്ടാവും, ഇതിനിടയ്ക്ക് വെള്ളപ്പൊക്കം ഉണ്ടാവും. ഇതെല്ലാം ഉണ്ടെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എന്താണോ നമ്മൾ ഏത് ലക്ഷ്യത്തിലേക്കാണ് എത്തുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ളതിന് വേണ്ടി വരുന്ന എഫേർട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് വിജയിച്ചിരിക്കും. ഇത്രേ ഉള്ളൂ. ഇതിനിടയ്ക്ക് പരാജയങ്ങളുണ്ടാവും. ജീവിതമല്ലേ പരാജയം. ഞാനൊക്കെ തന്നെ ECG ഗ്രാഫ് നേരെ മുകളിലേക്ക് പോകും, അതുപോലെ ആകും, അതുപോലെ നമ്മൾ വീണ്ടും പൊക്കും. വീണ്ടും ചിലപ്പോൾ ഇതുപോലെ ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. എങ്ങനെ അടിച്ചാലും നമ്മൾ ഇതേ മൈൻഡ് സെറ്റ് ഇതുപോലെ തന്നെ ചെയ്തുകൊണ്ടേ ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കില്ല, ഒരു ദിവസം പോലും മാറി നിൽക്കില്ല, ഒരു ദിവസം പോലും ഒരു ആക്ടിവിറ്റി മാറി നിൽക്കില്ല, ഒരു ദിവസം പോലും ഡിമോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കത്തില്ല, ഒരു ദിവസം പോലും നമ്മൾ നെഗറ്റീവായിട്ട് നിൽക്കത്തില്ല. അടുത്ത വെള്ളമാക്കി അന്നേരം അത് വേറെ യാതൊരു സാധനമില്ല. കാരണം അത് നമ്മൾ ഈ പ്രകൃതിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കറിയാം. ഏതെങ്കിലും ചെടി റിട്ടയർ ആവുന്നു, അതിനിട്ട് വെട്ടിക്കും. അടുത്ത് അന്നേരം 5 മുള വരുന്ന ഇതിന് എന്താ നമ്മളെത്ര പേര് പഠിക്കുന്നുണ്ട്. നമ്മൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ എന്താ പഠിക്കുന്നത്? ഒരു മരത്തിനൊന്ന് വെട്ടി നോക്കും, ഒറ്റ വെട്ടിയാൽ 5 മുളകുണ്ട്. അവനെ നോക്കിക്കാൻ നോക്കി, ചുവട്ടെ വെട്ടിക്ക് അവൻ അവിടെ നിന്ന് മുളക്കും, ഇല്ല വേറെ മുളക്കും.
ഇതിനിടയിൽ നിന്ന് കല്ലിനിടയിൽ നിന്ന് ശകലം ഇതുണ്ടെങ്കിൽ അവൻ അവിടുന്ന് കയറി വരും. ഇത് നമ്മൾ പഠിക്കും. പ്രകൃതി ആഗ്രഹിക്കുന്ന ഗ്രോത്താണ്, വളർച്ച, റിട്ടയർമെന്റ് അല്ല. റിട്ടയർ ചെയ്ത് നേരത്തെ റിട്ടയർമെന്റ് പ്രായം കൺസേൺ ഇവിടെ നമുക്ക് ഒരു ലൈഫുള്ളൂ. സെക്കൻഡ് ഇന്നിങ്സ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. മാക്സിമം നമുക്ക് ചെയ്യാവുന്ന എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് തിരിച്ചു. അതാണ് നമ്മുടെ ഈ കൺട്രോൾ. ബാക്കി ഒന്നും നമുക്ക് ഈ കൺട്രോൾ. ഞാൻ എപ്പോഴും പറയുന്ന ഫൈറ്റ് ചെയ്യുക, ഫൈറ്ററാണ്. മാക്സിമം ഷോട്ട് ഇവിടെ നിന്ന് അടിച്ചിട്ട് പോകുക. അതായത് റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ വരും. ചില സമയത്ത് റിസൾട്ട് വരും, ചില സമയത്ത് എന്ത് ചെയ്താലും കാറ്റ് പ്രതികൂലമായിരിക്കും. ഞാൻ ഇതിന്റെ പേരിൽ ഒരു ഷെയറിക്കുന്നത്, ഞാൻ ഏതൊരു നാട്ടിൽ പോയാലും നല്ല ജ്യോത്സ്യന്മാരെടുത്തു. ജ്യോതിഷത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്, ജ്യോത്സ്യന്മാരെ എല്ലാവരും വിശ്വാസമില്ല. അത് കാരണം ശാസ്ത്രമാണ്. ഓരോരുത്തർ പഠിക്കുന്നത് അവർ പറയുന്ന പോലെ ഇന്റർപ്രിട്ടേഷൻ ആയതുകൂടെ അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ശരിയാണ്, ചിലപ്പോൾ ശരിയാണെങ്കിൽ. ജ്യോതിഷത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്. ഈ ജ്യോതിഷത്തിൽ 44 വർഷം റിസർച്ച് ചെയ്തതാണ് എനിക്കറിയാം. ഒരു ലോകനും പൈസ മേടിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയല്ല. അത്രയും ഡെപ്തുള്ള സബ്ജക്റ്റാണ്. എനിക്കറിയാം. ഒത്തിരി പ്രൊഡിക്ഷൻ നമ്മൾ അതുപോലെ തന്നെ സംഭവിച്ചപ്പോൾ നമ്മൾ നേരിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല ആൾക്കാരല്ലേ ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി ജ്യോതിഷം അറിയാവുന്നവരുണ്ട്. പറഞ്ഞ പല കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ജ്യോതിഷത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്. ജ്യോതിഷന്മാരെല്ലാവരും വിശ്വാസമില്ല. പക്ഷേ ഏത് നാട്ടിൽ പോയാലും അവിടുത്തെ പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അവർ കാണാറുണ്ട്. അവർക്ക് ഇൻപുട്ടുണ്ട്. അത് മൊത്തം ചെയ്യാൻ വേണ്ടിയല്ല. അതിനകത്ത് ലോജിക്കുണ്ട്. നമ്മുടെ ലോജിക്കൂടെ അപ്ലൈ ചെയ്യുന്ന ആലോചിക്കും. അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം കൊണ്ട് ചെയ്യും. അത് പറയുന്നത് സെൻസ് ഒന്നും ആലോചിക്കും. പ്രാക്ടിക്കലായുള്ള ആൾക്കാരാണെന്ന് ആലോചിക്കും. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് അത് വരുന്ന വർഷം 2025 കഷ്ടാകാല വർഷമാണ്. 2026 വളരെ മോശം സാധനമാണെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ നമ്മൾ ടോട്ടലി ഇഗ്നോർ ചെയ്യുക. പിന്നെ ചെയ്യാവുന്നതാണ് 2026 സാമ്പത്തികമായിട്ട് ഇപ്പം നമുക്ക് മോശമാണ് എന്നുണ്ടെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴാണ് സിറ്റ് തുടങ്ങാം. അത് മോശമാകുന്ന സമയത്ത് പരിഹരിക്കാമ്പോൾ അതിന് നമുക്ക് കണ്ടുപിടുത്താൻ പറ്റും. അതിനുള്ള പ്രിക്കോഷൻ എടുക്കാൻ വേണ്ടി പോകുന്നു. നമുക്ക് ഇവിടുന്ന് ബോംബെ വരെ പോകണം. നോക്ക് മാറ്റി വെക്കാൻ ഞാൻ തന്നെ ഒരു പ്രാവശ്യം പറവൂരൊരു വലിയ പ്രഗത്ഭനായ ഒരു പാർട്ടിയുണ്ട്, ഒരു തിരുമേനിയാണ്. പുള്ളിയെടുത്ത് പോയി വീടിനുണ്ടാവും. അങ്ങനെ ഭയങ്കര പ്രൊഡിക്ഷനൊക്കെ നടത്തി. ഇവിടെ മുഖ്യമന്ത്രിയാകുന്നു, പിന്നെ അച്യുതാനന്ദനെ കുറിച്ച് ഇതുപോലെ വലിയ വലിയ പാർട്ടികളുടെയൊക്കെ പ്രൊഡിക്ഷൻ അതിന് പത്രത്തിൽ വാർത്തകളൊക്കെ എടുത്ത് ഫ്രണ്ടിലെ ഈ സിറ്റിംഗ് റൂമും കൂടെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. പുള്ളിയുടെ പ്രവചനങ്ങൾ ശരിയാകാതെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. നമ്മളകത്തേക്ക് സമയം വളരെ മോശമാണ്. ഇപ്പോൾ ഒന്നും ചെയ്യരുത്. 2 വർഷത്തേക്ക് ഒന്നും ചെയ്യരുത്. എൻ്റെ പിള്ളേർ അങ്ങനെ പറയാം. നമ്മളൊരു പരിപാടിയെല്ലാം ചെയ്ത് റെഡിയാക്കി വെക്കുന്നത് നമ്മൾ അതിനൊരു നട്ട് ബോൾട്ട് മുറുക്കണമെങ്കിൽ എനിക്ക് ബോംബെ വരെ പോകണം. കാറെ പോകാനായിരിക്കുന്നു. എൻ്റെ നട്ട് ബോൾട്ട് മുറുക്കണമെന്നോ ടയർ മാറണമെന്നോ ഇനി വണ്ടി തന്നെ മാറണം, ആ വണ്ടിയെ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കാം. ഇനി വണ്ടിയെ പോകേണ്ട ട്രെയിനെ പോയാൽ മതി എന്ന് പറഞ്ഞാലും കേൾക്കാം. അതേ പോകേണ്ട ഫ്ലൈറ്റേ പോകണമെന്ന് പറഞ്ഞാലും കേൾക്കാം. ഓക്ക് മാറ്റി പോകാൻ ദൈവം പറയും. കാരണം ഇനി ഞാൻ പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോകണം. സ്റ്റോപ്പ് ചെയ്യാൻ ദൈവത്തിൽ 2 വർഷം റെസ്റ്റ് എടുക്കാൻ പറയരുത്. അത് നമുക്ക് സാധിക്കുന്ന കാര്യമില്ല. അതിന് വേറെ എന്തിനും പരിഹാരം ഉണ്ടെന്നാണല്ലോ നിങ്ങളൊക്കെ തന്നെയാണ് പറയാം. ഇതിന് പരിഹാരം എന്താണെന്ന് പറയാം. ഞാൻ വേറെ പറയാൻ മതി ഒക്കെ ചെയ്യാം. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ മുരളി വലിയ പ്രൊഡിക്ഷൻ്റെ ആണ്. നിങ്ങളിരുന്ന അതേ സീറ്റിലാണ് കരുണാകരനും മുരളി. ഞാൻ അവരോട് DIC എന്ന് പറഞ്ഞ പാർട്ടി തുടങ്ങി. ഞാൻ പറഞ്ഞു ചെയ്യരുത്. അവർ പോയി ചെയ്തു. കണ്ണിലെ അനുഭവം എന്താണ്. ഇതുകൂടാതെ സിനിമാ നടൻ ശങ്കർ ഇവിടെ വന്നിരുന്ന പുള്ളിയോട് ഞാൻ അഡ്വൈസ് അഡ്വൈസൊക്കെ കേട്ടില്ല. അതിൻ്റെ അകത്തിൽ പുരുഷവില്ലേ നമുക്ക് വേറെ കണിച്ചുകൊണ്ടൊക്കെ ഒരു ആക്സിഡന്റ് ഉണ്ടായില്ല. നിങ്ങളവിടെ വണ്ടി ലോറി ഇടിപ്പിച്ചുകൊണ്ട് കാറിൽ കൊണ്ടു. അവര് പൗരപ്പുഴ ചെറായിക്കാർ അവര് പുള്ളിയെടുത്ത് ഭാര്യയും ഭർത്താവും വന്നിരുന്നു. അവരോട് പറഞ്ഞാണ് നിങ്ങൾ റിസ്ക്കാണ് ഈ സംഭവം. അവരെ പുതിയ മറ്റൊരു തുടക്കമുണ്ടായി വേറെ സ്ഥലത്ത് ചെയ്യരുത് ഞാൻ പറഞ്ഞു. അവർ ചെയ്തു. ഓരോ ലൈഫ് അപ്പോൾ ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു ശരിയായിരുന്നു ചോദിക്കാൻ വേണ്ടി, ഭർത്താവിന് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചത്. അങ്ങനെയൊക്കെ അപ്പോൾ എന്നോട് രോഷം പറയുന്നു. ഞാനത് കേട്ടോണ്ടിരുന്നു. ശരി ഇതൊരു വലിയ വേറെ മാർഗത്തിൽ പിന്നെ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് യൂഷ്വൽ പോകും. അല്ലാതെ ഒരിടത്തിൽ പോകുന്നത് മാറ്റിവെക്കാൻ വേണ്ടിയില്ല. ഏത് ജോത്സ്യം പറഞ്ഞാലും ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം. നിങ്ങൾ ടോട്ടൽ ഫെയിലിയർ ആണെങ്കിലും എക്സ്പീരിയൻസ് ആണ്. അത് നമ്മുടെ നേട്ടമാണ്. പൈസ കിട്ടുന്ന സമയത്ത് മാത്രം, അത് മീൻ വരുന്ന സമയത്ത് മാത്രം വലയം കൊണ്ട് ചെല്ലുന്ന ജീവിതത്തിൽ വിജയിക്കത്തില്ല. കൺസിസ്റ്റന്റ് എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ഫെയിലിയർ ആയിരിക്കും, അത് നമ്മുടെ അസറ്റാണ്. ഇപ്പോൾ ഉദാഹരണം പറയുമ്പോൾ ജോജോ ഞാൻ പരിചയപ്പെട്ടില്ല. ഞാൻ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് മൂവ് ചെയ്തപ്പം ആണ് ജോജോ പരിചയപ്പെട്ടത്. എൻ്റെ ഗ്രൂപ്പ് മെസ്സേജിനകത്ത് പുള്ളി കേട്ടിട്ട് മെസ്സേജ് ചെയ്ത പുള്ളിയെ ഇതെന്താ സാറേ ചോദിച്ചു. ഞാൻ ചെയ്യുന്ന പ്രവർത്തനം കഴിഞ്ഞ എനിക്ക് തോന്നുന്നൊരു 35 വർഷമെങ്കിലുമായിട്ട് നോൺ സ്റ്റോപ്പ് ആക്ടിവിറ്റി 24 മണിക്കൂർ 24 hours ഉറങ്ങുന്ന ബാക്കിയുള്ളവരെല്ലാം ഉറക്കുന്ന സമയം കൊണ്ട് ഞാൻ ഉറങ്ങുന്നത് മാത്രമേ ഉള്ളൂ. നോൺ സ്റ്റോപ്പ് ആയിട്ട് കഴിഞ്ഞ 35 വർഷം ഞാൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് എൻ്റെ ഇരിക്കുന്നത്. എക്സ്പീരിയൻസും കോൺടാക്റ്റും അത് എൻ്റെ വിഷയം എനിക്കറിയാം. അതിലെനിക്ക് വിശ്വാസമുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന പ്രപഞ്ചത്തിലും വിശ്വാസമുണ്ട്. നമ്മൾ ഹ്യൂജ് അസറ്റ്സ് ഉണ്ടാക്കാൻ ഉള്ള സാധന എക്സ്പീരിയൻസും നോളജും നമ്മളിലുണ്ട്. അത് കിട്ടുന്നത് നമുക്ക് ഫെയിലിയർ ആകുന്ന ഫെയിലിയർ ആയിക്കോട്ടെ. അതിന് നമുക്ക് എക്സ്പീരിയൻസ് കുറേ കോൺടാക്ട് കിട്ടും. നമ്മളടുത്ത തോണിയുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. റിസൾട്ട് തരേണ്ട സമയത്ത് നമുക്ക് തരേണ്ടതെന്ന് തോന്നുള്ളൂ. റിസൾട്ട് ഭഗവത്ഗീതയിൽ ഒരു കാര്യം കൃഷ്ണൻ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ അതിനെ റോങ്ങായിട്ടാണ് ആൾക്കാർ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അത് ഇവരൊക്കെ പറയുന്നവർ ഈ പല ആൾക്കാർ പറയുന്നത് നമ്മൾ ഭഗവത്ഗീത വായിച്ചിട്ട് ഇതിൻ്റെ അർത്ഥം പറഞ്ഞിരുന്ന ആൾക്കാരുണ്ട്. അവർ പറയുന്നത്
ഫലം ആഗ്രഹിക്കാതെ പ്രവർത്തിക്കാനാണ് പലരും പറയുന്നതൊക്കെയാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത്. വായിച്ച് പറയുന്നവർ പലരും പറയുന്നു. ഫലം ആഗ്രഹിക്കാതെ സന്യാസിമാർ പോലും പ്രവർത്തിക്കുന്നില്ല. സന്യാസിമാർ പ്രാർത്ഥിക്കുന്ന ലോകത്തിന് നന്മ വരണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിക്കുന്നത്. അതും അവരൊരു ആഗ്രഹമുണ്ട്. അല്ല ചുമ്മാ ഇരുന്ന് രാവിലെ ഇങ്ങനെ ഇരുന്നിട്ടാണ് പറയുന്നത്. ചുമ്മാ രാവിലെ ഇരുന്ന് കണ്ണടച്ചിരിക്കുന്നതാണോ പ്രാർത്ഥന? ആ കണ്ണടച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന അവർക്ക് വേണ്ടിയാണോ, ലോകത്തിന് വേണ്ടിയാണോ, ആർക്കെങ്കിലും വേണ്ടിയാണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സന്യാസിമാർ പോലും അവരുടെ ആഗ്രഹത്തോടെയാണ് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അല്ല ചുമ്മാ ഇരുന്ന് ഫലമൊന്നും ആഗ്രഹിക്കുന്നത് ചുമ്മാ പണിയെടുത്തോളാനാണ് ഇവർ പല ആൾക്കാർ ഈ വായിച്ച് പറയുന്നത്. അവരെന്ന് വെച്ചാൽ അവർ പണിയെടുക്കാത്തവരാണ്. ഇവിടുത്തെ പല കവികളും പോലും നമ്മൾ എഴുതിയിരിക്കുന്ന പലരും ദുഃഖകാര്യങ്ങളും ശോകകാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന അവർ പണിയെടുക്കാത്തവരായിരുന്നു. പണിയെടുക്കുന്ന ആൾക്കാർ അഡ്വൈസ് ആണെങ്കിൽ തന്നെ നമ്മൾ മേടിക്കുന്നത്. ഇപ്പം നമ്മൾ തന്നെ ജോത്സ്യനെ കാണുന്നത് പണിയെടുക്കുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു ജോത്സ്യം നമ്മൾ പണിയെടുക്കുന്നതാണ്. രാത്രി 12 മണി വരെ നമ്മൾ പകല് കൺസൾട്ടേഷൻ കഴിഞ്ഞ് പുള്ളി ദേഹത്തിട്ടിരിക്കുന്ന തന്നെ ഡയമണ്ടും സാധനം ഇട്ടിട്ടായിരിക്കും. വീട്ടിൽ പുള്ളിയുടെ ദേഹത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു 2 കോടി രൂപയുടെ സാധനം ദേഹത്ത് തന്നെയാണ്. പക്ഷെ എനിക്ക് പുള്ളിയോട് ബഹുമാനമൊന്നും പറ്റും. ഇത് കഴിഞ്ഞ് ഇപ്പം ഞങ്ങളൊരു മോളുടെ ജാതകം എഴുതിയിട്ട് വായിക്കാൻ പറ്റില്ല. അപ്പോൾ പുള്ളിയോട് പറഞ്ഞിട്ട് പിന്നെ ഇത് വായിക്കാൻ പറ്റുന്നുണ്ട്. അത് പക്ഷേ ഞാൻ വേറൊരാളെ കൊണ്ട് എഴുതാനൊക്കെ ആ പുള്ളിയുടെ എഴുത്ത് അത്ര ഇതില്ല. കുഴപ്പമില്ല, ഞാൻ എഴുതണം. അപ്പം അതെപ്പോഴും തിരുവേണി ഭയങ്കര തിരക്കുള്ളതാണ്. അപ്പം ഞാൻ ഇത്രയും തിരക്കുള്ള ആൾ എങ്ങനെ പിന്നെ ഇത് കഴിഞ്ഞ് തിരുവേണിക്ക് എഴുതാൻ? മാത്രമല്ല അസിസ്റ്റന്റിനെ എഴുതിയിരിക്കുന്ന തിരുവേണിക്ക് സമയമില്ലാത്തതുകൊണ്ട് അസിസ്റ്റന്റല്ലേ നന്നായിട്ട് എഴുതുന്നത്, വൃത്തിയായിട്ട്. നമ്മൾ തിരുവേണിക്ക് തിരക്കാണ്ട് എഴുതി ചിലപ്പോൾ ഇതാവുന്ന വേണം മനസ്സിലാക്കുന്നതിന് എനിക്കത് മനസ്സിലാക്കാം. ഈ അസിസ്റ്റന്റ് എടുത്ത കാശ് കൊടുത്തിരിക്കുന്നവരെ അവന്റെ എഴുത്ത് നന്നായിട്ട് നമ്മളെക്കാൾ നമുക്ക് നേരെ ഇല്ലാത്തപ്പോഴേ അവനെ വെച്ചിരിക്കുന്നത്. അവൻ നന്നായിട്ട് എഴുതുന്നുണ്ട്. ഇല്ല കുഴപ്പമില്ല, അവർ എഴുതുക അങ്ങനെ വരും, കുഴപ്പമില്ല, ഞാൻ എഴുതിക്കോളും. ഞാൻ ചെന്നേരം എപ്പോൾ എങ്ങനെ ഞാൻ രാത്രി ഒരു 12:30 1 മണി വരെ ഇരുന്ന് ഇത് കഴിഞ്ഞിട്ട് ഇരുന്ന് എഴുതി നീറ്റായിട്ട് ചെയ്ത് പുള്ളിയോട് ചില പ്രതിസന്ധികൾ വരുന്ന സമയത്ത് പുള്ളി പറയുന്നത് അത് പുള്ളിയുടെ ഒരിക്കൽ പുള്ളി തന്നെ ഇത് കാണിച്ചിട്ട് വളരെ അടുപ്പമുണ്ട്. പുള്ളി നമ്മളോട് ഇവിടം വരെ മൊത്തം ഓപ്പൺ ചെയ്തിരിക്കുന്ന സർജറി ചെയ്തിരിക്കുന്നത്. ഇവിടം വരെ ഫുൾ പുള്ളിയുടെ ബോഡി കീറി സർജറി ചെയ്തിട്ടുള്ള പാട് കാണിച്ചു. ഞാൻ പറഞ്ഞത് തിരുമേനിക്ക് ഈ അപകടം പ്രഡിക്റ്റ് പറ്റും. തിരുമേനിയുടെ ലൈഫ് ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിലെല്ലാം പറഞ്ഞത് ഞാൻ ഇത്ര വയസ്സിലുണ്ടാവും. അത് കഴിഞ്ഞ് ഉണ്ടായ ഭാഗ്യം മാത്രമേ പറഞ്ഞത്. ഇതെന്താ തമിഴ്നാട്ടിലൊരു സ്ഥലത്ത് ഒരു ഇതിന് പോയതാണ്. ഒരു പൂജയ്ക്ക് വേണ്ട പൂജ ചെയ്താണ്ട് 24 മണിക്കൂറോ അത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആദ്യം ആഹാരം കഴിക്കുന്നത്. ഒരാദ്യമേ കൊണ്ട് കൊടുത്ത വെള്ളം ലസ്സിയായിരുന്നു. പുള്ളിക്കോന്നറിയാൻ പറ്റും. ആദ്യം കഴിഞ്ഞ് വെള്ളം എടുത്ത് കുടിച്ചു. ഒരൊറ്റ ഇതിങ്ങോട്ട് കഴിച്ചു. പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു എമ്പൊക്കെ പോലെ വന്നു. കോൺഷ്യസായി 6 ദിവസം കോമ സ്റ്റേജിലായി അവിടെ കിടന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു ആംബുലൻസിൽ ഇവിടെ കൊച്ചി കൊണ്ടുവന്നിട്ട് ഓൾമോസ്റ്റ് 2 മാസം പുള്ളി ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പുറത്തിറങ്ങി. ഈ സാധനം പുള്ളി അതുപോലെ ആ സമയം ഞാൻ ഓൾമോസ്റ്റ് മരിച്ചിട്ട് തിരിച്ചു വന്നാണ്. ഇപ്പോഴും രാത്രി 12 മണി വരെ ഹാർഡ് വർക്ക് ഇരുന്ന് ഓരോ കേസും നേരിട്ട് പുള്ളിയുടെ കൈപ്പടൽ എഴുതി കൊടുത്തു. പുള്ളി ഹാർഡ് വർക്ക് ചെയ്യും. പുള്ളിയുടെ അടുത്തൊരു കാര്യം നമ്മൾ ചോദിച്ചാൽ അഡ്വൈസ് പ്രാക്ടിക്കൽ അഡ്വൈസ് പറയും. ചുമ്മാ ഇരുന്ന് നോക്കിയിട്ട് നമ്മൾ പണിയെടുക്കാൻ അടുത്താണെങ്കിൽ ഒന്നും ചെയ്യേണ്ടത്. ചുമ്മാ ഇരുന്നാൽ മതി സാർ, രക്ഷയില്ല, ഇങ്ങനെയായിരിക്കും പറയുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് അഡ്വൈസ് എടുത്താൽ നമ്മൾ അഡ്വൈസ് എടുക്കുന്ന ആരുടെയാണെന്നും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മുടെ സമയമുണ്ട്, എല്ലാവർക്കും സമയമുണ്ട്. ഷാരൂഖ് ഖാനൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട് പുള്ളി മോശ സമയം ചില സമയത്ത് ഒരു കാര്യമില്ല മോശമാവും, ചില സമയത്ത് ഒരു കാര്യമില്ല നന്നാവും. എപ്പോഴാണ് ഈ ടൈമിംഗ് നമുക്കറിയാൻ പറ്റും. കൺസിസ്റ്റന്റ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കാൻ മാത്രമേ ഇത് ചെയ്യാൻ പറ്റും. കൺസിസ്റ്റന്റ്ലി പെർസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളും ഒരിക്കൽ നമ്മൾ വിജയിച്ചേ പറ്റുള്ളൂ. ആ വിജയിച്ച് വന്ന ആൾക്കാരുണ്ടാക്കിയിട്ടുള്ള ക്വാളിറ്റീസ് ഫോളോ ഇപ്പോൾ നമ്മൾ ചെയ്യണം. വിജയിച്ച് വന്നതിന് ശേഷം അല്ല എല്ലാവരും ഈ ഹെൽത്ത് ശ്രദ്ധിക്കുന്നത്, മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. ആ ലെവലിലുള്ള ആൾക്കാരൊക്കെ അതിന് മുമ്പേ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അത് നമ്മൾ ഇപ്പോഴേ ചെയ്ത് ആ ക്വാളിറ്റീസും ആ സംസാരവും ആ സാധനങ്ങളും ബിഹേവിയറും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത് വരുമ്പോഴാണ്. ഇപ്പോൾ പാട്ട് പാടുന്ന ആളുകൾ വന്നിട്ടുണ്ട്. ഒരു പാട്ട് പാടുന്ന ഏതൊരാളുടെ ആഗ്രഹമാണ് അല്ലെ യേശുദാസിനെ പോലെ പാടാൻ സാധിക്കുമല്ലോ എന്നറിയാൻ വേണമെങ്കിലും അദ്ദേഹത്തിനെ ഒന്ന് അനുകരിക്കാനെങ്കിലും ശ്രമിക്കുക എന്നുള്ളതാണ് ഏതൊരാളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തിനുള്ള ആരാധന കൊണ്ട് അദ്ദേഹത്തിന്റെ നടപ്പും അദ്ദേഹം ചിലപ്പോൾ ഡ്രസ്സ് ചെയ്യും, വെള്ളം കിട്ടും. അദ്ദേഹത്തിനുള്ള ആരാധനയും ബഹുമാനം കൊണ്ട് ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ്. അല്ലാതെ അദ്ദേഹത്തിനെ ജയിക്കാൻ വേണ്ടി അത്ര എളുപ്പമൊന്നുമല്ല. എല്ലാവർക്കും അത് ബോധമുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു അടുത്തെങ്കിലും പറ്റില്ല. അല്ല അദ്ദേഹത്തിന്റെ ഒരു ലെവലിന്റെ ഒരു 10% നമുക്ക് സാധിച്ചാൽ തന്നെ ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ടാണ് ഒരു സംഗീത ലോകത്ത് നിൽക്കുന്നവർ എല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനെ കോപ്പി ചെയ്യാനോ അദ്ദേഹം സംസാരിക്കാനോ അറിയാതെ വരും. നമ്മൾ ആരാധനയുള്ളവരെ മോഹൻലാലൊക്കെ നമ്മുടെ പത്മരാജന്റെ കൂടെ പത്മരാജൻ എന്ന് പറഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ഒരു സിനിമ ഇതാണ്, ഡയറക്ടറാണ്. പുള്ളിയുടെ കൂടെ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറെ നാളത്തേക്ക് പുള്ളിയുടെ സംസാര ശൈലി മുഴുവൻ പത്മരാജൻ പറയുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂ കേട്ടിട്ടുണ്ട്. അറിയാതെ കോപ്പി ചെയ്തു. നമ്മൾ ആരാധിക്കുന്ന ആൾക്കാരെ നമ്മൾ ഇടപെടുന്നു. നമ്മൾ ആരാധിക്കുന്ന ആൾക്കാരുടെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ജസ്റ്റേഴ്സും സാധനങ്ങളും തന്നെ നമ്മളിലേക്ക് വരും. അത് സംഭവിക്കുന്നത് നാച്ചുറൽ പ്രോസസ്സാണ്.
എന്ന് പറയുന്ന പോലെ നമ്മൾ വിജയിച്ചിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഒബ്സർവ് ചെയ്യുക, ഏതെങ്കിലും മേഖലയിൽ വിജയിച്ചിട്ടുള്ള സംസാരിക്കുന്നത് കേൾക്കുക. യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ സക്സസ് സ്റ്റോറികളുണ്ട്, അത് കേൾക്കുക, അവർക്ക് ഫോളോ ചെയ്ത കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയുള്ള സക്സസിന്റെ ഫോർമുല. ഇത് നമ്മൾ ചെയ്യാൻ, നമ്മൾ പറഞ്ഞതിനകത്ത് ഗ്രീൻ പ്ലാനറ്റ് ബിസിനസ് ചെയ്യാൻ ഉള്ള ട്രെയിനിങ് അല്ല ഞാനിപ്പോൾ എടുത്തത്. നമ്മൾ ഓരോരുത്തരും വിജയിച്ചിട്ടുള്ള ഒരു സക്സസ് സ്റ്റോറി ആയിരിക്കുന്ന ഒരു ഓണ്ടർപ്രണറായിട്ട് നമ്മൾ വളർന്നു വന്ന് സമൂഹത്തിന് മാതൃകയായി മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ നിന്ന് സത്യസന്ധമായിട്ട് ശരിയായ രീതിയിൽ ഇവിടെ നാട്ടിൽ ഗ്രോ ചെയ്യാൻ വളരാൻ പറ്റും. നല്ല കാര്യങ്ങൾ ചെയ്ത് ഇവിടെ വളർന്നവരുണ്ടെന്ന് ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഉദ്ദേശിച്ചത്.